ഇവിടെ 1926 മുതൽ മഹാനായ പണ്ഡിതരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദീനി പ്രബോധനത്തിന് മദ്രസകളിൽ നടപ്പിലാക്കി വരുന്ന സിലബസിനെതിരെ ഉയർന്നു വരുന്ന ദുഷ്പ്രചരണങ്ങൾക്ക് പിന്നിലെ വസ്തുതകളെ വിശദീകരിക്കാൻ വേണ്ടി മഹാനായ ശംസുൽ ഉലമയുടെയും റഹീസുൽ മുഹദ്ദിദീൻ കണ്ണിയത്ത് ഉസ്താദിന്റെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയ അനുഗ്രഹീത പ്രഭാഷകൻ സുന്നീസത്തിന്റെ ആവേശം വിഘടിതരുടെ പേടി സ്വപ്നം ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സമദ് പൂക്കോളൂർ സാഹിബിനെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العلي العظيم. قال رسول الله صلى الله عليه وسلم الاجتماع نعمة والافتراق نقمة. സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട അത്താവുല്ലാ മാഷ് സലാമാജി നമ്മുടെ മഹല്ലത്തിന്റെ വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മഹലിന്റെ ബഹുമാന്യരായ ഭാരവാഹികൾ, വേദിയിലുള്ള പണ്ഡിതന്മാർ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കൾ, ചെറുപ്പക്കാരോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന നമ്മുടെ മഹല്ല് ജമാഅത്തിന്റെ നേതാക്കൾക്ക് അർഹതപ്പെട്ട പ്രതിഫലം രണ്ട് വീട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. സത്യം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ സദസ്സിലുള്ളവരോട് ആദ്യമായും ആമുഖമായും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ശാന്തമായി നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഭാഗികമായി കേൾക്കാതെ പരിപൂർണമായി കേട്ട് മനസ്സിലാക്കി നമ്മൾ ഈ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ശരിക്കും വിലയിരുത്തിയിട്ട് വേണം നമ്മുടെ ഈ സദസ്സ് പിരിച്ചുവിടാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു തുറന്ന മനസ്സിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സദസ്സിലേക്ക് വരാൻ മനപ്രയാസമുള്ളത് കൊണ്ട് ദൂരെ നിൽക്കുന്ന സാധുക്കളായ ആളുകളോടും മുൻധാരണാജന്യമായ തീരുമാനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സത്യത്തിനെതിരെ ചെവി അടച്ചു പിടിക്കാതെ എന്താണ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുക. കാരണം പല ആളുകളും പല പ്രശ്നത്തിലും തെറ്റിദ്ധാരണക്ക് വശംവദരായ ആളുകളാണ്. തെറ്റിദ്ധാരണകളാണ് മനുഷ്യനെ പലപ്പോഴും കളവ് പറയിക്കുന്നതും തെറ്റ് പ്രചരിപ്പിക്കുന്നതും അതുവഴി പരലോകത്ത് നഷ്ടം വരുന്നതും. അള്ളാഹു നമ്മുടെ പരലോകം നന്മയാക്കി തരുമാറാവട്ടെ. വാഹനങ്ങൾ പോകാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ മതി, അവിടെ ബഹളം വെക്കരുത്. ഒരു പറയുന്ന വിഷയം കൃത്യമായി സദസ്സിന് കേൾക്കാനുള്ള സൗകര്യം എല്ലാവരും ചെയ്തു കൊടുക്കും. ഞാൻ പറയുന്ന വിഷയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്കൊക്കെ ചെറിയ നാളുകൾ മുതൽ തന്നെ കൃത്യമായി പരിചയമുള്ളവരാണ്. 1976 മുതൽ 1982 വരെ 19 വർഷക്കാലം 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 19 വർ
ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ എന്തിന് രൂപീകരിച്ചു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനായിരുന്നു സമസ്ത രൂപീകരിച്ചത്? എന്തായിരുന്നു സമസ്ത ചെയ്തത്? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടതും മനസ്സിലാക്കുന്നത്. അതിലൊന്നാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ നേരത്തെ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. പാരമ്പര്യാധിഷ്ഠിതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ശരിക്കും ഉൾക്കൊള്ളുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ പൂർവ്വഗാമികൾ ഏത് വഴി നടന്നുവോ ആ വഴിയെ സമൂഹത്തെ നടത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണം ഈ സമൂഹത്തിന് നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന രീതിശാസ്ത്രം അതാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ 1921 വരെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരേ സംഘമായി പ്രവർത്തിച്ചു എന്നത് കേരളത്തിന്റെ ചരിത്രം മുഴുക്ക പറയുന്നു. ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ തുടക്കം എവിടെയാണെന്ന് പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ പുതിയ ചിന്താഗതികളുമായി ചില ആളുകൾ രംഗത്ത് വരികയും അവർ പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തപ്പോഴാണ് അത് തുടങ്ങുന്നത്. ദീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുമ്പ് മുതലേ പ്രചരിപ്പിച്ച മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കടന്നു വന്ന കാലഘട്ടം മുതൽ കേരളീയ ജനതയ്ക്ക് പരിചയമുള്ള ഒരു ദർശനം. ആ ദർശനമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങൾ ഇവിടെ മൗലിദ് ഓതുകയും റാത്തീബ് കഴിക്കുകയും ആണ്ടുനേർച്ച കഴിക്കുകയും മഹാന്മാരെ മക്ബറുകൾ സിയാറത്ത് ചെയ്യുകയും ചെയ്ത ഒരു പാരമ്പര്യം നമ്മൾ മലബാറിലെ മക്കയായി പറയുന്ന പൊന്നാനിയിൽ വരെ നമുക്ക് കാണാൻ കഴിയും. പൊന്നാനിയിലെ ഒരു പള്ളിയുടെ പേര് തന്നെ സിയാറത്ത് പള്ളി. എന്താണ് ആ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേര് വരാൻ കാരണം? മഖ്ദൂം സിയാറത്ത് ചെയ്തു എന്നതാണ് അതിന്റെ കാരണം. തന്റെ പിതൃവ്യന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വലിയ മഖ്ദൂം ആ പള്ളിയിൽ ചെന്നുകൊണ്ട് ജനങ്ങൾ ആ പള്ളിക്ക് പേരിട്ടു സിയാറത്ത് പള്ളി. അവ മഖ്ദൂം തങ്ങൾ വരെ നിർവഹിച്ചിരുന്ന ഒരു പ്രവർത്തനമാണ് ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്ത് അടക്കമുള്ള പ്രവർത്തനത്തിന്റെ പേരിൽ നമുക്കിടയിൽ തർക്കമുണ്ടായില്ല. ഒരു മയ്യത്ത് വീട്ടിൽ വെച്ചിട്ട് ഖുർആൻ ഓതണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ നമ്മൾ തർക്കിച്ചല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ കാലക്രമത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ നമ്മൾ തർക്കിച്ചു. ഒരു തർക്കവുമില്ലാത്ത കാലത്ത് 1920 മുതൽ 24, 25 വരെയാണ് ഈ തർക്കം നടക്കുന്നത്. അന്നൊക്കെ നമ്മുടെ ആലിമീങ്ങൾ അതിനെതിരെ ജനസമൂഹത്തിന് ശരിക്കും വേണ്ടതൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവർ സംഘടിത രൂപത്തിൽ തന്നെ രംഗത്ത് വന്നപ്പോ അന്ന് ജീവിച്ചിരുന്ന അള്ളാഹുവിന്റെ വലിയ ആരിഫുമായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ ആലിമീങ്ങളുടെ ഒരു യോഗം വിളിച്ചു. ആലിമീങ്ങളുടെ ഒരു യോഗം വിളിച്ചിട്ട് കോഴിക്കോട്ട് വെച്ച് മുഷാവറ ചെയ്തിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ ഇനി ഒരു സംഘടന തന്നെ വേണ്ടിവരും എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ അസ്ഥിവാരമിട്ടത്. വരക്കൽ തങ്ങൾ അസ്ഥിവാരമിട്ട സംഘടന 1925 രൂപീകരിച്ചു. 26 തങ്ങൾ തന്നെ അതിന്റെ പ്രസിഡന്റായി. എന്തിനാണ് തങ്ങൾ തന്നെ അതിന്റെ പ്രസിഡന്റായത്? അധികാരത്തിന് വേണ്ടി. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഭരണക്രമത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ ഈജിപ്തിനെ കൊണ്ടുപോയ 7 കൊല്ലം ക്ഷേമത്തിന് ശേഷം 7 കൊല്ലം ക്ഷാമം വരും, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അത് ഇവർക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹം നേരെ ചെന്നിട്ട് പറഞ്ഞു, ഖജനാവിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചോ, ഞാൻ മര്യാദക്ക് കൈകാര്യം ചെയ്തോളാം. അധികാരം ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ മതമാണ് അധികാരം ചോദിച്ചു വാങ്ങുന്നത് കാണിച്ചിരുന്നത്. എന്തിനാ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അധികാരം ഏറ്റെടുക്കാതിരുന്നാൽ ഈജിപ്ത് തകരും എന്നതുപോലെ സമസ്തയുടെ പ്രസിഡന്റായി മുല്ലക്കോയ തങ്ങൾ ഏറ്റെടുക്കാതിരുന്നാൽ ഇവിടെ വിദഗ്ധ വളരും. അന്ന് കേരളത്തിൽ അംഗീകാരമുള്ള ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ആ മഹാനായ മനുഷ്യൻ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. സമസ്തയുടെ പ്രവർത്തനം മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊക്കെ വലിയ മതിപ്പ് തോന്നി. ആളുകൾ മുഴുവൻ സമസ്തക്കൊപ്പം അണിനിരന്നു. കാരണം ആരാ അതിന്റെ പ്രസിഡന്റ്? മുല്ലക്കോയ തങ്ങൾ. നിരവധി കറാമത്തിന്റെ ഉടമ. കണ്ണൂരിലെ അറക്കലെ ആലി രാജാവ് പോലും ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളുടെ അതിഥിയായി വീട്ടിൽ വന്ന് താമസിച്ചു. കണ്ണൂർ ഭാഗത്തേക്ക് മുല്ലക്കോയ തങ്ങൾ പുറപ്പെട്ടാൽ അദ്ദേഹത്തിന് ഇളനീര് കുടിക്കാൻ വേണ്ടി തെങ്ങും പല്ലക്ക് ചുമക്കാൻ വേണ്ടി ആളുകളുമൊക്കെ ഇദ്ദേഹത്തിന്റെ വകയായി ഏർപ്പാട് ചെയ്ത രാജാവാണ് അറക്കലെ ആലി രാജാവ്. ചരിത്രം പറയുന്നുണ്ട്. അത്ര വലിയ പ്രൗഢിയോടെ ജീവിച്ച മറ്റൊരു മഹാനാണ് വരക്കൽ തങ്ങൾ.
അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തോടുകൂടി സമസ്ത വികസിച്ചു വളർന്നു. 5 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഉണ്ടായത്. 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആ 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ വശം പ്രചരിപ്പിച്ചു. 2 ബിദ്അ പ്രതിരോധം. 3-ാമത്തേത് മതവിദ്യാഭ്യാസത്തിന് കോട്ടം തട്ടാതെ വിധം ഭൗതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുക. 2 വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. സമസ്തയുടെ ലക്ഷ്യം. 3-ാമത്തെ ഒന്ന് ഇതാണെങ്കിൽ, 4-ാമത്തേത് മുസ്ലിം സമുദായത്തിന്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാര സംരക്ഷണം. 5-ാമത്തേത് മുസ്ലിം സമൂഹത്തിലുള്ള അനൈക്യം, അനാചാരം, അധർമ്മം, അന്ധവിശ്വാസം ഇത് ചെറുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ 5 കാര്യങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യം. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണം തന്നെയാണ് പ്രധാനം. പ്രചരണത്തിന്റെ ഭാഗമായ പ്രതിരോധമുണ്ട് എന്നല്ലാതെ ആരെയും എതിർക്കൽ സമസ്തയുടെ ലക്ഷ്യമാണ്. എന്തിനാണ് നമ്മൾ ഈ സുന്നത്തി ജമാഅത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പടച്ചറബ് മുഅ്മിനീങ്ങളെ സംബോധന ചെയ്ത സ്ഥലത്തൊക്കെ, മുസ്ലിമീങ്ങളെ ഉത്ബോധിച്ച സമയത്തൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ വഅമലു സ്വാലിഹാത്ത് എന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിച്ചവരെ സൽക്കർമ്മം ചെയ്തവരെ എന്നല്ല, വിശ്വസിച്ചവരെ സൽക്കർമ്മം ചെയ്തവരെ. എന്തായാലും അർത്ഥം, അവിടെ സൽക്കർമ്മം ചെയ്തവരെല്ലാം വിളിക്കുന്നത് വിശ്വസിച്ചവരാണ് ആദ്യം വിളിക്കുന്നത്. എന്താ കാരണം? വിശ്വസിച്ച് സൽക്കർമ്മം ചെയ്തവരിലേക്ക് പരലോകത്ത് രക്ഷ ഉണ്ടാവും. സൽക്കർമ്മം ചെയ്താൽ സ്വർഗം കിട്ടുന്ന എവിടെയും പറഞ്ഞിട്ടില്ല, പ്രതിഫലം കിട്ടുന്നേ പറയും. നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാർ കുറെ സൽക്കർമ്മം ചെയ്യുന്നു, അവർക്കും പടച്ചറപ്പ് പ്രതിഫലം കൊടുക്കും. നാളെ പരലോകത്ത് പടച്ചറപ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരെയായ വിശ്വാസം പൂർണ്ണമായ. വിശ്വാസം ശരിയല്ലാതെ ഒരു അമല് ചെയ്തിട്ടും കാര്യമില്ല. ശരിയായ വിശ്വാസം ഒരു മനുഷ്യരുണ്ടെങ്കിൽ ചിലപ്പോൾ പടച്ചറപ്പ് ഒരു വക്ത് നിസ്കരിക്കാത്തവനെ സ്വർഗത്ത് കടത്തി. അതിന്റെ അർത്ഥം നിസ്കരിക്കണ്ടെന്നല്ല. രണാങ്കണത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് വന്ന ഒരാൾക്ക് വാള് കൈ കൊടുത്തിട്ട് അയാളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കാത്തലാവ കുതില. ആദ്യം അയാൾ കലിമ ചൊല്ലി മുസ്ലിമായി വാളെടുത്തു കൊടുത്ത് യുദ്ധത്തിന് പോയാണ് മരിച്ചു. അള്ളാഹു റസൂൽ പറഞ്ഞു അവൻ സ്വർഗത്തിലാണ്. വക്ത് നിസ്കരിക്കാൻ അവന് സമയം കിട്ടിയില്ല, അവൻ സ്വർഗത്തിലാണ്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. കൊല്ലങ്ങളോളം ഇബാദത്ത് ചെയ്ത് നല്ല നിലയ്ക്ക് ജീവിച്ച ഒരു മനുഷ്യൻ അവസാനം ഒരു പ്രത്യേക ഘട്ടത്തിൽ തൂങ്ങി മരിക്കേണ്ടി വന്നാൽ, വിഷം കുടിച്ച് മരിച്ചാൽ, അല്ലെങ്കിൽ കാഫിറായി മരിച്ചാൽ എന്താ ഗതി? അവൻ നരകവാസിയാണ് എന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിനാണ്, വിശ്വാസത്തിനൊരു വ്യതിയാനം വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അമല് ചെയ്താൽ സ്വീകരിക്കപ്പെടും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരുപാട് അമലങ്ങൾ ചെയ്തു, അമലുകൾ ഒരുപാട് നിങ്ങൾ ചെയ്തിട്ട് നേരെ നിങ്ങൾ പരിശുദ്ധ റൗള ശരീഫിന്റെ മുമ്പ് ചെന്നിട്ട് ബഹളം വെച്ചു, മദീനത്ത് ചെന്ന് റസൂലുള്ളാഹിന്റെ റൗളന്റെ മുമ്പിൽ വെച്ച് ഒന്ന് ഒച്ചയിടുകയോ അദബുകേട് കാണിക്കുകയോ ചെയ്താൽ ഖുർആൻ പറഞ്ഞു അൻതഹബത അഅമാലുകും, നിങ്ങളുടെ അമലൊക്കെ പൊളിഞ്ഞു. നിങ്ങളുടെ അമല് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർക്കല്ല, അള്ളാഹുവിന്റെ ചെയ്യുന്ന അമല് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ അദബുകേട് കാണിച്ചാൽ പൊളിഞ്ഞു പോകുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ദീനിന്റെ ബേസ്, അടിത്തറ എന്താ? അദബാണ്. അദബ് നഷ്ടപ്പെട്ടാൽ പിന്നെ ദീനില്ല. ദീനിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അദബാണ്. അദബില്ലാത്ത അമല് കൊണ്ട് ഒരു കാര്യമല്ല. അദബ് എന്ന് പറഞ്ഞാൽ മാനിക്കേണ്ടവരെ മാനിക്കുക, ബഹുമാനപ്പെട്ടവരെ അംഗീകരിക്കുക. അപ്പൊ ഇതൊരു മഹല്ല് ജമാഅത്താ, ഇതിന് കാരണവന്മാരുണ്ടാവും. ചിലപ്പോ ആ കാരണവന്മാരെക്കാൾ ഏറെ കഴിവുള്ള ആൾക്കാർ വേറെ. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞ മഹല്ല് ഭരണസമിതിയിലുള്ള ആളുകളെക്കാൾ പണക്കാരായ ആൾക്കാർ ചിലപ്പോൾ വേറെ ഉണ്ടാവും. വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും. ബാപ്പാനേക്കാളും വലിയ മകൻ ഉണ്ടാവും. ബാപ്പ കൂലിപ്പണിക്കാരനും ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിയ മകനും തമ്മിൽ സാമ്പത്തികമായ വ്യത്യാസം ഉറപ്പ് തന്നെ. പക്ഷെ എന്നാലും ബാപ്പാന്റെ സ്ഥാനം മകനുണ്ടാവില്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിലുള്ള അംഗമായാൽ ഇത് ഈ മഹല്ലിന്റെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ്. ആ കമ്മിറ്റിയുള്ള അംഗം ഇന്നവനല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത നമ്മുടെ ബോഡിയാണ്. അതിനെ ബഹുമാനിക്കാനാണ് അദബ്. ഈ അദബ് നഷ്ടപ്പെട്ടു പോയാൽ ദീൻ പൊളിഞ്ഞില്ലേ? അദബ് നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പുറത്താക്കിയത്? ഇബ്ലീസിനെ പടച്ചടപ്പ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തതുകൊണ്ടല്ല. പ്രായാന്തരമുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുമ്പോൾ 1926 മുല്ലക്കോയത്തങ്ങളുടെ പ്രസിഡന്റായി ആദ്യം ചേരുന്ന മുഷാവറയിൽ, മുല്ലക്കോയത്തങ്ങളുടെ പ്രസിഡന്റാക്കിയ മുഷാവറയിൽ മുല്ലക്കോയത്തങ്ങളുടെ ദുആ ആമീൻ പറഞ്ഞ ആളാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർകദ.
ആ മഹാന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അദ്ദേഹമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന സംഘടന തുടങ്ങുമ്പോൾ ഉള്ള ഒരാൾ നമ്മൾ കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ഇരിക്കുന്ന ആളുകൾ സമസ്തയെ പരിചയപ്പെടുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ സമസ്ത തുടങ്ങുമ്പോഴുള്ള മുഷാവറിയുള്ള ആൾ ഈ ആള് മാത്രമാണ്. കാരണം കണ്ണിയത്ത് 26-ാമത്തെ വയസ്സിൽ തന്നെ മുഷാവറിയിൽ വന്നിട്ടുണ്ട്. കണ്ണിയത്ത് മരിക്കുന്നത് 93-ൽ കണ്ണിയത്തിനെ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഒരുവിധ ആൾക്കാർ അവർക്കൊക്കെ കണ്ണിയത്ത് എന്ന് പറയുന്ന മനുഷ്യൻ സമസ്ത രൂപീകരിച്ചപ്പോൾ 1-ാമത്തെ മുഷാവറ അങ്ങനത്തെ മെമ്പർമാർ വേറെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ഇതിന്റെ പാകതയും പക്വതയും വരുന്നതിന് മുമ്പ് പലരും മരിച്ചു പോയിട്ട് നീ കണ്ണിയത്തിന്റെ കൂടെയുള്ള മുഷാവറ മെമ്പർമാരെ കണ്ട പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേണ്ട ഒരു സാധ്യതയില്ല. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന് ഒരു പ്രത്യേകത ഉണ്ടാകുക തുടങ്ങുമ്പോൾ ആള് എന്നുള്ളൊരു പ്രത്യേകത. അതിലപ്പുറം പറയാനില്ലല്ലോ. ഒരു പ്രത്യേകത കണ്ണിയത്ത് ഉസ്താദിന്റെ ആളാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിക്കുന്നു. ജനങ്ങൾ മുഴുവൻ കണ്ണിയത്ത് ഉസ്താദിനെ വിശ്വസിച്ചിട്ടുണ്ട. കാരണം കണ്ണിയത്ത് ഉസ്താദിന്റെ സൂക്ഷ്മത ആ മഹാനായ മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത വറവ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ഒരു നിലക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വീഴ്ച വരില്ല. എന്താ കാരണം? സൂക്ഷിക്കും, ശ്രദ്ധിക്കും, ചെറിയ വിഷയം പോലും ശ്രദ്ധിക്കും. നിങ്ങളൊക്കെ എപ്പോഴും കേട്ടിരിക്കും. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാൻ കേട്ട തന്നെ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പലരും വരും. കോഴിക്കോട്ട് നിന്നൊരു പൗരപ്രധാനി അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെട്ട ഒരു സംഗതി. പിന്നെ അദ്ദേഹം അടുത്ത പരിചയക്കാരനായി. പിന്നെ അദ്ദേഹം വരുമ്പോൾ കൊടുത്ത കണ്ണിയത്ത് സ്വീകരിക്കും. കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ ആദ്യം വരുന്ന ഒരാള് പരിചയമില്ലാത്ത ആളാണെങ്കിൽ 10 രൂപ കൊടുത്താൽ ചോദിച്ചു, ഈ എന്തിനാ അത് കൊണ്ടുവന്നത്? ഇത് സ്വാധീനിക്കാൻ കൊണ്ടുവന്നാ ചോദിക്കാം. പിന്നെ ചോദിക്കാൻ എന്താ ജോലി, ഇത് തരാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. മൂന്നാമത് ചോദിച്ചു, എന്താണ് നിനക്ക് എത്ര ശമ്പളം ഉണ്ട്? അപ്പൊ ഹലാലായിട്ടാണോ ഇത് തരാൻ കഴിവുള്ളവരാണോ തരുന്നത് നോക്കണം. അങ്ങനെ ചോദിച്ചിട്ട് വങ്ങിയാള് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ ചെല്ലുമ്പോ ആദ്യമായി കൊണ്ടുപോയത് ഇദ്ദേഹം കൊണ്ടുപോയത് ഒരു ചായപ്പൊടിയുടെ പാക്ക്. ഈ ചായപ്പൊടിയുടെ പാക്ക് കൊണ്ടു ചെന്നപ്പോ കണ്ണിയത്ത് ഉസ്താദ് ഇത് എന്താന്ന് ചോദിച്ചാൽ ചായപ്പൊടിയാന്ന്. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, ഇത് എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കി ഇതെന്തിനാ കൊണ്ടുവന്നതെന്ന് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചപ്പോ ഇയാള് പറഞ്ഞു എന്തിനൊന്ന് പറയണ്ട. അയാൾ പറഞ്ഞു, ഉസ്താദെ ഇവിടെ ഫത്വ ചോദിക്കാനും ദ്വാരിപ്പിക്കാനും എത്ര ആള് വരും, അവർക്കൊക്കെ ചായ കൊടുക്കണ്ടേ, അതിനു വേണ്ടി കൊണ്ടുവന്നാണ്. അതിനു വേണ്ടി കൊണ്ടുവന്നാണോ എന്ന് വെച്ചു. അതേന്നോ അവിടെ വെച്ചു. അയാളെ പ്രശ്നം ചോദിച്ചു. ദ്വാരന്നു അയാളെ വിട്ടു കഴിഞ്ഞതിന് ശേഷം ആ പൊതിങ്ങെടുത്തിട്ട് വീട്ടിൽ നിന്ന് എല്ലാരും വിളിച്ചു. അടുക്കളയിലുള്ള പെണ്ണുങ്ങളടക്കം വിളിച്ചു. വിളിച്ചിട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചത് എന്താന്ന് ചോദിച്ചു. ചായപ്പൊടിയാണ് അവരുടെ ചായപ്പൊടിയുടെ പേക്കണ്ടല്ലോ. അപ്പൊ കണ്ണിയത്തോടെ നിങ്ങൾ വിചാരിച്ച പോലുള്ള ചായപ്പൊടി അല്ല. പിന്നെന്താന്ന് ചോദിച്ചു. ഈ ചായപ്പൊടി കൊണ്ടുവന്ന ആള് പറഞ്ഞത് ഇവിടെ ദ്വാരിപ്പിക്കാനും ഫത്വ ചോദിക്കാനും വരുന്ന ആൾക്കാർക്ക് ചായ കാച്ചി കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? എനിക്കും കുടിക്കാൻ പറ്റൂല, നിങ്ങൾക്കും കുടിക്കാൻ പറ്റൂല, ഇത് വേറൊരു പാത്രത്തിലിട്ട് വെക്കണം. ഇവിടെ വരുന്നവർക്ക് ഫത്വ ചോദിക്കാനും അതുപോലെ തന്നെ എന്റെ അടുത്തേക്ക് വന്നിട്ട് ദ്വാരിപ്പിക്കാനും വരുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ചായ കൊടുക്കുക. നിങ്ങൾ ആരും ഇതുകൊണ്ട് കുടിക്കരുത്, അത് ഹലാലല്ല, അയാളെ സമ്മതിച്ചിട്ടില്ല, ഞാനും കുടിക്കാൻ പാടില്ല, ഇത് വേറിട്ട് വെക്കണം. മനസ്സിലായോ? അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 10 രൂപ ഒരാൾ കയ്യിൽ കൊടുത്താൽ ഇത് എവിടുന്ന് കിട്ടി, അനക്കെന്താ ജോലി, എത്ര ശമ്പളം ചോദിക്കുന്ന മുസ്ലിങ്ങൾ കണ്ടിട്ടുണ്ട്. വേണ്ടിന്തിനാന്ന് പറഞ്ഞ കീശയിലിട്ട് പോകല്ലാതെ ചരിത്രം പറയുന്നു. അത്ര സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. ഒരു കളങ്കവും മേശ ജീവിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ അംഗീകരിച്ചു. എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. ഈ കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 1926 മുതൽ 93 വരെ ഒരു വ്യതിയാനമുണ്ടായി. 26 മുതൽ 93 വരെ. രണ്ടാമത്തെ ഒരാളായിരുന്നു നമ്മളൊക്കെ കാണുമ്പോൾ ജനസംഖ്യയായ ബഹുമാനോടെ ശൈഖുനാ ശംസുൽ ഉലമ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഹക്കിനാക്ക് ബർക്കത്ത് കൊണ്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. യോഗ്യതയുള്ള പണ്ഡിതനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളെ ശരിക്കും കണ്ടാൽ മുഖത്ത് നോക്കി കാര്യം പറയാൻ പറ്റിയ കഴിവ് അദ്ദേഹത്തിന്. ജാമിയ നൂരയിൽ അദ്ദേഹം പ്രിൻസിപ്പളായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വൈകുന്നേരം വരാന്തയിൽ ഇരുന്നുകൊണ്ട് പേപ്പർ ഇങ്ങനെ വായിക്കും. ഗേറ്റ് കടന്ന് 4-5 കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, 5-6 ആൾ. ആ കുട്ടികളുടെ കൂട്ടത്തിൽ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളെ പേര് ചൊല്ലി വിളിച്ചു. കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. അലവി ഇവിടെ വാങ്ങും. ഒതുക്കുകക്കാരനാണ് അലവി, മലപ്പുറത്ത് ഒതുക്കുകളുള്ള അലവി ഇവിടെ വാങ്ങുന്ന അലവി വന്നു. അലവിനോട് ആമുഖമൊന്നുമില്ലാതെ 3 കാര്യം പറഞ്ഞു. നേരെ അലവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഇവിടെ പഠിക്കണോന്നല്ല, കാരണം നിന്റെ മുഖലക്ഷണം ശരിയല്ല, പെട്ടെടുത്ത് പോയിക്കോ. 3 വാക്ക്.
നീ ഇവിടെ പഠിക്കേണ്ടവനല്ല, നിന്റെ മുഖലക്ഷണം ശരിയല്ല, പെട്ടെടുത്ത് പോയിക്കോ. അലവി പെട്ടെടുത്ത് പോവല്ല, നിവൃത്തിയില്ല. കാരണം ഉസ്താദ് പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. ജാമ്യയിൽ പിന്നെ ആരും ഇടപെടില്ല. ജാമ്യയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ അദ്ദേഹം അലവിയെ പുറത്താക്കിയപ്പോ ക്യാമ്പസിലൊക്കെ ചർച്ച. അലവി നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല അച്ചടക്കം, ഒരു ഗുരുത്തക്കൂടെ അലവി ഉണ്ടാക്കിയില്ല. പിന്നെ എന്തിനാ അലവിനെ പുറത്താക്കിയത് ആർക്കും അറിയില്ല. എന്തിനെ അലവിനെ പുറത്താക്കിയത് ആർക്കും അറിയില്ല. പക്ഷേ അലവി അവിടുന്ന് പോയി അഫ്ദലുമ കോഴ്സ് പഠിച്ചു, അഫ്ദലുമ പാസ്സായി, ജോലിക്ക് വേണ്ടി ശ്രമിച്ചു, പൈസ വേണ്ടി വന്നു, കുറച്ചാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിപ്പെട്ടു. അവനെ അവർ മിഷണറിസം പഠിപ്പിച്ചു, ക്രിസ്ത്യാനിയാക്കി, മഞ്ചേരിയിൽ കൊണ്ടുപോയി മർക്കസുൽ ബിഷാർ ഉണ്ടാക്കി, അതിന്റെ തലപ്പത്തിരുത്തി ആദ്യത്തെ മലബാറിലെ ഫാദർ അലവി. 5 കൊല്ലം കൊണ്ട് ജാമ്യയിൽ പഠിക്കുന്ന ഇവൻ 5 കൊല്ലം കൊണ്ട് ഫാദർ അലവിയാവുമെന്ന് അവന്റെ മുഖത്ത് നോക്കി വായിച്ചു. ശംസുലമാണ്, അതാണ് ശംസുലം. 5 കൊല്ലം മുമ്പ് നോക്കി വായിച്ചു. കാരണം ലൗലാ അന്ന ശയാതീന യഖൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതിസ് സമാ. ആദം സന്തതികളുടെ മനസ്സിൽ പിശാചിന്റെ ആധിപത്യമില്ലെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ ഒരു മനുഷ്യനെ കുറിച്ച് എഴുതി വെച്ചത് എന്താണെന്ന് വായിക്കാൻ പറ്റുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ മുഖത്തുകൾ നോക്കിയ ശംസുലമ പറയും, നിങ്ങൾ ആരാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇൽമുൽ ഫറാസത്ത് എന്ന സംഗതി അത്ര വലിയ കഴിവുകളിൽ പണ്ഡിതനായിരുന്നു. ആ കഴിവും പ്രാപ്തിയും പാണ്ഡിത്യമുള്ള അദ്ദേഹം സമത്തെ നയിക്കാൻ, ആ നയിക്കുന്ന സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ഒരുപാട് ഖ്യാതികൾ, ഏത് പ്രതിസന്ധിയും അദ്ദേഹം നേരിട്ടു. നെന്മണ്ടയിലൊക്കെ ബിദഈ പ്രസ്ഥാനക്കാർ വേര് പിടിച്ച സ്ഥലത്ത് സുന്നികൾക്ക് പ്രസംഗിക്കാൻ പാടില്ല. അവിടെ ചെന്ന് അദ്ദേഹം നേരത്തെ ചെന്ന് സ്റ്റേജിന്റെ കുറ്റിയടിച്ച് സ്റ്റേജ് ഉണ്ടാക്കി പ്രസംഗിച്ചു പോകുന്നു. അതിന് ധൈര്യം കാണിച്ച മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമ. നിങ്ങൾക്കറിയോ, മുത്തനൂർ പള്ളി കേസിന്റെ വിചാരണ മഞ്ചേരി കോടതിയിൽ നടക്കുമ്പോൾ മരിച്ചുപോയ തിരുപ്പഞ്ച് ഉസ്താദ് പറഞ്ഞു, ഞാൻ ശംസുലമയുടെ വാദം കേൾക്കാൻ മുസ്ലിയാരങ്ങാടി പള്ളിയിൽ ഊതി പഠിക്കുന്ന കാലത്ത് സുബഹി നിസ്കരിച്ച് മഞ്ചേരിയിലേക്ക് നടന്നു. വഴിയിൽ നിന്ന് ചായ കുടിച്ച് 11 മണിയാകുമ്പോഴേക്കും ഞാൻ മഞ്ചേരി കോടതിയിലെത്തും ശൈഖുനാന്റെ വാദം കേൾക്കാൻ. അത് അത്ര രസമുള്ള വാദമായിരുന്നു. ആരാ പറഞ്ഞത്? വലിയുള്ളാഹി തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന്റെ അക്ക് കൊണ്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവണം. തിരുപ്പഞ്ച് ഉസ്താദ് പറഞ്ഞു കേട്ട ആൾക്കാർ ശംസുലമയെ അത്രയും സ്നേഹിച്ച ആളാണ് തിരുപ്പഞ്ച് ഉസ്താദ്. ശംസുലമന്റെ വാദം കേൾക്കാൻ പിൽക്കാലത്ത് വലിയ അറിയപ്പെട്ടൊരു മഹാൻ കോടതി. അള്ളാഹു ഇത്ര വലിയ ഭാഗ്യം കൊടുത്തൊരു മനുഷ്യനായിരുന്നു ശംസുലമ. ഈ 2 മഹാന്മാർ സമസ്തയെ നയിക്കുമ്പോൾ സമസ്തന്റെ ശൈഖാനിയാണ്. അവര് 2 പേരും സമസ്തക്ക് ഒരു നല്ല കാലം നൽകി. ആ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തടച്ചുപടച്ചു. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പണ്ഡിത സഭയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസം ചരിത്രത്തിൽ കാണുന്നത് 1965 ഒക്ടോബർ 16. 1965 ഒക്ടോബർ 16 തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത തീരുമാനം. ആ തീരുമാനം ചില ആളുകൾ അംഗീകരിച്ചില്ല. അതിന്റെ പേരിൽ ഒരു പുതിയ സംഘടന ഉണ്ടായി. ആ സംഘടനയുടെ പേരാണ് അഖില കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടന പിറവിയെടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. 66 അതിന്റെ പ്രവർത്തന ശക്തിയാക്കി. അപ്പോഴാണ് കോഴിക്കോട് കുട്ടിച്ചെറിയിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് 66 ഏപ്രിൽ 3 പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ പരസ്യമായിട്ട് പ്രസംഗിച്ച് നമുക്ക് അഖിലയും വേണ്ട കുകിലയും വേണ്ട, സമസ്ത മതി, അഖില അകലെ. അതോടുകൂടി ആ സംഘടന ഒന്നുമല്ലാതാകാൻ ഒന്നാമത്തെ കാരണം പൂക്കോയത്തങ്ങളെ പ്രസംഗം. പൂക്കോയത്തങ്ങളും കൂടി അങ്ങനെ പറഞ്ഞു ശരിക്കും നമുക്കൊന്ന് ചിന്തിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അവർ ഉത്തരേന്ത്യയിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഉറുദുള്ള പുസ്തകം പഠിച്ചിട്ട് പറഞ്ഞു സമസ്ത പറഞ്ഞു തന്നെയാണ് ശരി, സമസ്ത പറഞ്ഞത് ശരിയാണ്. ആ സംഘടന പിരിച്ചു. 965 അഭിപ്രായ സംഘടന ചീറ്റി. അത് കഴിഞ്ഞപ്പോ 2 വർഷം കഴിഞ്ഞപ്പോ 967 ഖുത്ബ ഓതാൻ മൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊരു ചർച്ച സമസ്തയിൽ വന്നു. 67 ഏപ്രിൽ 18 മുഷാവറിന്റെ പൊതു തീരുമാനം മൈക്കാവാം, ഖുത്ബ ഓതാൻ മൈക്ക് ഉപയോഗിക്കാം. പക്ഷെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് പറഞ്ഞു അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം മാന്യത കാണിച്ചു. സംഘടന എന്ന രീതിയിൽ അദ്ദേഹം തീരുമാനം അംഗീകരിച്ചു. സംഘടന എന്ന രീതിയിൽ തീരുമാനം അംഗീകരിച്ചതിന്റെ ശേഷം പിന്നീട് അദ്ദേഹം ഈ മോനെ മക്കളെ അശ്രദ്ധ തെറ്റിക്കുന്ന ഒരു പണി. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ബഹുമാനപ്പെട്ടവർ ആ കാര്യങ്ങൾ കേട്ടിരുന്നതിന്റെ ശേഷം അവസാനം പറഞ്ഞു ഞാൻ ഇതിനോട് വിയോജിക്കുന്നു, രാജിവെച്ചാൽ പുറത്തു പോയി. സംഘടന സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോയപ്പോൾ അദ്ദേഹം പുതിയൊരു സംഘടന ഉണ്ടാക്കി. ഈ സംഘടന മേൽ ഒരു അവകാശവാദം ഉന്നയിച്ചു.
സംസ്ഥാന കേരള ജമിയത്തുലമാ എന്നൊരു സംഘടന ഉണ്ടാക്കി അവർ വണ്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്നു. വലിയൊരു സംഘടനയായി വളരാൻ കഴിഞ്ഞിട്ടില്ല. നാമമാത്രമായ ഒരു സംഘടനയായി ചില കേന്ദ്രങ്ങളിൽ അവർ ഒതുങ്ങുന്നു. അത് സമസ്തയിലുണ്ടായ രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം. ഈ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം പിന്നൊരു അഭിപ്രായ വ്യത്യാസം സമസ്തയിൽ വരുന്നത് 1989 സമസ്തയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം എന്താണ് എന്ന് അറിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പലരും അപകടത്തിൽ പോയി ചാടി. സാധാരണക്കാർ പലരും എന്താ അതിന്റെ കാരണം? കാരണം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 1989 നിന്ന് 2015 എത്ര ദൂരം? നിങ്ങൾ ആലോചിച്ചു. ഒരു 26 കൊല്ലത്തെ ദൂരം നിങ്ങൾക്ക് കാണുന്നില്ല. ഈ ദൂരം നമ്മൾ അളക്കുമ്പോൾ 26 കൊല്ലമാകുന്ന പോരല്ലോ. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട, അന്നൊരു 15 വയസ്സെങ്കിലും പ്രായമുള്ള ആൾക്കല്ലേ ഈ കഥ ഓർക്കാൻ പറ്റും. 89 15 വയസ്സുള്ള ഒരാൾക്ക് ഈ കഥ ഓർക്കാൻ പറ്റും, അല്ലാത്തവർക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പൊ 89 15 വയസ്സുള്ള ഒരാള് 2015 ആകുമ്പോഴേക്കും എത്ര വയസ്സായിട്ടുണ്ടാവും ആലോചിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ സദസ്സിൽ 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് എന്താണ് 89 ഉണ്ടായതെന്ന് അറിയില്ല. അപ്പൊ 40 വയസ്സ് പ്രായമുള്ളവരാണ് ശരിക്കും നമ്മുടെ പ്രവർത്തകരായി നിൽക്കുന്ന പലരും ചെറുപ്പക്കാർ. 40 വയസ്സിന്റെ മുമ്പ് അവർക്ക് ഈ കഥ അറിയാത്തത് ഇത് നടന്നിട്ട് കൊല്ലങ്ങൾ കുറെ ആയില്ല. 40ന്റെ മേലുള്ള ആൾക്കാർക്ക് സംഗതി അവര് സമസ്ത കേരള ജമിയത്തുലമാ എന്ന് പറയുമ്പോൾ അതും സമസ്ത ഇതും സമസ്ത, അവിടെയും തലപ്പാവ് ഇവിടെയും തലപ്പാവ്, അവിടെയും താടി ഇവിടെയും താടി ഒക്കെ കണക്കാണ്. പക്ഷെ അങ്ങനെയാണോ? അവിടെയാണ് നമ്മൾ ശരിക്ക് അടിസ്ഥാനപരമായി ചിന്തിച്ച് സ്ത്രീകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കോ. ചെറുപ്പക്കാരികൾ, സ്ത്രീകൾ, ഈ കഥകളൊന്നും അറിയാത്ത ആളുകൾ അവിടെ ഈ മദ്രസ സമസ്ത എന്നൊക്കെ പറയുമ്പോ എന്താണ് ഇവിടെ ഉണ്ടായത് എന്ന് ശരിക്കൊന്ന് പഠിക്കണം. കണ്ണീർ സമസ്തയുടെ പ്രസിഡന്റും ശംസുലമ സമസ്തയുടെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്ന കാലം അതാണ് 89. ഈ 89ന്റെ ഒരു 10 കൊല്ലം മുമ്പ് 79 മുതൽ ഒരു ശീതസമരം സമസ്തയിൽ ഉണ്ടായിട്ടുണ്ട്. എന്താ ആ ശീതസമരം? രാഷ്ട്രീയപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയെ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ജനം ശ്രമിച്ചു. കാരണം സുന്നിയുടെ സംഘത്തിന്റെ തലപ്പത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ മുഷാവറായി 74 വന്ന ഇന്ന് മറുഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ സെക്രട്ടറി സമസ്തയുടെ മുഷാവറ അംഗമായതിന്റെ ശേഷം സുന്നിയുടെ സംഘത്തിന്റെ സെക്രട്ടറി ആയപ്പോ അദ്ദേഹത്തിന്റെ ഒരു മോഹം സമസ്തയിൽ അദ്ദേഹം വേറെ ചില ആളുകളെ കൊണ്ട് അവതരിപ്പിച്ച് പല പൊതുവേദികളിലും ആവശ്യം ഉന്നയിക്കത്തക്കത് ചിലരൊക്കെ പ്രസംഗിച്ചത് ഒന്നുകിൽ സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ സുന്നിയുടെ സംഘത്തെ സമസ്തയുടെ രാഷ്ട്രീയ പാർട്ടി ആക്കുക എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ചായ്വ് സമസ്തക്ക് വേണം എന്നാണ് അവരൊക്കെ ആഗ്രഹിച്ചത്. ഒരു പാർട്ടി തന്നെ രൂപീകരിക്കുന്നതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷെ സമസ്ത മുഷാവറ അംഗീകരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനമാണ് സുന്നി പാർലമെന്ററി ബോർഡ് എന്ന ഒരു സംഘടന SSF-നെ കൊണ്ടുണ്ടാക്കി. SPB എന്നായിരുന്നു പേര്. എന്തിനാണ് സുന്നികൾക്ക് പാർലമെന്ററി ബോർഡ്? പാർലമെന്റിലേക്ക് മത്സരിക്കാത്ത, തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കാത്ത സുന്നികൾക്ക് എന്തിനാ പാർലമെന്ററി ബോർഡ്? ലീഗിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ പാർലമെന്ററി ബോർഡ് ഉണ്ടാവണം, നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കി അതിന്റെ കീഴിൽ കോഴിക്കോട് ഒരു യോഗം നടത്തി ടൗൺ ഹാളിൽ വെച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ന ആളുകളെ തോൽപ്പിക്കണം എന്ന് പ്രസ്താവിച്ചു. അതിന് സുന്നത്യമാത്തിന്റെ പത്രമായ സുന്നി വോയിസ് ഉപയോഗിച്ചു. സുന്നത്യമാത്തിന്റെ പത്രം അതിനുവേണ്ടി ഉപയോഗിച്ചു. സമസ്തയുടെ ഔദ്യോഗികമായ പത്രം ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകളെ തോൽപ്പിക്കണമെന്ന് തോൽപ്പിക്കാതിരിക്കണമെന്നുള്ള വാദകോലാഹലം. ആ കാര്യത്തിൽ നമ്മൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. ശരിക്കും ഇടപെടേണ്ടാത്ത വിഷയത്തിൽ ഇടപെട്ടെന്നുള്ളതാണ് ശരി. അങ്ങനെ ഒരു രാഷ്ട്രീയ ചേരിതിരിവ് സമസ്തയിൽ ഉണ്ടാകാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പല സ്ഥലത്തും ചില സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന പ്രസംഗം. ഈ പ്രസംഗം ഒരുപക്ഷെ അന്ന് നടന്നത് ഇവിടെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കറിയില്ല. എന്റെ മണ്ഡലം അന്ന് കൊണ്ടോട്ടി മണ്ഡലമാണ്. കൊണ്ടോട്ടി മണ്ഡലത്തിൽ അന്ന് മത്സരിക്കുന്നത് ബഹുമാനപ്പെട്ട സീതി ഹാജി മുജാഹിദ് പക്ഷത്ത് അറിയപ്പെടുന്ന ആളെ. ഇന്ന് ഞങ്ങളുടെ മണ്ഡലം മലപ്പുറം മണ്ഡലമാണ്. അതാണ് പഴയ മണ്ഡലം എന്ന് പറയാൻ കാരണം. സീതി ഹാജി കൊണ്ടോട്ടിയിൽ മത്സരിച്ചപ്പോൾ SSF-ന്റെ കൊടിയും സമസ്തയുടെ കൊടി ഇങ്ങനെ കെട്ടിയിട്ട് ജീപ്പിന്റെ പുറത്ത് കയറി തൊപ്പി വെച്ച SSF-കാർ പ്രസംഗിച്ച എന്താ? അവര് പ്രസംഗിച്ചത് സമസ്തയുടെ തീരുമാനമുണ്ട് സീതി ഹാജിയെ തോൽപ്പിക്കണം. സീതി ഹാജിയെ തോൽപ്പിക്കണം എന്ന് പ്രസംഗിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. കാരണം പക്ഷെ സമസ്തന്റെ കൊടി കിട്ടിയിട്ട് അവര്, കാരണം സമസ്തക്ക് അങ്ങനെ തീരുമാനമില്ല. പത്രക്കാര് നേരെ പോയി ബഹുമാനപ്പെട്ട KV സാഹിബ് ശംസുലമടുത്തേക്ക് പോയിട്ട് കാര്യം ശംസുലമ പത്രക്കാരെ സ്വീകരിക്കാറില്ല. അദ്ദേഹം പത്രക്കാരോട് പ്രസ്താവന നടത്താറില്ല. അദ്ദേഹം പത്രക്കാരോട് ഒന്നും സംസാരിക്കാറില്ല. ഒക്കെ ഓഫീസിൽ നിന്ന് പറയുന്ന പറയാം. KV സാഹിബിന്റെ അടുത്ത് ചെന്നപ്പോ KV സാഹിബ് ചോദിച്ചു എന്താ വിഷയം ചോദിച്ചു. എന്തുകൊണ്ട്
സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താ വിഷയം? കൊണ്ടോട്ടി മണ്ഡലത്തിൽ ഇങ്ങനെ CPI തോൽപ്പിക്കണം, മുജാഹിദിനെ തോൽപ്പിക്കണം എന്ന തീരുമാനം സമത്വക്കില്ലേന്ന് കെ വി സാദ് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അതെന്താ? വിദേഹത്തിനെ തോൽപ്പിക്കേണ്ട സമത്തിന്റെ കടമയല്ലേ? കെ വി സാദ് പറഞ്ഞു വിദേഹത്തിനെ ഞങ്ങൾ സ്റ്റേജിലും പേജിലും നേരിടാറുണ്ട്. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നില്ല എന്നായി പത്രക്കാരൻ പുറത്തുണ്ടാക്കണം. കെ വി സാദ് സൗമ്യമായി പറഞ്ഞു, PC ദിയാജി ജയിച്ചു പോകുന്ന കേരള നിയമസഭയിലേക്ക് അവിടെ മാലയും മൗലൂദും തവസ്സുൽ ഇസ്തിഹാസും ഒന്നും ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് അയാൾ പോയിക്കോട്ടെ. വല്ല റോഡോ പാലോ എന്തോ കണ്ട അതിനൊന്നും സമസ്തക്ക് ഇടപെടേണ്ട കാര്യമില്ല. അത് ഇത് രണ്ട് വഴിയാണ്. അതോടെ ആ വിഷയം ക്ലോസായി. എന്നിട്ടും ഇവര് ചില മണ്ഡലങ്ങളിൽ പരസ്യമായ പ്രകടനം നടത്തി. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. ചില ആളുകളുടെ താല്പര്യം ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായി എറണാകുളത്തൊരു സമ്മേളനം വേണം. ആ എറണാകുളത്തൊരു സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചത് മുതൽ പ്രശ്നമായി. എന്താ കാരണം? എന്റെ ശബ്ദം ദൂരെന്ന് കേൾക്കുന്ന ആൾക്കാർ ചരിത്രം ഒന്ന് പോയി പഠിച്ചാൽ മതി. ഞാൻ നന്നായി പഠിച്ചു മാത്രമല്ല ഉത്തരവാദപ്പെട്ട ആളുകളോട് വീണ്ടും വീണ്ടും ചോദിച്ച് ഈ ചരിത്ര പശ്ചാത്തലം ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പറയാം. കാരണം ഞാനിത് പറയുമ്പോൾ തെറ്റിയാൽ നാളെ പഠിച്ചറപ്പിനോട് ഞാൻ സമാധാനം പറയണം. നമുക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ട് നഷ്ടം വരാൻ പാടില്ല. അന്ന് സ്വാസംഘം രൂപീകരിക്കുമ്പോൾ പാണക്കാട് കുടുംബത്തിന് ആരും ഉൾപ്പെടുത്തിയില്ലല്ലോ. പാണക്കാട്ടെ തങ്ങന്മാരില്ലാത്തൊരു സ്വാസം കണ്ടോ നമുക്ക് സുന്നികൾ? എന്തുകൊണ്ട് ശംസുലമയെ ഉൾപ്പെടുത്തി? ശംസുലമയുടെ അനുമതി വാങ്ങിയ ശംസുലമയോട് നേരിട്ട് ചോദിച്ചിട്ടല്ലോ സ്വാസം ഉണ്ടാക്കിയത്. എന്തേ എറണാകുളത്ത് തന്നെയുള്ള AM ഫരീദിനെയും MM മൊഹീദ്ദീൻ മൗലവിയെ ഉൾപ്പെടുത്തിയില്ല? എന്തേ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട MK കുഞ്ഞമൂസിനെ ഉൾപ്പെടുത്തിയില്ല? തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്ന മരിച്ചുപോയ ബഹുമാനപ്പെട്ട ഹാമിദ് കോയമ്മ തങ്ങൾ ഉൾപ്പെടുത്തിയില്ല? അദ്ദേഹം ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ലേ പിൽക്കാലത്ത്? തൃശ്ശൂർ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി യൂസുഫ് മുസ്ലിയാനും വി കുഞ്ഞാമതും രണ്ടാളും വിളിച്ചില്ലല്ലോ. പാലക്കാട് നിന്നെ സാദിഖ് മുസ്ലിയാനെ വിളിക്കായിരുന്നു. ഒക്കെ പോകട്ടെ. തൃശ്ശൂരിൽ MICയുടെ തലപ്പത്തിരുന്ന നാട്ടിക മൂസ മൗലവി എന്തേ വിളിക്കാതിരുന്നത്? വിളിച്ചില്ലല്ലോ. ഇവരാരും വിളിക്കാത്തപ്പോ നാട്ടിക മൂസ മൗലവി ഇവരൊക്കെ വിളിച്ചു. നാട്ടിക മൂസ മൗലവി ഇതൊക്കെ സുന്നികളും ഉത്തരവാദപ്പെട്ട ആൾക്കാരും. നാട്ടിക മൂസ മൗലവി സ്വാസംഘത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ വിവരം അറിയിച്ചില്ല? SYSന്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ല? അവര് പറഞ്ഞ മറുപടി എന്താണ്? ഔദ്യോഗികമായി അവർ മൂസ മൗലവി ഹയാത്തിലുള്ള കാലത്ത് എന്നോട് നേരിട്ട് പലതവണ വിശദീകരിച്ചു. അനുഭവ സാക്ഷിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, പാണക്കാട്ടെന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ട, സമസ്തക്ക് ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നവരെ മദീന. ഞാൻ പറയട്ടെ, പാണക്കാട്ടെന്ന് പറയുന്നത് എപ്പോഴെങ്കിലും സമസ്തയെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ടോ? നാട്ടിക മൂസ മൗലവി പറഞ്ഞു, പാണക്കാട് കുടുംബത്തെ മുമ്പ് നിർത്തിയുള്ള പരിപാടി ഞങ്ങൾക്കുള്ളൂ, ഞങ്ങൾ വേറെ സമ്മേളനം സംഘടിപ്പിക്കുന്നു. നാട്ടിക മൂസ മൗലവി അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു മധ്യമേഖലാ സുന്നി സമ്മേളനം. ഇപ്പൊ രണ്ട് സമ്മേളനം, എറണാകുളത്ത് SYSന്റെ സമ്മേളനം, മധ്യമേഖലാ സമ്മേളനം. രണ്ട് സമ്മേളനം ഒരേ സംഘടനയുടെ ഒരേ സ്ഥലത്ത് രണ്ട് സമയം. പ്രഖ്യാപനം പത്രത്തിൽ വന്നതോടുകൂടി സമസ്ത ഇടപെട്ട് സമസ്തക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടും സമസ്തന്റെ ആൾക്കാരാണ്. ഒരു ബാപ്പാന്റെ റോളിൽ സമസ്ത രംഗത്ത് വന്നു. ഒന്ന് സുന്നിയ സംഘമാണ്, ഒന്ന് നാട്ടിക മൂസ മൗലവിയും പ്രധാനപ്പെട്ട ആൾക്കാരെ മോശക്കാരൻ നല്ലത് സംഘടിപ്പിച്ചു. നാട്ടിക മൂസ മൗലവിയെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ സമസ്ത ഇടപെട്ട് രണ്ടു കൂട്ടരെയും മസ്ലഹത്തിന്റെ ചർച്ചയ്ക്ക് നിയോഗിച്ച് പലരും ചർച്ച ചെയ്ത് മാരത്തോൺ ചർച്ച കൃത്യമായി മനസ്സിലായിക്കൊണ്ട് ചർച്ചയുടെ ഒടുവിൽ ഞാൻ പറയുന്ന വിഷയം ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ട് വേണം. നിങ്ങളെ സംശയങ്ങളൊക്കെ ഞാൻ ദൂരീകരിച്ച് എനിക്കതിന് കഴിയുമെന്ന് ഞാൻ അമിതമായ ആത്മവിശ്വാസം കൊള്ളില്ല. ഈ വിഷയം പരസ്യമായി പല സ്ഥലത്തും കൃത്യമായി പറഞ്ഞു. ഇന്നേ വരെ ഇതിനൊരു മറുപടി നമുക്ക് കിട്ടിയില്ല, കിട്ടൂല, നമുക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ? വസ്തുത അതാണ്. 1988 കൃത്യമായി മനസ്സിലാക്കണം. 89 സമ്മേളനം നടക്കുന്നത്. 88 സമ്മേളനത്തിന് മുമ്പ് നവംബർ മാസം 12 കൃത്യമായി ഡേറ്റ്. 88 നവംബർ 12 കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് വെച്ച് ശൈഖുന ശംസുലമ എഴുന്നേറ്റ് പറഞ്ഞു, സുന്നികൾ രണ്ട് സമ്മേളനം നടത്തുന്നത് നമുക്ക് വലിയ സംഘടന ക്ഷീണം ചെയ്യും. ആണ് സുന്നികൾക്ക് രണ്ട് സമ്മേളനം വേണ്ട, നമുക്ക് ഒരു സമ്മേളനം പോരെ. എല്ലാരും പറഞ്ഞു അത് മതി. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇപ്പൊ നിശ്ചയിച്ച രണ്ട് സമ്മേളനം രണ്ടായി നടന്നാൽ നമുക്ക് വലിയ ക്ഷീണം ചെയ്യും. അവിടെ നമുക്ക് ആ രണ്ട് സമ്മേളനം ഒന്നാക്കാം. അങ്ങനെ രണ്ട് സമ്മേളനം ഒന്നാക്കാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. 3 തീരുമാനം ആ യോഗം എടുത്തു എന്നാണ് രേഖ പറയുന്നത്. എന്താ 3 തീരുമാനം? ഒന്ന്, ഇപ്പോൾ നിശ്ചയിച്ച രണ്ട് സമ്മേളനം നിർത്തിവെച്ചു. രണ്ട് കൂട്ടരും കൂടി സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടത്തുക. സമ്മേളനം നടത്തണ്ടെന്ന് പറഞ്ഞില്ല, ഒരു സമ്മേളനം നടത്താം. ആ സമ്മേളനത്തിന് രണ്ട് കൂട്ടരെയും കൂട്ടിയിട്ട് ഒരു സ്വാഗത സംഘം
ഇപ്പോഴുള്ളത് മാറ്റിയിട്ട് ഒരു സംയുക്ത സ്വാഗത സംഘം, രണ്ട് കൂട്ടരി അവഗണിക്കപ്പെട്ടവരൊക്കെ കൂട്ടിയിട്ട് ഒരു സ്വാഗത സംഘം ഇതേ ഹാളിൽ വെച്ച് അടുത്ത ശനിയാഴ്ച ഉണ്ടാക്കുക. അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ശനിയാഴ്ച നവംബർ 19, 12 ഒരു ശനിയാഴ്ച. ഇവിടെ നോക്കി ഈ യോഗത്തിൽ തീരുമാനം എടുക്കാൻ എന്താ കാരണം? നേരത്തെ ഉണ്ടാക്കിയ സ്വാസംഗത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ രണ്ടും കൂട്ടി ഒന്നാക്കണമെന്ന് പറയോ? രണ്ടും നിർത്തി വെക്കണമെന്ന് പറയോ? ഇത് സമത്തെ എടുത്ത തീരുമാനത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ തീരുമാനത്തിൽ എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഉണ്ടാക്കിയ സ്വാസംഗത്തിന് എന്തോ അപാകതയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നവംബർ 12 തീരുമാനം മിർസിലുണ്ട്. 2 സ്വാഗത സംഘം പിരിച്ചുവിട്ട് സംയുക്തമായ ഒരു സ്വാസംഘം 19 ഇവിടെ വെച്ചുണ്ടാക്കുക. അത് സമത്വ തീരുമാനിച്ചതാണ്, വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചതാണ്. അതനുസരിച്ച് 19 ശനിയാഴ്ച സ്വാസംഘ യോഗം വിളിച്ചു. യോഗത്തിന് എല്ലാവരും വന്നു. പക്ഷെ പ്രമുഖരായ ചില SYS നേതാക്കൾ വന്നില്ല. യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുൽ ഉലമ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ 2 സമ്മേളനങ്ങൾ ഒന്നാക്കി നമ്മൾ സമ്മേളനം നടത്താൻ പോവാണ്. ഞാൻ ഈ സിലബസിലേക്ക് വരാം. സിലബസിന്റെ കാര്യം തീർത്ത് ഞാൻ പറയും, തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ഉന്നയിച്ച സംശയങ്ങൾക്ക്, ആരോപണം ഞാൻ പറയുന്നു, എല്ലാ സംശയങ്ങൾക്കും ക്ലിയർ മറുപടി ഞാൻ തരുന്നില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നവംബർ 19 അന്ന് യോഗം വിളിച്ചു. യോഗത്തിൽ ശംസുൽ ഉലമ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം SYS സമ്മേളനവും മധ്യമേഖലാ സുന്നി സമ്മേളനവും മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മധ്യമേഖലക്കാർ മാറ്റാന്ന് പറഞ്ഞു. ഇനി SYS കൂടി മാറ്റിവെക്കണം. നമ്മൾ ഇവിടെ വെച്ച് ഒരു സമ്മേളനത്തിന് സ്വാസംഗം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് മധ്യമേഖല മാറ്റിവെക്കുന്ന വിവരം. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, SYS സമ്മേളനം മാറ്റിവെക്കൂല. ആരോട്? ശംസുൽ ഉലമയോട്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് ഈ അധ്യക്ഷനോട്, ഈ യോഗം നയിക്കുന്ന ആൾക്കാരോട് ധിക്കാരം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റ് തീരുമാനം അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അംഗീകരിക്കുക എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ശംസുൽ ഉലമ എന്ന് പറഞ്ഞ സമസ്തയുടെ തലവൻ, അദ്ദേഹം പറയുന്നു നമുക്ക് 2 സമ്മേളനം വേണ്ട, 1 മതി. അത് ആ ഭാഗം എതിർക്കപ്പെടേണ്ടതല്ലോ. അപ്പൊ ഒരാൾ പറയാം ഞങ്ങൾ SYS സമ്മേളനം മാറ്റിവെക്കൂല എന്ന് ധിക്കാരത്തോടു കൂടി പറഞ്ഞപ്പോ ശൈഖുന പറഞ്ഞു, 2 സമ്മേളനം നടത്താൻ സമസ്തക്കാർക്ക് പറ്റൂല. അപ്പൊ അയാളെ കൊണ്ട് സംഘമാണ് എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചു. സമസ്തന്റെ ചരിത്രത്തിൽ ആദ്യമായി സമസ്തയുടെ ആലിമ്യങ്ങൾക്കെതിരെ മുദ്രാവാക്യം. എന്താ അവർ വിളിച്ചത്? അന്ന് കോഴിക്കോട് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആ സദസ്യരുണ്ടെങ്കിൽ അവർക്കറിയാം, SYS സമ്മേളനം നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളെ പുറത്തു പോകാൻ കൂടില്ല. ആലിമ്യങ്ങളോടായി പറഞ്ഞു. ആർക്കാ ഈ സമ്മേളനം? സമസ്ത. ആരാ സ്റ്റേജ് മേലിരിക്കുന്നത്? സമസ്തന്റെ ആലിമ്യങ്ങൾ. SYS എന്തിനാ? സമത്തിനെ സഹായിക്കാൻ. ഇവര് പറഞ്ഞാൽ SYS സമ്മേളനം നടത്താൻ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ പുറത്തു പോകാൻ കൂടില്ല. ഗരാവ്. സമത്തയുടെ ചരിത്രത്തിൽ 988 നവംബർ 19 സമരം ചെയ്ത് പുറത്തിറങ്ങി. സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഗരാവോ ചെയ്തു. ഗരാവോ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ ഗരാവോയുടെ ഭാഗമായി ഗരാവോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശംസുൽ ഉലമ പറഞ്ഞു, പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്ന് ശംസുൽ ഉലമയെ കണ്ട് എന്താ ചെയ്യേണ്ടത്? മുഴുവണ്ണത്തിന് അടിച്ച് പുറത്താക്കാൻ പറഞ്ഞില്ല. ശൈഖുന പോലീസുകാരോട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഒരു നടപടിയും വേണ്ട, അറസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾക്ക് സുരക്ഷിതമായി ഇവരുടെ കൂടെ പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ മതി. കണ്ട സൂക്ഷ്മത. സമത്തിന്റെ ഓഫീസിൽ ഒരു കുഴപ്പമുണ്ടായി എന്ന് പുറത്തറിയണ്ടെന്നാ ശൈഖുന പറഞ്ഞു. ഞങ്ങൾക്ക് പോകാനൊരു വഴി ഉണ്ടാക്കി തന്നാ മതി. ഉസ്താദന്മാർക്ക് ശിഷ്യന്മാർക്കിടയിലൂടെ പോകാൻ പോലീസിനെ കൊണ്ടുവരേണ്ടി വന്നു. കോഴിക്കോട്ടെ ചരിത്രത്തിൽ പ്രധാനമാണ്, സമത്തയുടെ ചരിത്രത്തിൽ. വിധേയത്തുകാരല്ല നടന്നത്. ഇങ്ങനൊരു സംഭവം 988 നവംബർ 19 നടന്നിട്ടുണ്ടോ അല്ലേ? പഠിക്കുന്ന നിങ്ങൾ അന്വേഷിച്ച് പറ. എന്തിനാ പോലീസിനെ വിളിച്ചത്? പോലീസിനോട് ശൈഖുന എന്താ പറഞ്ഞത്? എങ്ങനെ ഉസ്താദുമാര് പോയത്? പോയപ്പോ ഒരു മുദ്രാവാക്യം വിളിക്കുക, എറണാകുളം സമ്മേളനം ഞങ്ങൾ നടത്തും. ഇത് കണ്ടു നിന്ന ആളുകൾ കണ്ണീരൊലിപ്പിച്ചു. ആലിമികൾക്കെതിരെ മുദ്രാവാക്യം ആര് പഠിപ്പിച്ചത്? സമരം തന്നെ സമരം. അതുകൊണ്ട് ആ പിൽക്കാലത്ത് സമരമാണ് ജീവിതം എന്ന് പറഞ്ഞത്. ജീവിതം തന്നെ സമരാവില്ല. നമ്മൾ ഓർക്കുന്നു ആ സംഭവം. അത് കഴിഞ്ഞപ്പോ സമസ്ത ഉണർന്നു. ഉസ്താദുമാര് ഉടനെ തന്നെ 988 നവംബർ കഴിഞ്ഞ് ഡിസംബർ 1 മുഷാവറ വിളിച്ചു. ഡിസംബർ 1 മുഷാവറ വിളിച്ച് വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. നോട്ടീസ് അയച്ചു മുഷാവറ. ഉടനെ തന്നെ അവിടെ വെച്ച് സുന്നി യുവന സംഘത്തിന്റെ മെമ്പർ എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോയി കേസ് കൊടുത്തു. കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് ആ കേസ് കോടതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സ്റ്റേ. സമസ്തന്റെ ചരിത്രത്തിൽ ആദ്യമാണ് സമസ്തക്കെതിരെ സ്റ്റേ ആകുന്നത്. ശരിക്കും ചിന്തിക്കണം, സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാ കോടതി പറഞ്ഞു. ആരാത് പറയുന്നത്? സമസ്തയിലൂടെ വളർന്നു വന്ന ഒരു സുന്നി സംഘത്തിന്റെ പ്രവർത്തനം. സാധുക്കൾ എല്ലാവരും കൂടി ഇയാളെ മേലെ തയ്യാറാണ്. അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴുത്തിൽ കുടൽമാലയിടാൻ യോഗം ചേർന്ന് ആരും കിട്ടാൻ അവസാനം ഉഖബത്തുബ്നു അബീ മുഅയ്യിദിന്റെ തലയിൽ കിട്ടമാരി സാധുവിന്റെ തലയിൽ കിട്ടി. ഇയാൾ പോയി കേസ് കൊടുത്തു. ഇയാൾ കേസ് കൊടുത്തു എന്ന് മാത്രമല്ല 3 വാദമാണ് ഇവർ വാദിച്ചത്. ചിന്തിക്കണം. 1, സമത്തയുടെ ഇപ്പോഴത്തെ നടത്തിപ്പ് ശരിയല്ല. 2, ഇപ്പോഴത്തെ നേതാക്കളിൽ അഥവാ പ്രസിഡന്റിലും സെക്രട്ടറി ഞങ്ങൾക്ക് വിശ്വാസമില്ല. കണ്ണിയത്തിന് സംശയം വിശ്വാസമില്ല. എങ്ങനെയാണ്? അതുകൊണ്ട് സമത്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം, ഗവൺമെന്റ് ഏറ്റെടുക്കണം. സമത്തിന്റെ പ്രവർത്തനം ഗവൺമെന്റ് ഏറ്റെടുക്കണം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും? ഇതാണ് കോടതിയിലെ വാദരേഖ. ഈ 3 വാദമാണ് കോടതിയിൽ അവർ കൊണ്ടുവന്നത്. 3 നമുക്ക് അംഗീകരിക്കാൻ പറ്റുമല്ലോ. ഈ വാദം സമസ്തക്കെതിരെ വാദിച്ച തെറ്റായി പോയി എന്ന് കാലം തെളിയിച്ചില്ല. പറയാൻ പാടില്ല. അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈ കേസ് കൊടുത്ത ആ വ്യക്തി എങ്ങനെയാണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചു. മനുഷ്യന്റെ അടുത്ത് അബദ്ധം പറ്റും. പടച്ചറപ്പ് അദ്ദേഹത്തിന്റെ പരലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. മരിച്ച ഒരാളെ കുറിച്ച് മോശം പറയാൻ പാടില്ല. പക്ഷെ ഒരു ഇബറത്തിലോട്ട് പറയാം. ഈ കേസ് കൊടുത്ത ആൾക്ക് പടച്ചറപ്പ് എന്താണ് ആക്ടിവത്തിൽ കൊടുത്തത് ഒന്ന് പഠിച്ചിട്ട് പറയും. ദൂരത്ത് കേൾക്കുന്ന ആൾക്കാർ ഇനി വേദന ഉണ്ടെന്ന് പറയാം. അള്ളാഹു നമ്മുടെ ആക്ടിവത്തിൽ നന്നാക്കി തരുമാറാവട്ടെ. അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റിയതായിരിക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എങ്ങനെ ചെലവഴിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അന്വേഷിച്ചു. മലപ്പുറം ജില്ലയിൽ ഞാൻ ആധികാരികമായിട്ട് തന്നെ പറയുമ്പോ വേദന. സമസ്തയാണ് അതിനോട് കളിക്കണ്ട. ഞാനാണ് നിങ്ങളെ കളികാര്യം. അങ്ങനെ സമസ്ത കേരള ജമിയത്തുലമ മുഷാവറ സ്റ്റേ ചെയ്ത് കൂടാൻ പാടില്ല. കണ്ണിയത്ത് ഉസ്താദ് വീട്ടിൽ നിന്ന് പുറപ്പെട്ട മുഷാവറക്ക് വഴി നാളങ്ങോട്ട് മടങ്ങി ചെന്നിട്ട് പറഞ്ഞു മുഷാവറ കൂടാൻ പാടില്ല എന്ന് കോടതിയിൽ നിന്ന് വിധിയുണ്ട്. ഉസ്താദ് മടങ്ങിപ്പോയി കൂടാൻ. ഉസ്താദ് മടങ്ങിപ്പോയി. മാനു മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഐദോസ് ഉസ്താദും കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്നു. കണ്ണിയത്ത് ഉസ്താദിനെ പൊട്ടിക്കരി. സ്വകാര്യ ജീവിതത്തിൽ കണ്ണിയത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കരഞ്ഞിരിക്കാം. പക്ഷെ സമസ്തക്ക് വേണ്ടി ആ കണ്ണുനീരൊരു പക്ഷേ ഭൂമിയിൽ ആദ്യം വീണ് നന്നായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണിയത്ത് പറഞ്ഞു തരേ മാനുമുസ്ലിയാരോട്, മാനുമുസ്ലിയാരെ ഇനി യോഗം ചേരാൻ പാടില്ലേ, സമസ്തക്ക് മുഷാവറയിൽ കൂടാൻ പാടില്ലേ, ഇനി എങ്ങനെ നമ്മൾ ദീൻ നടത്തുക? കണ്ണിയത്ത് കരഞ്ഞു. സമസ്തക്കെതിരെ കേസ് കൊടുത്തു. കണ്ണിയത്ത് കരഞ്ഞപ്പോ മാനുമുസ്ലിയാർ പറഞ്ഞു ഉസ്താദെ മുഷാവറ കൂടണ്ടെന്നേ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് സുന്ദരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വലിയ യോഗം വെച്ചാൽ മതി. മുഷാവറിന്റെ കാര്യം നമുക്ക് കോടതിയിൽ കേസും നോക്കാം. കണ്ണിയത്തിന് സമാധാനമായി. അങ്ങനെയാണ് കോഴിക്കോട്ടും മലപ്പുറത്തും 2 വിശദീകരണ യോഗം വെച്ചത്. കോഴിക്കോട്ടെ യോഗത്തിൽ കണ്ണിയത്ത് ദ്വാരന ശേഷം പറഞ്ഞു സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു കണ്ണിയത്തിന് ബുദ്ധി ശരിയല്ല, അത്തും വിത്തുമാണ്. അപ്പോഴാണ് മലപ്പുറത്തെ യോഗം വന്നത്. ആ യോഗത്തിൽ കണ്ണിയത്ത് പറഞ്ഞു കോഴിക്കോട്ട് ഞാനത് പറഞ്ഞപ്പോ പലരും പറഞ്ഞു തന്നാന്ന് പറഞ്ഞു. ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല, ഞാൻ തന്നെ പറയുന്നു സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ, അവരെയും അവരുടെ അഹ്ലുകാരെയും അല്ലാഹു ഖൈറിലാക്കാതിരിക്കട്ടെ. 2 സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നമ്മൾ ആരും സമസ്തക്കെതിരെ കേസ് കൊടുത്തില്ല. കേസ് കൊടുത്തത് ആരാ? അവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്നാ കണ്ണിയത്ത് പറഞ്ഞത്. അത് ശരിക്കും കണ്ടുകൊണ്ടിരിക്കും. ആ വാചകം കണ്ണിയത്ത് പറഞ്ഞത് ഇന്നും പുലരാണ് പല കാരണത്താൽ. അത് കഴിഞ്ഞു സമസ്ത കേരള ജമിയത്തുലമ കേസ് എടുത്തു. ശൈഖുനാ ശംസുലമ എല്ലാ റെക്കോർഡും കൊണ്ട് കൊടുത്തു. കേസ് പ്രൂവ് ചെയ്തു. സമസ്തയുടെ സ്റ്റേ തള്ളിയപ്പോ മുഷാവറ കൂടി. അപ്പോഴേക്കും ഡിസംബർ അല്ലേ, 1 മാസം കഴിഞ്ഞു. ജനുവരി 89 ജനുവരി 16 മുഷാവറ 89 ജനുവരി 16 മുഷാവറ കൂടി. മുഷാവറയിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു 2 സമ്മേളനവും ബഹളവും കേസും ഒക്കെ ആയതുകൊണ്ട് തൽക്കാലം ഒരു സമ്മേളനം വേണ്ട, ഭിന്നിപ്പ് സമ്മേളനം ഉണ്ടാവുകയാണെങ്കിൽ എന്തിനാ സമ്മേളനം എന്ന യോഗത്തിന്റെ ചോദ്യം. 40 അംഗ മുഷാവറയിൽ ചില മെമ്പർമാർ ചോദിച്ചത് എറണാകുളത്ത് ഒരു സമ്മേളനം നടത്തിയിട്ട് നമ്മൾ ഭിന്നിക്കണമെങ്കിൽ എന്തിനാ സമ്മേളനം, തൽക്കാലം സമ്മേളനം തന്നെ വേണ്ട. അതൊരു നല്ല അഭിപ്രായമായി രേഖപ്പെടുത്തി ഏകകണ്ഠമായി തീരുമാനിച്ച സമ്മേളനം വേണ്ട, ഒരു സമ്മേളനം വേണ്ട. നമ്മൾ ശാന്തമായി മുന്നോട്ട് വൈക്കപ്പെട്ട് മുന്നോട്ട് പോകാം. ഒരു പ്രശ്നമാണ്. നല്ല തീരുമാനമെടുക്കാൻ പുറത്തിറങ്ങി. പത്രക്കാർ ചോദിച്ചു ഇവരോട് നിങ്ങൾ സമ്മേളനം നടത്തൂലേ? സുന്നിയ സംഘത്തിന്റെ സെക്രട്ടറി ഇന്നത്തെ മറുഭാഗത്തെ അഖിലേന്ത്യാ നായകൻ പറഞ്ഞു സമ്മേളനം നടത്തും, മുഷാവറ വിലക്കിയാലും നടത്തും. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അയാൾ അടക്കമുള്ള മുഷാവറയുടെ തീരുമാനത്തെ ധിക്കരിച്ചുകൊണ്ട് മുഷാവറ വിലക്കിയാലും നടത്തും. പത്രം റിപ്പോർട്ട് ചെയ്ത പത്രത്തിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. സംശയമുള്ളവർക്ക് ഞാൻ കഴുത്ത് കെട്ടി തൂക്കി തരവാണ്. കൊണ്ടുവന്ന് പഠിച്ചു. ആക്ഷേപങ്ങളൊന്നും പറയാം, ബാക്കിയൊക്കെ ഞാൻ മറുപടി അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാര്യമാണ് മനസ്സിലാക്കുന്നത്. പത്രത്തിൽ വാർത്ത വന്നതോടുകൂടി സമസ്ത നിരീക്ഷിച്ചു. പറഞ്ഞ പോലെ ഒരു സമ്മേളനം നടത്തി. അതൊരു രാഷ്ട്രീയ പാർട്ടി സ്പോൺസർ ചെയ്തു. അതിനാ രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം കടുത്ത മുസ്ലിം ലീഗ് വിരോധമാണ് പ്രകടിപ്പിക്കുന്നത്.
പാണക്കാട് കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പാണക്കാട് തങ്ങളെ മോശമാക്കിക്കൊണ്ടും മുസ്ലിം ലീഗിനെ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടുമാണ് ഒരു രംഗത്ത്. അപ്പൊ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റമല്ല. അക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയമല്ല പ്രശ്നം. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ആൾക്കാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടിപ്പിടിക്കുന്ന ഉറപ്പല്ല. അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തു സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി. അന്നാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രത്തിൽ CP അച്യുതൻ സുന്നി സമ്മേളനത്തിന് പ്രമേയം വെച്ച ലേഖനം എഴുതി. ദുന്യാവുന്ന അങ്ങനെ ഒരു പ്രമേയം വെച്ച ലേഖനം ദേശാഭിമാനി എഴുതിയിട്ടില്ല. ഞാൻ ചരിത്രം പറഞ്ഞു ദേശാഭിമാനിയുടെ ഡ്യൂട്ടി അതല്ല. ഞാൻ അവരെ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തില്ല. അവർക്ക് രാഷ്ട്രീയപരമായി അതിൽ കാര്യമുണ്ടായിരുന്നു. അവർ ബുദ്ധിയുള്ള മനുഷ്യന്മാരല്ലേ. ബുദ്ധിയുള്ളവർ ബുദ്ധിയുടെ കളി കളിക്കുമല്ലോ. ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള നിലക്ക് അവർ പിടിച്ചു വരച്ചു. സമ്മേളനം സ്പോൺസർ ചെയ്ത് കാര്യമായി നടത്തി കൊടുത്തു. ആ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ സമത്വം നിരീക്ഷിച്ചു. നിരീക്ഷണത്തിൽ 6 മുഷാവറ മെമ്പർമാർ അതിൽ പങ്കെടുത്തു തെളിഞ്ഞു. ആ 6 മുഷാവറ മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി 89 ഫെബ്രുവരി 18 മുഷാവറ വെച്ചു. ഫെബ്രുവരി 18 മുഷാവറയിൽ വെച്ച് തീരുമാനമെടുത്തു. എറണാകുളം സമ്മേളനം നടത്തണ്ടെന്ന് കഴിഞ്ഞ യോഗ തീരുമാനം നടത്തി എന്നുള്ള തെറ്റ്. അതിൽ 6 ആൾ പങ്കെടുത്ത മുഷാവറയിൽ നിന്ന് ഈ തീരുമാനമെടുത്ത സഭയിൽ നിന്ന് 6 ആൾ പങ്കെടുത്തു. സ്വാഭാവികമായും അവരെ പുറത്താക്കും. ഇവിടുത്തെ ഈ മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. ഇന്ന പ്രവർത്തനം ഇവിടെ നടത്താൻ പാടില്ല. തീരുമാനത്തിൽ എല്ലാം ഒപ്പിച്ചു. അതിന് 4 ആൾ പോയിട്ട് ആ പ്രവർത്തനം നടത്തി. പിറ്റത്തെ യോഗം ചേർന്ന് അവരെ പുറത്താക്കും. ഇല്ലെങ്കിൽ സംഘടന 6 പേരെ സമസ്ത നീക്കി പുറത്താക്കി. ആ 6 പേരെ പുറത്താക്കിയപ്പോൾ അവർ പുറത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു സംഘടനാപരമായ നടപടി നല്ലൊരുപരി കണ്ണിയത്തുസ്താദും ശംസുലമി പുറത്തുണ്ട്. അവരാണ് പുറത്താക്കുന്നത്. അവർ അംഗീകരിക്കണം. ഒന്ന് മാപ്പ് പറഞ്ഞാൽ മതി. നേരെ പോയി അഡ്വക്കേറ്റ് അരവിന്ദാശമേനോൻ എടുത്ത് എന്നിട്ട് പുതിയൊരു സമസ്ത ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ കഥ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ഈ രാഷ്ട്രീയ ചേരിതിരിവ് സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അതിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. 973 SSF ജാമ്യയിൽ വെച്ചുണ്ടാക്കുന്നത്. SSF ജാമ്യയിൽ വെച്ചുണ്ടാക്കുന്ന സുന്നികൾക്ക് ഒരു വിദ്യാർത്ഥി സംഘടന ആദ്യമായി ജാമ്യയില പിറന്നത്. ആ സംഘടനയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായിട്ട് സംഘടന വന്നത് 973. നിങ്ങൾ പാണക്കാട് കണ്ട് ചോദിച്ചു നോക്കൂ. തങ്ങളെ SSFന്റെ പ്രസിഡന്റ് നിങ്ങളായിരുന്നില്ലേ തുടങ്ങിയപ്പോ? എന്തിനെ നിങ്ങൾ 979 നവംബർ 6 രാജിവെച്ചത്? SSFന്റെ പ്രസിഡന്റ് സ്ഥാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ 979 നവംബർ 6 രാജിവെച്ച് ഇറങ്ങിപ്പോന്ന രാജിവെച്ചു. എന്തിനാ തങ്ങൾ രാജിവെച്ചത്? ഒരു കൗൺസിലിൽ വെച്ച് പുനഃസംഘടിപ്പിച്ചപ്പോൾ തങ്ങളെ മാറ്റി തങ്ങൾ രാജ്യം എഴുതി കൊടുത്ത കാരണം ഈ രാഷ്ട്രീയ കളി സഹിക്കാത്തതുകൊണ്ട്. പാണക്കാട്ട് തങ്ങൾ എന്തുകൊണ്ട് അതിന് രാജിവെക്കേണ്ടി വന്നു ചോദ്യം. ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് അറിയില്ല തങ്ങൾ രാജിവെച്ചതാണ്. തങ്ങൾ ഇന്നും ഹയാത്തിലുണ്ട്. ഞാൻ ഇന്നും തങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് വരുന്നത്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. തങ്ങൾ വെള്ളക്കടലാസിൽ രാജി ചെയ്തില്ല. മലപ്പുറത്ത് കൗൺസിലിൽ ഇറങ്ങിപ്പോന്ന് വേദനിച്ചു. അങ്ങനെ വേദനിപ്പിച്ചു ചില നേതാക്കളെ. നാട്ടിക മുസ്ലിമെ വേദനിപ്പിച്ചു. ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചു. അതിന്റെ പരിണിത ഫലമായിരുന്നു ഈ അച്ചടക്ക നടപടി ചോദിച്ചു വാങ്ങിയത്. ഈ അച്ചടക്ക നടപടി വന്നതിന് ശേഷം പിന്നെ എന്ത് സംഭവിച്ചു നിങ്ങൾ അറിയാം. അവർ പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും 989 തന്നെ ഉണ്ടാക്കി പുതിയ സമസ്ത. എന്റെ ശബ്ദം കേൾക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം. 89 അവർ സമസ്ത രൂപീകരിക്കുമ്പോൾ സമസ്ത എന്ന് പേരിടുമ്പോൾ ചിന്തിക്കണം. പാരമ്പര്യമായി ഇവിടെ ഉണ്ടായ സമസ്ത അവിടെ ഉണ്ട്. കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ്. ആരാ കണ്ണിയത്ത് ഉസ്താദ്? 926 വരക്കല തങ്ങൾ സമസ്ത ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാമി പറഞ്ഞാളാ. ആ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കടന്നു വരുമ്പോ അദ്ദേഹം 1967 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം അവരോധിതനാണ്. സദഖത്തുൽ ഉസ്താദ് രാജിവെച്ചത് മുതൽ നിങ്ങൾക്കറിയില്ലേ? സദഖത്തുൽ ഉസ്താദ് രാജിവെച്ചത് മുതൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റാണ്. 68 മുതൽ ഇങ്ങോട്ട് കണക്ക് കൂട്ടി നോക്കി കൃത്യമായി കിട്ടും. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ സ്ഥാനത്ത് പ്രസിഡന്റ് ആക്കിയത് ആരെയാ? നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. മരണപ്പെട്ടു പോയി. സയ്യിദാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. കണ്ണിയത്ത് ഉസ്താദ് മുഷാവറിൽ വന്നത് 926. അവര് പ്രസിഡന്റ് ആക്കിയ സയ്യിദ് മുഷാവറിൽ വരുന്നത് 956. കണ്ണിയത്ത് മുഷാവറിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ആളെയാണ് കണ്ണിയത്ത് ഹയാത്തിലുള്ളപ്പോ പ്രസിഡന്റ് ആക്കുന്നത്. ചരിത്രം പഠിക്കണം നിങ്ങൾ. കണ്ണിയത്ത് ഉസ്താദ് സമസ്തന്റെ മുഷാവറ മെമ്പറായി 30 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറയിൽ വന്ന ഒരാള് അദ്ദേഹത്തെ കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോ പ്രസിഡന്റ് ആക്കുക. എന്താ അഥവായി? എന്ത് തെറ്റാ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തത്? 989 ഇവര് സമസ്ത എന്ന പേരിട്ട് ഒരു സംഘടന ഉണ്ടാക്കുമ്പോ 1989 63 കൊല്ലം മെമ്പറായ കണ്ണിയത്ത് ജീവിച്ചിരിക്കും. 63 കൊല്ലം മെമ്പറായ കണ്ണിയത്ത് 22 കൊല്ലം പ്രസിഡന്റായ കണ്ണിയത്ത്
63 കൊല്ലത്തെ മെമ്പർ, 22 കൊല്ലത്തെ പ്രസിഡന്റ് ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തെ ഹയാത്തിൽ എത്തിയിട്ട് പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാക്കുക. ആ പ്രസിഡന്റ് ആരാ? ഈ പ്രസിഡന്റ് സമസ്തയിൽ വന്ന് 30 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഈ മുഷാവറ മെമ്പറായ ആളാണ്. എന്ത് സംഘടനാശാസ്ത്ര ഇത്? ശരിയുണ്ടോ? അതിന് മാത്രമല്ല തെറ്റെന്താ കണ്ണിയത്ത് ചെയ്തത്? ഇപ്പൊ പറയുന്നു കണ്ണിയത്ത് മരിച്ചു, അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയത്. അങ്ങനെയൊന്നുമല്ല. കണ്ണിയത്ത് മരിക്കുന്നത് 93-ലാണ്. 89-ന് നിങ്ങൾ പുതിയ സംഘടന ഉണ്ടാക്കി. 89, 90, 91, 92, 93, 3.5 കൊല്ലം കണ്ണിയത്തിന് ജീവിച്ചിരിച്ചിട്ട് നിങ്ങൾ പുതിയ പ്രസിഡന്റിനെ കൊണ്ട് നടന്നു. വേണ്ടിയിരുന്നോ നമ്മൾക്ക്? പിന്നെ ആവശ്യം ഉണ്ടായിരുന്നത് ശരിയാണ്. ആരെ സെക്രട്ടറി ആക്കിയത്? ബഹുമാനപ്പെട്ട ശംസുലമ ജീവിച്ചിരിക്കുമ്പോ ശംസുലമ 951 മുഷാവറയിലുണ്ട്. 56 മുതൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ മുഷാവറിൽ വന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ട് 974 മുഷാവറിൽ വന്നാണ് സെക്രട്ടറി. അതാണ് അഖിലേന്ത്യാ സെക്രട്ടറി. അദ്ദേഹം സമസ്തന്റെ മുഷാവറിൽ വരുന്നത് 974, ശംസുലമ മുഷാവറിൽ വരുന്നത് 951. ശംസുലമ വന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ട് ഇദ്ദേഹം മുഷാവറിൽ തന്നെ വരുന്നത്. അദ്ദേഹം പുതിയ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ സമസ്ത ഉണ്ടാക്കുമ്പോ 18 കൊല്ലം ജനറൽ സെക്രട്ടറിയായ ശംസുലമ ജീവിച്ചിരിക്കും. 18 കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ജീവിച്ചിരിക്കും. എന്ത് സംഘടനാശാസ്ത്ര? ഇനി ജനറൽ സെക്രട്ടറി കൊല്ലവും വയസ്സും ഒക്കെ പോട്ടെ, ശംസുലമയുടെ ദർസിൽ 4 കൊല്ലം ഓതി പഠിച്ച ആളാണ് അപ്പുറത്തെ പ്രസിഡന്റ്. 4 കൊല്ലം ശംസുലമന്റെ ദർസ് പഠിച്ച ആൾ. ശംസുലമന്റെ ശിഷ്യൻ KK അബൂബക്കറിന്റെ ശിഷ്യനാണ് ജനറൽ സെക്രട്ടറി. ഉസ്താദുമാരോട് ഈ കളി കളിക്കാൻ പാടും. ഇത് അതമാണോ എന്ന് ഇരുന്ന് ചിന്തിക്കും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് പഠിക്കും. എന്തിനാ നമുക്കിത്? എന്തേ പ്രശ്നം? ശംസുലമ സമസ്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാ പരാതി. ശംസുലമ സമസ്ത എവിടെ രാഷ്ട്രീയവൽക്കരിച്ചു? 1945 മുതൽ പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ സമസ്തയിലില്ലേ? ബാഫക്കി തങ്ങൾ സമസ്തയിലെ 945 മുതൽ ബാഫക്കി തങ്ങൾ 945 മുതൽ ബാഫക്കി തങ്ങൾ സമസ്തയിലുണ്ട്. സമസ്ത രാഷ്ട്രീയവൽക്കരിച്ചോ? ബാഫക്കി തങ്ങൾ ഒരു പാർട്ടിന്റെ പ്രസിഡന്റ്. ബാഫക്കി തങ്ങളെ കോഴിക്കോട്ടെ പാണ്ഡികശാലയിൽ മുഷാവറ കൂടിയിട്ടില്ലേ? ബാഫക്കി തങ്ങളെ സമസ്തയെ നയിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞോ സമസ്ത ആ പാർട്ടിയെ? 968 മുതൽ പൂക്കോയ തങ്ങൾ മുഷാവറയിലുണ്ട്. മാത്രമല്ല പൂക്കോയ തങ്ങൾ സുന്നിയ സംഘത്തിന്റെ പ്രസിഡന്റ്. പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ ഒരു പാർട്ടിന്റെ പ്രസിഡന്റും SYSന്റെ പ്രസിഡന്റും മുഷാവറ സമസ്ത രാഷ്ട്രീയ പാർട്ടിയായി. നിങ്ങൾ ആലോചിച്ചു. മരിച്ചുപോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു തിരിച്ചു വന്നിട്ട് മലപ്പുറത്ത് അദ്ദേഹം വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് 1974 മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റായിട്ടാണ്. മരിച്ചുപോയ ശിഹാബ് തങ്ങൾ, പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ 1974 മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം പ്രസിഡന്റായ കൊല്ലം 4/4/74 ഞങ്ങൾ മറന്നിട്ടില്ല. 77 വരെ പാണക്കാട്ടെ ശിഹാബ് തങ്ങൾ മരിച്ചുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റ്. അന്ന് രാഷ്ട്രീയമായി. ആരെങ്കിലും പറഞ്ഞോ സമസ്ത രാഷ്ട്രീയമായി? സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ 1973 മുതൽ SYSന്റെ ഏറനാട് താലൂക്ക് പ്രസിഡന്റായിട്ടാണ് തുടക്കം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ 89 SKSFന്റെ പ്രസിഡന്റായിട്ടാണ് തുടക്കം. ഹൈദർ അലി ശിഹാബ് തങ്ങൾ 73 മുതൽ SSFന്റെ പ്രസിഡന്റായിട്ടാണ് തുടക്കം. അന്ന് ആരെങ്കിലും പറഞ്ഞോ രാഷ്ട്രീയമായി? അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വരെ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. പിന്നെ എന്തിനാ നമ്മൾ കുഴപ്പമുണ്ടാക്കുന്നത്? ഈ ഭിന്നത എന്തിനുണ്ടാക്കി? എന്തിന് ഈ ഭിന്നത ഉണ്ടാക്കി? ഈ ഭിന്നത ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നടന്ന ഓരോ പ്രവർത്തനങ്ങളും നോക്കുന്നു. ഞാൻ പറയട്ടെ, സംഘടന ഉണ്ടാക്കാൻ ആർക്കും സ്വാതന്ത്ര്യം, ആരെയും തടയാൻ പറ്റില്ല. ഒരാൾക്ക് സംഘടന ഉണ്ടാക്കാം. എന്തിനുണ്ടാക്കി ഈ സംഘടന? സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന് എന്തെങ്കിലും ഒരു കുറവാണ്? കണ്ണിയത്തിന് വല്ല തെറ്റും പറ്റിയോ? ശംസുലമക്ക് വല്ല തെറ്റും പറ്റിയോ? അത് പറ്റിയിട്ടുണ്ടോ ഇല്ലേ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന്റെ വഴി ഞാൻ അവസാനം പറയാം. ഞാൻ ഈ പറയുന്ന വിഷയത്തിന്റെ വഴി ഞാൻ അവസാനം പറയും. പിന്നെ എന്തിന് ഭിന്നിച്ചു? അതാണ് ചോദ്യം. എന്തിന് പുതിയ സംഘടന ഉണ്ടാക്കി? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഉണ്ടാക്കിയതിനു ശേഷം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും മഹല്ല് ജമാഅത്ത് വരെ മുസ്ലിം ഉമ്മത്തിന്റെ കെട്ടുറപ്പല്ലേ നമുക്ക് പ്രധാനം? മുഅ്മിനീങ്ങളെ യോജിപ്പല്ലേ നമുക്ക് പ്രധാനം? മുഅ്മിനീങ്ങളെ യോജിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരാ? അവരുടെ ഖാദി. ഇവരാദ്യമായി ചെയ്ത പണി എന്താ? ഓരോ ജില്ലയിലും ഓരോ ഖാദിമാരെ നിയമിച്ചു. അങ്ങനെ ഒരു ഖാദി നിയമനത്തിന്റെ ആവശ്യപ്പെടേണ്ടായിരുന്നു. ഗവൺമെന്റ് കലക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്ന പോലെ കോഴിക്കോട്ട് നിന്ന് ഖാദിമാരെ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. പത്രത്തിൽ കാണുന്ന വാർത്ത, ഇന്ന ജില്ലയിൽ ഇന്ന കലക്ടർ എന്ന പോലെ ഇന്ന ജില്ലയിൽ ഇന്ന ഖാദി, പത്രത്തിൽ വാർത്ത. അങ്ങനെ ഒരു ഖാദിനെ നിയമിക്കണം പണ്ട് കേട്ടിരുന്നു. ഒക്കെ പോകട്ടെ, പരമ്പരാഗതമായി ഞങ്ങളൊക്കെ ചെവി മുളച്ച കാലം മുതൽ കോഴിക്കോട്ടെ ഖാദി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങൾ, അദ്ദേഹം മാസോർപ്പിക്കും. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പാണക്കാട്ടെ തങ്ങൾ ഓർക്കാൻ എന്താ? അദ്ദേഹത്തോട് ചോദിക്കണം ശിഹാബ് തങ്ങൾക്ക് എന്താ കാരണം?
അതിന്റെ കാരണം ശിഹാബ് തങ്ങളുടെ ഉപ്പാപ്പല്ലേ ഇരിക്കുന്ന ആള്, പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ ബാപ്പ, പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ പിതാവ് കോയഞ്ഞിക്കോയത്തങ്ങളെ സഹോദരനുണ്ട്. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ ബാപ്പാന്റെ സഹോദരൻ, പിതൃ സഹോദരൻ, അതിന്റെ മകനായി കോഴിക്കോട്ടിരിക്കുന്ന തങ്ങൾ. അതുകൊണ്ടാണ് മരിച്ചപ്പോ പാണക്കാട് കൊണ്ടായത്. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ ഉപ്പാന്റെ പേര് കോയഞ്ഞിക്കോയത്തങ്ങൾ. പാണക്കാട്ടെ ശരിക്കുള്ള അവകാശികൾ നിങ്ങൾ തന്നെയാണ്, കണ്ണൂർക്കാരാ. നിങ്ങൾ ഈ പ്രദേശമൊക്കെ എന്നതിന്റെ ഭാഗം. പാണക്കാട് നിന്ന് ആദ്യം ഇവിടെ വന്നത് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി തങ്ങളാണ്. പാണക്കാട് കുടുംബത്തിന് ആദ്യം ഇവിടെ വന്ന ആളതാ. വളപട്ടണത്തെ കക്കുളകര പള്ളിയിലാക്കാൻ വളപട്ടണത്തുകാർ കോഴിക്കോട്ട് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ കാതേക്ക് ഈ പ്രദേശമൊക്കെ അതിന്റെ ഭാഗം. മലപ്പുറക്കാരൊക്കെ അവകാശം നിങ്ങൾക്കെന്ന് എന്റെ അഭിപ്രായം. ഈ പ്രദേശം അടക്കമുള്ള പ്രദേശത്ത് ആദ്യമായി പാണക്കാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കണ്ണിനെ കാതിയാക്കി. അദ്ദേഹത്തിന്റെ മകൻ അറക്കൽ കുടുംബത്തിന് വിവാഹം കഴിച്ചു. പിന്നെ കോഴിക്കോട്ടേക്ക് മാറി താമസിച്ചു. അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഹുസൈൻ മുല്ലക്കോയ. മുല്ലക്കോയ തങ്ങളുടെ മകൻ ഉണ്ടായിരുന്നു മുഹദാർ തങ്ങളുടെ മലപ്പുറത്ത്. അദ്ദേഹം മലപ്പുറത്ത് അന്ത്യവിശ്രമം കൊടുക്കുന്ന മലപ്പുറത്ത് വിവാഹം കഴിച്ചാണ് വന്നത്. ആ മുഹദാർ തങ്ങളുടെ മകൻ പാണക്കാട്ടേക്ക് മാറി താമസിച്ചു, ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. ആ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ മകനാണ് കോയഞ്ഞിക്കോയ തങ്ങൾ. കോയഞ്ഞിക്കോയ തങ്ങളുടെ മകനാണ് പൂക്കോയ തങ്ങൾ. കോയഞ്ഞിക്കോയ തങ്ങളുടെ സഹോദരന്റെ മകനാണ് കോഴിക്കോട്ടെ വലിയ കാതശ്ശേരി ശിഹാബുദ്ദീൻ കോയ തങ്ങൾ. അദ്ദേഹം മാസം ഉറപ്പിക്കും, പൂക്കോയ തങ്ങളുടെ മകൻ പാണക്കാട്ടിൽ നിന്ന് ഉറപ്പിക്കും. ഇത് നമ്മൾ പതിവ്. അതിലപ്പുറം നമ്മൾ ചിന്തിക്കാറില്ല. ആ രണ്ടും മനുഷ്യന്മാർ ജീവിച്ചിരിക്കുമ്പോൾ കോഴിക്കോട്ടും മലപ്പുറത്ത് ഒരു കാതിയെ നിയമിക്കാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരല്ലോ. എന്ത് അതാപാണ് ഉണ്ടാക്കിയത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ? പാണക്കാട്ടെ ശിഹാബ് തങ്ങളും സയ്യിദ് ശിഹാബുദ്ദീനും ബിച്ചിക്കാശനും ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് ജില്ലക്ക് വേറെ കാതിയോ? എന്താ കാതി എന്ന് പറഞ്ഞാൽ? എന്താ കലാഗ് എന്ന് പറഞ്ഞാൽ? രണ്ട് കാതിമാരെ നിയമിച്ചിട്ട് കുട്ടിക്കളി കളിക്കുക, ചെറിയ കുട്ടികൾ കുട്ടിപ്പുറ വെച്ച് കളിക്കുന്ന പോലെ. വേദന കൊണ്ടാ പറയുന്നത്, ദേഷ്യം കൊണ്ടല്ല. ദേഷ്യം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാതിനെ നിയമിച്ചത് മാത്രമല്ല, തൊട്ടടുത്ത പെരുന്നാൾ രണ്ടാക്കി മാസം കൊണ്ട് ഉറപ്പിച്ചിട്ട് പെരുന്നാളാണ് മുറിച്ചിട്ട് കൗമിനെ തമ്മിൽ തല്ലിച്ചു. അന്ന് ഒരു മാസം കണ്ടില്ല എന്നുള്ളൊരു തർക്കേണ്ടായിരുന്നു. എന്നാൽ ഈ തവണ അരീക്കോട്ട് ശരിക്കും മാസം കണ്ടു എന്ന് അവര് പറയുന്നു. നേരെ ചെന്ന് ഇവരെടുത്ത് അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം മാന്യമായി പറഞ്ഞു, ഞാൻ ഉറപ്പിക്കാൻ പ്രശ്നമുണ്ടാകുമെന്ന് കൊണ്ട് പാണക്കാട്ട് പോയി പറയുന്ന. പാണക്കാട് വന്നപ്പോ തങ്ങൾ പറഞ്ഞു, സമയം കഴിഞ്ഞു, നിങ്ങൾ നേരത്തെ വേണ്ടി, നിങ്ങൾ ആരോടും പറഞ്ഞില്ലല്ലോ, എന്താ അങ്ങനെ കളിയല്ലല്ലോ, ഇനി മാറ്റാൻ പറ്റില്ല. അവര് കണ്ടു തന്നെ വ്യക്തമായ തെളിവൊന്നും തങ്ങൾക്ക് തെളിവ് കിട്ടിയാൽ തങ്ങൾ ഉറപ്പിക്കും. തെളിവ് തങ്ങൾക്ക് മതിയായില്ല, കാതിക്ക് തെളിവാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മാന്യത എന്തുകൊണ്ട് അന്ന് കാണിച്ചില്ല? ഈ മാന്യത കാണിക്കാൻ ഒന്നുകിൽ രണ്ട് കാരണം. ഒന്നുകിൽ ഒരു തിരിച്ചറിവ്, ഒരു പ്രശ്നം സമൂഹത്തിന് വേണ്ട, അത് സ്വാഗതാർഹം. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച ഉറക്കൂല എന്നുള്ള തിരിച്ചറിവ്, അതും സ്വാഗതാർഹം. രണ്ടാണെങ്കിലും പ്രശ്നത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ മാന്യത അന്ന് എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പൊ അന്ന് ചെയ്ത തെറ്റാണ് ഇപ്പൊ ഒരു തിരിച്ചറിവുണ്ടായില്ല. അൽഹംദുലില്ലാഹ്, ആ മാറ്റം സ്വാഗതാർഹമാണ്. അതാണ് നമുക്ക് വേണ്ട. മൂന്നാമത് ചെയ്ത പ്രവർത്തനം നിങ്ങൾ കണ്ടില്ലേ? ഈ ഉമ്മത്തിൽ യാതൊരു തർക്കവും ഇല്ലാതിരിക്കുന്ന മുസൈഫ്. ആ മുസൈഫിന്റെ പേരിൽ റസ്മുൽ ഉസ്മാനി തർക്കമുണ്ടാക്കി മുസൈഫ് ചുട്ടുകരിക്കുന്ന നേരത്തില്ലേ? ഇവിടെ മുസൈഫ് ചുട്ടു എന്ന് പരാതിപ്പെടാൻ റസ്മുൽ ഉസ്മാനി എഴുതിയ മുസൈഫ് മുഴുവൻ ചുട്ടുകരിക്കുന്നത് പ്രസംഗിച്ചതാരാ? മദ്രസയിലെ കുട്ടികൾ പഠിക്കുന്ന മുസൈഫ് മുഴുവൻ ചുടണമെന്ന് കുട്ടികളോട് പറഞ്ഞതാരാ? മൈക്ക് കെട്ടി പ്രസംഗിച്ചതാരാ? ഏതോ ഒരു മഹല്ലത്തിൽ അവിടുത്തെ പ്രാദേശിക പ്രശ്നമുണ്ടായിട്ട് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയ ആൾക്കാരുണ്ടല്ലോ. നേതാക്കന്മാര് പരസ്യമായി നടുറോഡിൽ പ്രസംഗിക്കായിരുന്നില്ലേ? റസ്മുൽ ഉസ്മാനി അല്ലാത്ത മുസൈബൊക്കെ കത്തിക്കണം, ഇന്നത്തെ മുസൈബൊക്കെ കത്തിക്കണം എന്ന് പറഞ്ഞില്ലേ? വിവാദം ഉണ്ടാക്കിയില്ലേ നമ്മുടെ സമൂഹത്തിൽ? അതിന്റെ പേരിൽ എന്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ. അതിന്റെ ഇടയ്ക്കല്ലേ ഈ വിഷയം? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത്ര പോയത്തക്കാരായ ഒരു കൗമ വേറെ ദുനിയാവിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതാണ് നമുക്കുള്ള പ്രശ്നം. എല്ലാ വിഷയത്തിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ തർക്കത്തിൽ ഉണ്ടാവില്ല. റസ്മുൽ ഉസ്മാനി എന്നുള്ള പേരിൽ വെറുതെ തർക്കിക്കുക, ഒരു വരെ ചുട്ടുകരിക്കണം, നമ്മളെ തെളിയിക്കാൻ നടക്കണം. നമ്മളെപ്പോഴും അങ്ങനെ കണ്ടില്ലേ? നിലവിളക്ക് കൊളുത്തണോന്നും നിലവിളക്കിനും ആ സമുദായത്തിന് ഒരു കുഴപ്പമില്ല. നമ്മളതിന്റെ പേര് തമ്മിൽ തന്നെ നമ്മൾ കണ്ടു. ആർക്കാ ലാഭം? ഇബ്ലീസ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന ഈ കളി തിരിച്ചറിയാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്തൊരു ഗതികേടാണ് നമ്മുടെ മുഖത്തിന്റെ ഗതികേട്. ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. എന്താ ഇതിന്റെ ആവശ്യം? ഇപ്പൊ ഈ മഹല്ലത്തിൽ നല്ല നിലക്ക് പോകുന്ന സ്ഥലത്ത് പുതിയ മദ്രസ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ഈ ഒരു മദ്രസ കെട്ടി പഠിക്കേണ്ട കാര്യം എന്താ? അവരിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേട്ടെന്താ? നമ്മുടെ മദ്രസയിലെ സിലബസിൽ നമ്മുടെ സംഘടനാ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. എന്നൊരു കിതാബ് കൊണ്ട് വായിച്ചിട്ട് കോഴിക്കോട് SKSന്റെ ഓഫീസുണ്ട്, കോഴിക്കോട് സമത്തിന്റെ ഓഫീസുണ്ട്, ചേളാരിയിൽ സമത്തിന്റെ ഓഫീസുണ്ട്, ഇസ്ലാമിക് സെന്റർ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ജനങ്ങളെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സമീപനം വേണോ? നിങ്ങൾ ആലോചിച്ചു. അതാണ് ആ പുസ്തകമാണ് ഈ പറയുന്ന പുസ്തകം. ലിസാനുൽ ഖുർആൻ എന്ന സാധനം. ലിസാനുൽ ഖുർആൻ, ഈ ലിസാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ സാധനം ഇത് എന്തിനുണ്ടാക്കിയതാണ്? ഇത് പ്രസംഗിക്കുന്ന ആൾക്ക് അറിയാത്തതല്ല.
ഈ ലിസാനുൽ ഖുർആൻ എന്തിനുണ്ടാക്കിയതിന്റെ ആമുഖത്തെ പറയുന്നുണ്ടല്ലോ. പുസ്തകത്തിന്റെ 1-ാം പേജിൽ ഇർഷാദാത്ത് എന്ന് പറഞ്ഞ ഇത് എന്തിനുണ്ടാക്കിയതാണ്? ഈ പുസ്തകത്തിന്റെ ലക്ഷ്യത്തിൽ പറയുന്നു. ആ ലക്ഷ്യം പറയുന്നു, വിശദീകരിച്ചു വന്നിട്ട് അഹമ്മിയത്തുൽ ലുഗത്തിൽ അറബിയ്യ ഇൻദൽ ഉമ്മത്തിൽ മുസ്ലിമത്തി വനിയത്തുൻ അൻ ദിക്രി അന്നഹാ ലുഗത്തുൽ ഖുർആൻ. അറബി ഭാഷയുടെ പ്രാധാന്യം മുസ്ലിം ഉമ്മത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അത് ഖുർആന്റെ ഭാഷയാണ് എന്നൊരു കാര്യം അറിഞ്ഞാൽ മതി. വലുഗത്തുർ റസൂലി വലുഗത്തുൽ ഖുതുബിൽ മശ്റൂഅത്തി വലുഗത്തി അഹ്ലിൽ ജന്ന. പരിശുദ്ധ ഖുതുബയുടെയും സ്വർഗ്ഗാവകാശികളുടെയും അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ. വലൈസ ഹാദാ ലിതഅലീമിൽ മആനി ഫഖത്ത്. ഇത് ഇതിന്റെ അർത്ഥം പഠിപ്പിക്കാനോ ആശയം പഠിപ്പിക്കാനോ ഉള്ളതല്ല. ഇതിലുള്ള അർത്ഥം പഠിപ്പിക്കാനോ ആശയം പഠിപ്പിക്കാനോ അല്ല ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ലക്ഷ്യം എന്താ? ബൽ ലിതഅലീമിൽ ലുഗത്തിൽ അറബിയ്യത്തി. അറബി ഭാഷ പഠിപ്പിക്കാനാണ്. ഇത് ഭാഷാ പാഠപുസ്തകം. ഭാഷാ പാഠപുസ്തകത്തിൽ കോഴിക്കോട് നഗരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇവരോട് പറഞ്ഞതൊക്കെ ഇതിലുണ്ട്. ഒരു കുഴപ്പമില്ല. SKSന്റെ ഓഫീസ് ഉണ്ട്, ഇതിലുണ്ട്. സമത്തിന്റെ പ്രസിഡന്റുമാരെ കുറിച്ച് ഇതിലുണ്ട്. എന്താ കാരണം? അങ്ങനെയൊക്കെ പറയുന്നതിന് പ്രത്യേകമായ കാരണം ഓരോ വിഷയങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യമായതൊക്കെ ഇതിൽ പറയല്ലോ. അറബി ഭാഷ പഠിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയും. അറബി ഭാഷ പഠിപ്പിക്കുമ്പോൾ അറബി ഭാഷയുടെ അടിസ്ഥാനപരമായ വശങ്ങൾ എങ്ങനെ കുട്ടികൾ പഠിപ്പിക്കണം? മദീനത്ത് കാലിക്കൂത്ത് ഫിഹാ മക്തബു ജമിയത്തുൽ ഉലമാഇ ലിഉമൂമി കേരള. എന്തിനാ താഴത്തെ എഴുതിയിട്ടുണ്ട്? അത് എന്തിനു പഠിപ്പിക്കുന്നു? ഇന്ന പദങ്ങൾ അതിലുണ്ട് എന്ന് പഠിപ്പിക്കാൻ. വകദാലിക മക്തബുൽ ശബാബ് സുന്നിയിൽ ലിഉമൂമി കേരള. അങ്ങനെ പറഞ്ഞു. പ്രസിഡന്റ്, സുന്നി അഫ്കാറുണ്ട്, മഹ്സന്, മത്ബഅ്, മജല്ലത്ത്, ഉസ്ബൂഇയ്യത്ത്, മുഹറർ, മഹത്തത്ത്, കിതാർ, ഇതൊക്കെ പഠിപ്പിക്കാനാണ്. ഭാഷ പഠിപ്പിക്കൽ ഇങ്ങനെ തന്നെയാണ്. ഭാഷാ പഠനത്തിന് വേണ്ടി സാധാരണഗതിയിൽ എന്തൊക്കെ ഉപയോഗിക്കും അതൊക്കെ ഉപയോഗിക്കും. മാത്രമല്ല ഇതിൽ സമസ്തയുടെ മദ്രസയെ കുറിച്ച് ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. സമസ്തക്ക് ഇത്ര മദ്രസയുണ്ട്. സംഭാഷണത്തിൽ കൃത്യമായി ഇത് പറയുന്നു. എന്തിന്? സമസ്ത കേരള ജമിയത്തുലമയെ കുറിച്ച് പരിചയപ്പെടുത്താനും സമസ്ത കേരള ജമിയത്തുലമയുടെ സമസ്തയുടെ പ്രസിഡന്റുമാരെ കുറിച്ച് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിപ്പിക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമാ ഇൽ ഉമൂമി കേരള മൗലാന കോയക്കുത്തി മുസ്ലിയാർ ആനക്കര. എന്താ കുഴപ്പം? അതിനല്ലേ പഠിപ്പിക്കേണ്ടത്? സമസ്തയുടെ മദ്രസയിൽ അതിനല്ലേ പഠിപ്പിക്കുന്നുണ്ട്. സമസ്തക്ക് എത്ര മദ്രസ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഈ സമസ്തയെ കുറിച്ചും SKSനെ കുറിച്ചും SYSനെ കുറിച്ചും കുട്ടിക്ക് പഠിപ്പിക്കുന്നത് എന്തിനാ? ഭാഷാ പഠനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവരാരും ഭാഷാ പഠനത്തിന്റെ ഭാഗമായി വേറൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളൊന്നും ദർസ് പഠിച്ച ആൾക്കാരല്ല. ഇത് പ്രസംഗിച്ച ആളോട് സ്വകാര്യമായിട്ടൊന്ന് വിളിച്ചിട്ട് ചോദിക്കാം. നമ്മളൊക്കെ ദർസ് പഠിച്ച ആൾക്കാരല്ല. ദർസ് പഠിച്ച ഞങ്ങളൊക്കെ ദർസ് പഠിക്കുന്ന കാലത്ത് കത്തുള്ളത് അവിടെ നിന്ന് പോയ അൽഫിന്റെ ഷാറമേത്ത് കടന്ന അങ്ങനെ ഉണ്ടാവും. ലഅല്ലല്ലാഹു ഫദ്ദലകും അലൈനാ ബിശൈഇൻ അന്ന ഉമ്മകും ശരീമു. എന്താ ഉമ്മകും ശരീമു എന്നതിന്റെ അർത്ഥം? മലയാളത്തിൽ പറയാൻ പറ്റും. ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉസ്താദ് ശരിക്കും? എന്താ ഉസ്താദ് ശരിക്കും? ബിശൈഇൻ അന്ന ഉമ്മകും ശരീമു എന്നതിന്റെ അർത്ഥം ഞാൻ പോണ മൈക്ക് കൂടെ പറയാൻ പറ്റും. ഉസ്താദ് പറയട്ടെ? പറ്റൂല. എന്താ? അത് അശ്ലീല. എന്താ അശ്ലീല? ഉസ്താദ് നിങ്ങൾ അൽഫി ഓതൂലേ? ഇത് പ്രസംഗിച്ചവനെ പിടിച്ചു കൊണ്ടുവന്ന് ചോദിക്കുക. നിങ്ങൾ ദർസ് ഓതി പഠിച്ചാലല്ലേ ഈ അശ്ലീലം പഠിച്ചിട്ട് നിങ്ങൾ വന്നത്? അശ്ലീലം പഠിപ്പിക്കാനാ? എന്താ പറഞ്ഞ വാക്ക്? അതിനേക്കാൾ തനി അശ്ലീലം ഔറത്തിനെ കുറിച്ചാണ് പറയുന്നത്. പെണ്ണുങ്ങളുള്ളപ്പോ ഞാൻ പറഞ്ഞാൽ അപകടം. അതെന്താ? ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചില പദപ്രയോഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പഠിപ്പിക്കുക. അത് ആവശ്യം. ഭാഷ പഠിക്കുന്നത് ആവശ്യം. എന്നാ വേറെ വെച്ചുകൊള്ളിയുന്നോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷാ പഠനത്തിന് വേണ്ടി എന്തൊക്കെ ഉണ്ട് അറിയങ്ങൾ. ഓരോ വാക്ക് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവൂല. മിഥുലൂക്കി ഹുബുല, നിന്നെ പോലത്തെ ഗർഭിണികൾ. കത്തറത്തു, ഞാൻ പോയി രാത്രി മുട്ടിയിട്ടുണ്ട്. ഗർഭിണികളുടെ വീട്ടിൽ പോയി ഞാൻ രാത്രി മുട്ടിയിട്ടുണ്ട്. മുല കൊടുക്കുന്ന പെണ്ണുകൾ ഞാൻ പോയി മുട്ടിയിട്ടുണ്ട്. ഉമ്മയിലേക്ക് ആവശ്യമുള്ള ഏലസിലൊക്കെ കുട്ടിയെ മാറ്റി കെടുത്തിട്ട് ഞങ്ങളെ പണി നടത്തിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ? എന്നെ കൂടെ പറയിപ്പിച്ചല്ലേ? ഇത് കിതാബുള്ളതാണ്. ഭാഷ പഠിപ്പിക്കുന്ന നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന കുട്ടികൾക്ക് പള്ളി ദർസിൽ ഉസ്താദ് ഓതി കൊടുക്കുന്ന കിതാബായത് ഇന്നും. അതെന്തിനാ? ഭാഷ പഠിപ്പിക്കാനാ. ഭാഷ പഠിപ്പിക്കാൻ അത് ആവശ്യമാണ്. ഇന്നും നിങ്ങൾ ചെലവ് ഇത് കേട്ട പെണ്ണുങ്ങൾ ചെലവ് കൊടുക്കും. ഇത് പറയിപ്പിക്കണം.
അതാരും പരിഗണിക്കലില്ല. അതൊരു ഷായറിന്റെ ബൈത്ത്, അതിന്റെ അർത്ഥമല്ല പ്രശ്നം. അതാണ് പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? ഈ പറഞ്ഞ വാക്ക് ബുദ്ധിയുള്ളവന് ഇത് അർത്ഥം പഠിപ്പിക്കാനും ആശയം പഠിപ്പിക്കാനും അല്ല. പിന്നെന്താ? അറബി ഭാഷ പഠിപ്പിക്കാൻ. അപ്പൊ അറബി ഭാഷ പഠിപ്പിക്കാൻ പഴയ കാലം മുതൽ പ്രയോഗിച്ചു വരുന്ന പദപ്രയോഗം അതിനേക്കാളും നല്ലത് തന്നെയല്ലേ? അൽഫി മുതലേക്കാളും നല്ലത് ഇതാണ് നിങ്ങൾ പറയും. അപ്പൊ ഭാഷാ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ എടുത്ത് പെറുക്കി അടുക്കി ഈ സമൂഹത്തിന് മുമ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഭാഷ പഠിപ്പിക്കാൻ പലതും ഉപയോഗിക്കും, ഭാഷ പഠിപ്പിക്കാൻ. എന്നാലോ ഇതിൽ തന്നെ നിങ്ങൾ പറഞ്ഞു സുന്നത്തിയമായത് എന്തുകൊണ്ട് പഠിപ്പിച്ചൂടാ? സുന്നത്തിയമായത് എന്തുകൊണ്ട് പഠിപ്പിച്ചൂടാ? സുന്നത്തിയമായത് ഇതിൽ ഇസ്തിഖ്ലാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാമല്ലോ. അതുപോലെ തന്നെ ഇതിൽ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നു. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനും അഹ്ലുസുന്നയെ കുറിച്ച് പറയാൻ കിതാബ് വേറെ അഖ്ലാഖില. ഈ അഖ്ലാഖില നിങ്ങൾ ആവശ്യമുള്ളത് മുഴുവൻ നോക്ക്. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ട്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓരോന്നും മഹാന്മാരെ താരീഖ് എന്ന കിതാബുണ്ട്. നമ്മുടെ താരീഖ് എന്ന് പറയുന്ന കിതാബ് നിങ്ങൾ പരിശോധിച്ചു. ആ താരീഖ് എന്ന് പറയുന്ന കിതാബിൽ 2 മഖ്ദൂമുമാരെ കുറിച്ച് പഠിപ്പിക്കണം. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. മഹാന്മാരായ ഖാദി മുഹമ്മദ് കോഴിക്കോട് സുന്നികളുടെ തലവൻ മൊഹീദ്ദീൻ മാല എഴുതിയ ഖാദി മുഹമ്മദ് റളിയല്ലാഹു തആലയെ കുറിച്ച് പഠിപ്പിക്കണം. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് സംശയമുള്ള ഒരു വരി എന്താ? ഇന്നും 7ാം ക്ലാസ്സിലെ അഖ്ലാഖിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വരികൾ കൃത്യമായി നിങ്ങൾ നോക്കൂ. കൃത്യമായി ഇതിൽ നിങ്ങൾ സംശയം ജനിപ്പിക്കുന്ന എന്ത് സംഗതി ഉണ്ടെന്ന് ശരിക്കും ചിന്തിക്കും. ഓരോ കാര്യങ്ങളിൽ കൃത്യമായി പറയും. ഇത് കണ്ടോ ഒരു പാഠം, അൽ മുഅ്മിനൂന യഖ്വ. ഇതിലൂടെ കൃത്യമായിട്ട് ഫാസിഖിനോടും മുബ്തദീനോടും സലാം പറയരുത്. ഫാസിഖിനോടും മുബ്തദീനോടും എന്തുകൊണ്ട് സർ? കാരണം അത് ഒരു ഉപകാരവും ചെയ്യില്ല. പണ്ടേ സമസ്ത പറഞ്ഞു വരുന്ന ഈ വിഷയം ഒഴിവാക്കി ആരാ പറഞ്ഞത്? ഫാസിഖ് മുബ്തദി അത് വിശദീകരിച്ചു കൊടുക്കാൻ ഉസ്താദുണ്ടല്ലോ അവിടെ. അത് അറബി പദം ഉപയോഗിച്ചതല്ലോ. കൃത്യമായി സമസ്തയുടെ പഴയ ആശയം അതുപോലെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒരു കുട്ടി നന്നാവാൻ ആവശ്യമായ സകല സന്നദ്ധതകളും ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സിലബസ് രൂപപ്പെടുത്താൻ ഒരു സമിതിയെ നിയോഗിച്ച് ആ സമിതി ഇരുന്ന് പഠിച്ച മാസങ്ങളോളം കരിക്കുലം കമ്മിറ്റി ചേർന്ന് വിശാലമായ ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കിയ പുസ്തകമല്ലേ. അങ്ങനെയുള്ള ഒരു പുസ്തകത്തെ വിമർശിക്കുമ്പോൾ ചിന്തിക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തൊട്ടപ്പുറത്തില്ല PKP ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ബീരിച്ചേരിയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ മഹാനല്ലേ. ആ മഹാനായ മനുഷ്യൻ നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള ഉസ്താദെ ഈ പാഠം ഇങ്ങനെയൊന്നും പോയി സംശയം ചോദിച്ചൂടെ? നമ്മളൊരു പുതിയ മദ്രസ ഉണ്ടാക്കി പോകാൻ അതൊന്നും കാരണമല്ല. സംഘടനാപരമായ വിയോജിപ്പ് കൊണ്ട് പലരും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഒരു മഹല്ലത്തിന്റെ ഐക്യവും ഒരുമയും നമ്മൾ കാണേണ്ടതായിരുന്നു. ആ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് പരാജയം തന്നെയാണ് എന്നാണ് എനിക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാൻ അവസാനം പറയേണ്ട കാര്യം, അതിന്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ വന്ന് പ്രസംഗിക്കുന്നു എന്ന് കേട്ടപ്പോഴേക്കും ചില ആളുകൾ എനിക്കെതിരെ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ വന്നപ്പോ എന്റെ ചെറിയ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എന്താ എന്റെ വ്യക്തിപരമായ കാര്യം എടുത്തു ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ എന്നെ തെറ്റിദ്ധായ ഒരു പ്രത്യേക ജാടയാണ്. ഒരു പക്ഷേ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചവരാണെങ്കിൽ, ബോധപൂർവമാണെങ്കിൽ എനിക്ക് മറുപടി. തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത്, ഈബത്ത് പ്രചരിപ്പിച്ചും നമീമത്ത് പ്രചരിപ്പിച്ചും അസത്യം പ്രചരിപ്പിച്ചും വെറുതെ പരലോകത്ത് എനിക്ക് കൂലി തരണം. നിങ്ങളെ കൂലി നഷ്ടപ്പെടുത്തണം. നിങ്ങൾ പാപ്പന. നാളെ പരലോകത്ത് വരക്ക് വെച്ചിട്ട് ഇതിന് ഞാൻ ചോദിക്കുന്നു. വൈയക്തികമായി ആക്ഷേപിക്കണ്ട. നിങ്ങൾ പറഞ്ഞെന്താ ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ്. ഇതാ എന്റെ പിന്നിലും ആശയപ്പെട്ടു. ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്റെ ജോലി സംബന്ധമായ റെക്കോർഡ് കൈകാര്യം ചെയ്യേണ്ട ആളെ HM ആണ്, ഹെഡ് മാസ്റ്റർ. ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ മറുപടി പറയുന്ന ആളാണ്. രണ്ടാമത് ആ സ്കൂളിൽ ഉത്തരവാദപ്പെട്ടത് PTA, മൂന്നാമത് MTA, പിന്നെ സ്റ്റാഫ്, പിന്നെ കുട്ടികൾ. ഈ 5 ഘടകങ്ങളെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ മൈക്കിന് മുമ്പിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ആദരവോടെ ക്ഷണിക്കുന്നു. എന്റെ ഹെഡ് മാസ്റ്ററോ എന്റെ സ്റ്റാഫോ എന്റെ കുട്ടികളോ എന്റെ രക്ഷിതാക്കളോ എന്റെ മാതാക്കളോ നിങ്ങൾ പറയും പോലെ ഞാൻ സ്കൂളിൽ ഹാജരാവാതെ ആ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം പറ്റിയെന്ന് ഒരു ചെറിയ രേഖ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നുവെങ്കിൽ ഈ ഏർപ്പാട് നടത്തിക്കൊണ്ടിരിക്കില്ല. ഇന്നും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ലോസ് ഓഫ് എഴുതി വെച്ചിട്ട് ശമ്പളരഹിത ലീവ്. എനിക്കെന്തിനാ അതിന്റെ ആവശ്യം? പരിശുദ്ധ റമദാനിൽ ഒരു മാസക്കാലം ഞാൻ UAE ഗവൺമെന്റ് അതിഥിയായി UAE ലോസ് ഓഫ് ലീവ് വിത്തൗട്ട് അലവൻസ് ഒരു നയാ പൈസ ഗവൺമെന്റിന് പറ്റുന്നില്ല. എന്റെ രേഖ നോക്കിയാൽ കാണുക.
സംഘടനാപരമായ വിരോധമുള്ള ഒരാൾ, അയാൾ മാനേജറായി പോയി, അതാ സ്കൂളിൽ വന്നാൽ മനസ്സിലാവും. ഓഫീസിൽ രേഖ കട്ടെടുത്ത് കൊണ്ടുപോയി അതിൽ ചുരണ്ടിയിട്ട് പേപ്പർ ഇട്ടിട്ട് പത്രക്കാരെ വഞ്ചിച്ച് ഒരു പത്രക്കാരൻ സ്വീകരിച്ചില്ലല്ലോ. വന്ന ചാനൽ നോക്ക് നിങ്ങൾ, രാഷ്ട്രീയപരമായ വിരോധം കൊണ്ട് അവർ നിർത്തിവെച്ചില്ലേ? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ കറ പുരണ്ട ഒരു കൈ നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ എന്റെ നേതാക്കൾ നടപടിയെടുക്കും. എന്താ വിചാരിച്ച സമസ്തയിൽ നിലവിലെ കുറിച്ചൊരു ചെറിയ പരാമർശം ഫേസ്ബുക്കിൽ നടപടിയെടുത്ത സംഘടനയിൽ ആരാ സമത്തിന്റെ നിലപാടിനെതിരെ ഒരു വാചകങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി നടപടിയെടുത്തു. നിങ്ങൾ മുടി തൂക്കി വിറ്റാലും നടപടിയെടുക്കുമല്ലോ. അതാണ് സംഘടന. ഞാൻ എങ്ങാനും അന്യായമായി ഒരു ചെറിയ പ്രവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ ആ നിമിഷം എനിക്കെതിരെ നടപടി വരും. അവിടെ ഞാനൊന്നും ആരുമല്ല. അതാണ് ഞങ്ങളെ സംഘടന. സത്യസന്ധമല്ലാത്തൊരു പണി ചെയ്താൽ അപ്പം നടപടി. അവർ സന്തോഷത്തോടു കൂടി നിങ്ങൾ വാ, എന്റെ HMO പറയാം, എന്റെ സർവീസ് റെക്കോർഡ് പറയാം. ഒരു ചുവന്നവർ എന്റെ സർവീസ് റെക്കോർഡ് കാണില്ല. ഞാൻ അതിനൊക്കെ അപ്പുറം പറഞ്ഞുതരാം. അഭിമാനം പറയാൻ പറയാം. ഞാൻ എല്ലാ ഹജ്ജിനും ലീവ് എടുത്ത് പോകാം. ഞാനിപ്പോ ഈ റമദാനിൽ ലീവ് എടുത്തു. ഒരു 15 ദിവസത്തേക്കാൾ കൂടുതൽ ഞാൻ ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ഹെഡ് മാസ്റ്റർ ഉടനെ അവിടെ ഒരാളെ വെക്കും. ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ്. ആ ആൾക്ക് ശമ്പളം എന്റെ ഗീഷയെന്ന് ഞാൻ കൊടുക്കും. ഞാൻ ഒപ്പിടുന്നില്ല. ഞാൻ ലീവ്, ശമ്പളരഹിത ലീവ്. അയാൾക്ക് ഇത് സ്കൂളിലെ കൊല്ലങ്ങളായി ഞാൻ അച്ഛന് പോകുന്ന കാലത്തൊക്കെ നടന്നു വരുന്നത്. വന്നിട്ട് അന്വേഷിച്ചിട്ട് പറയാം. എല്ലാ ചെലവും നിങ്ങൾക്ക് തരാൻ വന്ന് അന്വേഷിക്കണം. ഇതാ മാഷല്ലോ, ഇയാൾ കൂടി വന്നോ, അദ്ദേഹത്തിന് സ്കൂളിൽ എല്ലാ റെക്കോർഡ് പരിശോധിക്കാൻ കഴിയുമല്ലോ. കഴിവുള്ള ഒരാളെ കൂടി വാ. എന്തേ ആ പ്രചരണം ചൂട് പിടിക്കാതിരുന്നത്? പിന്നെ നിങ്ങൾക്ക് അവസാന ചോദ്യം എന്തേ നിയമ നടപടി സ്വീകരിക്കാതിരുന്നത്? അതൊരു വിഷയം ഉണ്ടാകുമ്പോൾ നാട്ടിൽ ആൾക്കാരെ കൈകാര്യം ചെയ്യും. അവിടെ ഒരു കൈകാര്യം തന്നെ എല്ലാം കൈകാര്യം ചെയ്തോ പിന്നെ പറയണ്ട. കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം തെറ്റായി പോയി എഴുതി തന്നു രേഖന്റെ കയ്യിൽ ആർക്കാൻ വേണ്ടി ഞാൻ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തതാണ് എന്ന് കൃത്യമായി എഴുതി തന്ന രേഖ ഒപ്പിട്ട് സീൽ ചെയ്ത രേഖന്റെ കയ്യിൽ ആർക്കാ വേണ്ട ഞാൻ ചെയ്തു. ആർക്കും വേണ്ടി ഹാജരാ. ഒരു വിഷയമാകുന്ന കരുതിയില്ലേ ഞാൻ കൊണ്ടുവന്നു തരും. എവിടെ ഇതൊരു വിഷയമായിട്ടില്ല. കാരണം എന്റെ നാട്ടുകാർക്ക് അറിയാം. കൊല്ലങ്ങളായി ഞാൻ എന്റെ മഹലിന്റെ പ്രസിഡന്റ്, കളങ്കരഹിത ജീവിതം നടത്തുന്ന ഒരാളെ 500 മഹലിന്റെ വീട്ടിലെ ഒരു മഹലിന്റെ പ്രസിഡന്റാക്കി. അവിടുത്തെ ഇവിടുത്തെ ഈ സംശയം യോജിപ്പിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അടങ്ങുന്ന സംഘടന ഉണ്ടാവും. അവർക്ക് എന്നെ കുറിച്ച് സംശയമില്ലല്ലോ. പരിമിതമാണെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എന്നെ കുറിച്ച് ആവശ്യത്തിന് സംശയം. എന്റെ സ്റ്റാഫ് സെക്രട്ടറി KST കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളാണ്. അയാൾ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റും. എന്താ കാരണം? അയാൾ കളങ്കം ഒന്നും ചെയ്യാറില്ല. കമ്മ്യൂണിസ്റ്റുകാരനറിയാം. നിങ്ങൾ വന്നോ, ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്നും കൊടുത്തിട്ടില്ല. കളങ്കമുള്ള ഒരു പ്രവർത്തനം പടച്ചറപ്പിന്റെ അടുത്താൽ ഇന്ന് വരെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. എന്റെ പ്രവർത്തകർക്കോ എന്റെ സംഘടനക്കോ അങ്ങനെ കളങ്കം വരുന്ന പണി ദുന്യാവെന്ന് ചെയ്യാൻ നമുക്ക് ആ ഒരു അവസ്ഥാവിശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് കിട്ടുന്ന ചില്ലറ നാണയത്തിന് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾ തരുമല്ലോ, എന്തെങ്കിലും ജോസഫ് ഞാൻ വിദേശത്ത് പോകുമ്പോൾ എനിക്ക് കിട്ടുമല്ലോ. ഇത്രയുണ്ട്. ഈ പ്രചരിപ്പിക്കുന്ന എന്തിനാ? ഇതിന്റെ ആവശ്യം ചിലർക്കുണ്ട്. അതൊരു ആസൂത്രിത പണിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ? നമ്മൾ ഇതുപോലെ പല സ്ഥലത്തും ചെന്നിട്ട് ഇവരുടെ പദ്ധതി പ്രസംഗിച്ചു പൊളിച്ചു മുഖത്തടിച്ച പോലെ പ്രസംഗിക്കുമ്പോ കാര്യമായി. അപ്പൊ ഇരുത്താൻ ഒന്നും കിട്ടാനില്ല. അപ്പൊ ഒരു അജണ്ട ഉണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് ഇയാൾ പറയുന്നത് ശരിയല്ലാന്ന് വരുത്തി തീർക്കുക. ആ ഒരു തോന്നൽ. ഞാനിതൊക്കെ പറയുമ്പോ ഇയാൾ കളങ്കം ചെയ്യുന്ന ആളാണെങ്കിൽ ഇയാൾ പറയുന്നത് ശരിയല്ലെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്നില്ലാതെ അങ്ങനെ പറയണമെന്നൊരു തോന്നലുണ്ടാവില്ല. ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ കുറെ പണം ചെലവഴിച്ച് അധ്വാനിച്ച് ചെയ്ത പണിയാണ്. പക്ഷെ ആരെങ്കിലും ഒരാളെങ്കിലും കൂട്ടുനിൽക്കണ്ടേ? ആ ഒരു അവസ്ഥാവിശേഷത്തിൽ ദയവ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പരലോകത്ത് എനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടും. സത്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് പോകേണ്ട കാര്യം. ആ ചെയ്യുന്ന സമയത്ത് ഒന്ന് വന്നിട്ട് ആ സ്കൂളിൽ നിന്ന് വന്നിട്ട് റെക്കോർഡ് നോക്കിയ ഹെഡ്മാസ്റ്ററോടും സ്റ്റാഫിനോടും ഞാനില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ കൂടുതലും ആ മുസ്ലിങ്ങൾ അവരെങ്കിലും പറഞ്ഞു. എനിക്കതേക്കുറിച്ച് അത്രയും പറയാം. ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞ വിഷയം അവസാനമായി 2-3 കാര്യം. ഈ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങൾ ശംസുലമയും കണ്യത്തും ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംഘടന മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 2 മഹാന്മാർ സത്യത്തിന്റെ മേലാണ് എന്നതിന് നമ്മൾ തെളിവെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാന്മാരായ നേതാക്കളെ തിരിച്ചു വിളിച്ചത് എങ്ങനെയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒറ്റ കാര്യം, ശംസുലമ മരണപ്പെട്ടത് എങ്ങനെയാ? അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട ഒരു മഹാനാണ് ശംസുലമ. ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട മഹാൻ, ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിട്ട ബഹുമാനമായ ശംസുലമ എങ്ങനെ മരിച്ചു? അദ്ദേഹം മരണത്തിന്റെ മുമ്പിൽ ചെയ്ത പ്രവർത്തനം ഓരോന്നോട്ട് 3 പ്രവർത്തനം. ഒന്ന്, അദ്ദേഹം സമസ്തയുടെ ഓഫീസിൽ
യോഗത്തിന് വന്ന് തീരുമാനമെടുപ്പിച്ചതാണ് 1996 ഓഗസ്റ്റ് മാസം 10-ാം തീയതി യോഗത്തിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഒരു ദുആ സമ്മേളനത്തിന് ദിവസം നിശ്ചയിക്കണം. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനാ സമ്മേളനം. സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. മരണം മുന്നിൽ കണ്ടുകൊണ്ടൊരു പ്രാർത്ഥനാ ദിനം നിശ്ചയിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. 2 വരക്കല മക്കാമ് വിലക്കെടുത്തിട്ട് ശൈഖുന പറഞ്ഞു, എന്റെ ഖബർ അവിടെ ഇരിക്കണം. അന്നേ വരെ സമസ്തയുടെ ആ മക്കാം, ഇന്ന് കാണുന്ന ആ മക്കാം പ്രൈവറ്റ് പ്രോപ്പർട്ടി, അത് വിലക്കെടുത്ത് 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ചൊല്ലി മരിച്ചു. നിങ്ങൾക്കറിയോ ശൈഖുന കലിമ ചൊല്ലി മരിച്ചത് എപ്പോഴാ? സുബൈന്റെ സമയത്ത്. എന്തിനാ സുബൈന്റെ സമയത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ മരിപ്പിച്ചെന്തിനാ? ബാങ്ക് കൊടുക്കുമ്പോൾ മരിപ്പിക്കാൻ. ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാതിരിക്കും, അപ്പൊ ശരിക്കും കേൾക്കും. അപ്പൊ എല്ലാവരും ഈ കലിമ ചൊല്ലുന്നത് കേൾക്കണമെന്ന് പടച്ചോണ്ടൊരു നിർബന്ധം ഉണ്ടാകുന്ന കാരണം കലിമ ചൊല്ലുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ മരണം ശരിയായ മരണാണ് ബോധ്യം. ആളുകൾ ഇതിനെ പ്രചരിപ്പിക്കുക. ശൈഖുന ശംസുലമ സമസ്തയെ വഴി തെറ്റിച്ചു, അദ്ദേഹത്തിന്റെ ആദർശം പോയി. ഇന്നത്തെ പോലെ ഒന്നല്ല. അന്ന് ശംസുലമയെ കുറിച്ച് പറഞ്ഞ ശംസുലമക്ക് തുറന്ന കത്ത പുസ്തകം പോലെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? ആ ശംസുലമ മരിക്കുന്നത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹു ആക്കിയത്. അവർ എത്ര സമയം എല്ലാവരും ഉണ്ടാതിരുന്നപ്പോ ശൈഖുന അങ്ങനെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. മുഅദ്ദിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മടക്കിയപ്പോൾ ശൈഖുന ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറച്ച് ഉറക്കെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചു പോവുകയും ചെയ്തു. ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ദഖലൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ കടക്കുന്നല്ല, കടന്നു. ദഖല യദ്ഖുല. ശൈഖുന സ്വർഗത്തിലാണ് പോണത് കാണിച്ചു തരുന്ന പോലെയാണ് ഈ മരണം. അതെന്തിനാ? ശൈഖുനാക്ക് പിഴച്ചിട്ടില്ല. 2 മുല്ലക്കോയത്തങ്ങളാണ് ഈ സംഘടന കെട്ടിപ്പടുത്തത്. സമത്ത ഉണ്ടാക്കിയാൽ മുല്ലക്കോയത്തങ്ങളെ കാലിന്റെ ചൂടിലാണ് കിടത്താം. അതെന്തിനാ? അവിടെ തന്നെ മക്ബറ. ശൈഖുന ആശുപത്രി കിടക്കുമ്പോൾ 3 ചർച്ച ഞാൻ കേട്ടിട്ടുണ്ട്. ആകെ 3 ചർച്ച. ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നന്ദിയിൽ മുഹമ്മദ് മുസ്ലിയാരെ ഖബറിനടുത്ത സ്ഥലമുണ്ട്. നന്ദിയിലാണ് ഖബർ. നന്ദി കോളേജിൽ ഒരു വരുമാനവുമായി ഒരു മക്കാമൊക്കെ എല്ലാം സന്തോഷമായി. എല്ലാ ശിഷ്യന്മാർക്കും സിയാറത്ത് ചെയ്യാം അദ്ദേഹത്തിന്റെ കേന്ദ്രമായ നന്ദിയിൽ. ഇനി മക്കൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വല്ല മനപ്രയാസം ഉണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ ഷെയ്ഖിന്റെ പള്ളി അദ്ദേഹം എപ്പോഴും സിയാറത്ത് ചെയ്യുന്ന നന്ദി കോളേജിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. 3ാമത്തെ ചർച്ച, എന്നാ വീട്ടിലും ആക്കാം, വേണമെങ്കിലും മക്കൾക്ക് അങ്ങനെ താല്പര്യം വീട്ടിലാക്കാൻ. 4ാമത്തെ ഒരു ചർച്ച ഇല്ല. പക്ഷെ ശൈഖുന തീരുമാനിച്ചെന്താ? എന്റെ ഖബർ വരക്കൽ മക്കാമിലായിരിക്കണം. എന്തിനാ? ഇൽഹാമ, അല്ലാഹ് തോന്നിപ്പിച്ചു. ഒരു മനുഷ്യനും അങ്ങനെ തോന്നിയിട്ടില്ല. വരക്കൽ മക്കാമ് വിലക്ക് കിട്ടുന്നു ആർക്കും അറിയില്ല. അത് ചോദിക്കാൻ വരും പോയിട്ടില്ല. അത് ചോദിച്ചു, അവര് തന്നു. അവിടെ ഖബർ കുഴിച്ചു. അവിടെ മറുപടി എന്തിന്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത് സിദ്ദീഖ് തങ്ങൾ ഏറ്റെടുത്ത അഭിപ്രായവ്യത്യാസം. ചിലരൊന്നും ബയ്യത്ത് ചെയ്തില്ല, വൈകി ബയ്യത്ത് ചെയ്തു. ചിലര് സക്കാത്ത് വാങ്ങിയപ്പോ സിദ്ദീഖ് എങ്ങനെ സക്കാത്ത് വാങ്ങുക? അല്ലാഹുവിന്റെ റസൂലിനല്ലേ സക്കാത്ത് കൊടുക്കല്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചാൽ കൊടുക്കൂല. സിദ്ദീഖ് തങ്ങൾ കർശനമായി നിന്നു. റസൂൽദാന്റെ കാലത്ത് കൊടുത്ത ഒട്ടകത്തിന്റെ കയറ് ലോ മനഊനി ഇഖാല, ഒട്ടകത്തിന്റെ കയറുകൾ തന്നില്ലെങ്കിൽ ഞാൻ സമരം ചെയ്യുന്നു. ഭരിച്ച് തെളിയിച്ച് കള്ള പ്രവാചകന്മാരെ ഒതുക്കി സക്കാത്ത് വിരോധികളെ ശരിക്കും അടക്കി നിർത്തി മര്യാദകൾ ഭരിച്ചിട്ട് മരിക്കുമ്പോ വസിയത്ത് ചെയ്തു, എന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ട് റൗദന്റെ മുമ്പിൽ വെച്ചാൽ മതി. അല്ലാഹു റസൂൽ സമ്മതിച്ച ആച്ച കടത്താം, അല്ലെങ്കിൽ ബഖീ കൊണ്ടുപോയി മറവ് ചെയ്ത് സിദ്ദീഖിനെ ദ്വാരനാ മതി. മയ്യത്ത് നിസ്കരിച്ച് തോളിലേറ്റ് കട്ടിൽ കൊണ്ട് തന്നെ ഇറക്കി വെച്ചു. റൗദന്റെ മുമ്പിൽ കട്ടിൽ നിലം തൊട്ടതേ ഉള്ളൂ. അപ്പോഴേക്ക് റൗദിന്റെ ഒച്ച, എന്റെ ഹബീബിനോട് കടത്തിക്കൊള്ളിയാണ് ആണ് കേട്ടി മറവി എന്ന പോലെ ശൈഖുന ആശുപത്രി കിടക്കുമ്പോ വരക്കല തങ്ങൾ മാടി വിളിച്ചത് അവിടെ കടന്നോളി. കാരണം എന്താ? സമസ്ത വലിയൊരു സംഘടനയാണ്. പിൽക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് ഒരു അഭിപ്രായവ്യത്യാസം ഉണ്ടാവരുത്. ഏതാണ് സമസ്ത? സമസ്ത. ആ സമസ്തയുടെ സെക്രട്ടറി ശംസുലമ കിടക്കുന്നു. ശംസുലമ ജീവിച്ചിരിക്കുമ്പോ ഒരു സെക്രട്ടറി ഇവിടെ വേറെ വന്നിട്ടില്ല. ശംസുലമ മരിച്ചപ്പോൾ സെക്രട്ടറി വന്നാണ് ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. നിങ്ങളെ കാദിയാണ് ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ശംസുലമയുടെ പിൻഗാമി. അദ്ദേഹമാണ് സമസ്തയുടെ സെക്രട്ടറി. ആ സെക്രട്ടറിയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സമസ്ത പഠിപ്പിച്ചു. അതാണ് വരക്കല മക്കാമിൽ കടന്നുകൊണ്ട് പിന്തുടർച്ചത്. വരക്കല തങ്ങൾ അതിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ അഭിപ്രായവ്യത്യാസം ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ കൊണ്ടേ കിടത്തി. എന്നിട്ട് അതിന്റെ പിൻഗാമി ചെറുശ്ശേരി ഉസ്താദിനാക്കി കാണിച്ചതിലപ്പുറം എന്താ വേണ്ട? അപ്പൊ ശംസുലമയുടെ മരണം ഒരു ദലീലാണെങ്കിൽ രണ്ടാമത്തെ മരണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. ഏറ്റവും കൂടുതൽ അവരെതിർത്ത, ശത്രുക്കളെ എതിർത്ത, ഞാൻ ദൂരെ നിൽക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തില്ല, അവർക്കൊരു പക്ഷേ ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കാം. അറിയാത്ത കാര്യത്തെ ഒരു മനുഷ്യനാണെങ്കിൽ ഇതാണ് ജഹലിന്റെ എതിരാണ് മനുഷ്യൻ അറിയാത്ത കാര്യത്തിന്റെ ശത്രുവാണ്.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓരോ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആൾക്കാരോട് എനിക്ക് ദേഷ്യമില്ലാത്തതുകൊണ്ടാണ് ആ സാധുക്കളെ കുറ്റപ്പെടുത്തിയിട്ട് അവർ കേട്ടതല്ലേ പ്രചരിപ്പിക്കണം. ഇതിന്റെ പിന്നിലുള്ള കള്ളക്കളികളും യഥാർത്ഥത്തിൽ അവിടെ ചെന്ന് അന്വേഷണം കിട്ടുന്ന സത്യം അവർക്ക് അറിയില്ലല്ലോ. അതറിഞ്ഞാൽ അവർ നിർത്തും. അതുകൊണ്ടല്ലേ എന്റെ നാട്ടിലെ ഈ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പോലും ആ വിഷയത്തിൽ എന്നെ എതിർക്കാൻ വരാത്ത. അതിന്റെ കാരണം എന്താണ്? അവർക്ക് അറിയില്ല സത്യാവസ്ഥ. ആ ഒരു വിഷയം ഒന്നും വേണ്ട, ഒരു സ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ നിഷ്കളങ്കരായ കുട്ടികൾ പറയില്ല കുട്ടിയുടെ കാര്യം ഇരിക്കട്ടെ, ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പിന്നെയും ചില ഞാൻ ഒരു വിഷയം എവിടെ ഇതിന് മറുപടി പറയാറില്ല. കാരണം പിന്നെയും ചില പ്രവർത്തകർ ഇത് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയി. കാരണം എന്റെ കാര്യം പറയാനുള്ള പ്രശ്നം, ഞാനിനി മരിച്ചാൽ പോയി വിചാരിക്കാം, എന്നാൽ ഈ സിലബസിൽ അവരെ സിലബസിൽ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നേതാക്കളെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഒരു പാത. ഞാൻ തിരിച്ചു വരുന്ന വിഷയം ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പ്രചരിപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ നായകൻ KT മാനു മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. മാനു മുസ്ലിയാരാണ് ഏറ്റവും കൂടുതൽ എതിർത്ത്. നിങ്ങൾക്ക് അറിയാം നമ്മളോടൊക്കെ എത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്നും ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല, ഒരു അപവാദം പ്രചരിപ്പിച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയത്ത് പ്രചരിക്കാത്ത അപവാദമാണെങ്കിൽ സംഭവിച്ചാൽ നമുക്ക് പേടിയാണ്. പ്രചരിച്ചില്ല എന്നെല്ലാം നമുക്ക് പേടി. പഠിച്ചോനെ പേടി നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പടപ്പളെ പേടിച്ചിട്ടുണ്ട്. മാനു മുസ്ലിയാരെ കുറിച്ച് എന്തൊക്കെ പ്രചരിപ്പിച്ചു, മാനു മുസ്ലിയാരെ കുറിച്ച് പലതും പറഞ്ഞു. ആ മാനു മുസ്ലിയാർക്ക് പഠിച്ചോൻ എങ്ങനെ മരണം കൊടുത്ത് ഓർമ്മയുണ്ടോ? അദ്ദേഹം കരുവാരക്കുണ്ടിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ സമസ്തന്റെ സമ്മേളനത്തിന് കോഴിക്കോട്ടേക്ക് വരിക. മകളോട് പറഞ്ഞു ഒരു തോർത്തമുണ്ടെടുത്തോന്ന് പറഞ്ഞു. മകള് ചോദിച്ചു, ബാപ്പ വലിയ ആലിമ്യങ്ങളൊക്കെ സമ്മേളനത്തിന് പോകുമ്പോ പച്ച മുണ്ടാളെടുക്ക പട്ടുകൾ എന്താ തോർത്തമുണ്ടെന്ന് ചോദിച്ചു. മോളെ അതുകൊണ്ട് കാര്യം ഉണ്ടാവുന്ന ആ മുണ്ടെടുത്തിട്ട് വാക്കോട് മൊയ്തുകുട്ടി പൈസ പറയുന്നു, മടക്കിയിട്ട് കാറിന്റെ മുമ്പിലവിടെ വെച്ചു. എല്ലാവരും കാണുന്നത്. നേരെ ചാപ്പനങ്ങാടി പോയി സിയാർത്ത് ചെയ്ത് കോഴിക്കോട്ടേക്ക് വന്നു. രോഗം മൂർച്ഛിച്ചു. മടങ്ങി പോവാന്ന് പറഞ്ഞു സഹപ്രവർത്തകരും ശിഷ്യന്മാരും. പോവണ്ട, സ്റ്റേജുമ കയറണം, എനിക്ക് കാണണം എന്നാ പറഞ്ഞു. വേദന സഹിച്ചൊരു മനുഷ്യൻ സ്റ്റേജുമ കയറിന് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. അന്ന് കേട്ടിരുന്ന് സമ്മേളനം ശരിക്കും കണ്ടു. എല്ലാവരും പ്രസംഗിച്ചു. എല്ലാ പ്രസംഗവും ആൾക്കാരൊന്നും പിരിഞ്ഞു പോയി. സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മാനു മുസ്ലിയാർ മരിച്ചിരുന്നെങ്കിൽ സമ്മേളനം നടക്കില്ല. മധ്യത്തിൽ മരിച്ച സമ്മേളനം കലങ്ങല്ല. ഒക്കെ പിരിച്ചുവിട്ടിട്ട് മരിച്ചാൽ ഒറ്റ കുട്ടി അവിടെ നിസ്കരിക്കാൻ ഉണ്ടാവില്ല. എന്നാൽ സമ്മേളനത്തിന്റെ മുഖ്യാംശം 2 പ്രസംഗം ബാക്കിയുള്ളപ്പോഴാണ് മരണം. ഏതാ 2 പ്രസംഗം? ഒന്ന് റഹ്മത്ത് ഖാസിമായിരുന്നു, ഒന്ന് ഞാനേ. വേറെ ആരും ഇല്ല പ്രസംഗം. അവിടെ ആൾക്കാരൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. കാലിക വിഷയം പറയുന്നതുകൊണ്ടാണ്. നമ്മളെ പ്രസംഗം ഒന്നും പത്ര പ്രസക്തല്ല. അവ പ്രസക്തമായ പ്രസംഗമൊക്കെ കഴിഞ്ഞു. അപ്പണ് മരിച്ചു. വേദന വന്നു, പുറത്തേക്ക് ഇറങ്ങി ആംബുലൻസിൽ കയറി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചെല്ലുന്ന ആംബുലൻസിനെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ കേട്ടു. വെപ്പ് പല്ല് എടുത്തു കൊടുക്കുന്നവരെ വെള്ളം കുടിച്ച് ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചെല്ലിച്ച് മരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൺഫേം ചെയ്തു. സമത്തിന്റെ ഓഫീസിൽ കൊണ്ടുവന്നപ്പോ അവിടെ നിന്ന് താമസവും സുപ്രഭാതമൊന്നുമില്ല. ഒരു മുണ്ട് കയ്യമ്മ ചുറ്റിട്ട് പല്ല് തേച്ചു കൊടുക്കാനും ശരീരം വൃത്തിയാക്കാൻ നമ്മൾ സാധാരണ മയ്യത്തിൽ ഒഴിക്കുമ്പോൾ കയ്യമ്മ ചുറ്റില്ല, ശീലം കിട്ടാനില്ല, നിവൃത്തിയില്ല. അതേസമയത്ത് കഫപ്പുടവ് കിട്ടാൻ ഒരു പള്ളി കൂടി പള്ളിയിലൊക്കെ ഉണ്ടാവും. ഒരു തോർത്തമുണ്ട് കിട്ടണ്ടേ? അപ്പോഴാണ് കാറിന്റെ മുമ്പിലുള്ള ഈ തോർത്തമുണ്ട് കണ്ടത്. അത് കീറിയിട്ടാണ് കർമ്മം നിർവഹിച്ചത്. മകളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് കാര്യം ഉണ്ടാവും, മരണം ചില സജ്ജനങ്ങൾക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ട് ആ ചാപ്പനങ്ങാടിക്ക് പോയതും സ്റ്റേജ് വെക്കാനും നിർബന്ധം പിടിച്ചതും മുണ്ടെടുത്ത് വെച്ചത്. ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് പരസ്യമായിട്ട് പറഞ്ഞത് മാനു മുസ്ലിയാരുടെ വഫാത്തിനെ കുറിച്ച്. ജനങ്ങളുടെ വേദനയോടെ ഇന്നാലില്ലാഹി ചൊല്ലി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളിൽ പ്രമുഖനായ അത്തിപ്പറ്റ ഉസ്താദ് തഹ്ലീലിന് നേതൃത്വം കൊടുത്തു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങൾ ഖൈറായ മനുഷ്യന്മാരെന്ന് നബി തങ്ങൾ പറഞ്ഞ മനുഷ്യന്മാർ തഹ്ലീൽ ചെല്ലാൻ തുടങ്ങിയാൽ അപ്പുറം ഒരു മനുഷ്യന് കിട്ടേണ്ട അതൊരു മനുഷ്യനെ ഇതിനകത്ത് എന്താ കൊടുക്കുന്നത്? മയ്യത്തിന് വന്നു ആ ഗ്രൗണ്ടിലേക്ക്. ആ മയ്യത്ത് സമ്മേളനം പിരിച്ചു വിട്ടിട്ടാണ് മരിച്ചതെങ്കിൽ ഈ ആളുകളൊക്കെ നാട്ടിൽ പോകും. പിന്നെ കരുവാരക്കുണ്ടൊക്കെ അവർ വരില്ല, നീണ്ട യാത്ര കഴിഞ്ഞു. ഇത് തിരുവനന്തപുരം മുതൽ പാറശാല, കർണാടക, കൊടക്, അതുപോലെ തന്നെ നമ്മുടെ നീലഗിരി അടക്കമുള്ള പല പ്രദേശത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചൊരു പ്രധാന പോയിന്റ്, കടപ്പുറത്താണ് യോഗം. ഇതുപോലെ മൈക്ക് നിൽക്കുമ്പോൾ കടലിന്റെ തൊട്ടടുത്ത സ്റ്റേജ് കാറ്റിങ്ങനെ അടിച്ചിട്ട് മൈക്കിലൂടെ ശരിക്കും ശബ്ദം കേൾക്കും. ഓർമ്മയുണ്ടോ എന്നറിയാം, ഭയങ്കര ശബ്ദം. മൈക്ക് നമ്മൾ പലപ്പോഴും ഓപ്പറേറ്ററോട് പറഞ്ഞു എന്തെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. ആ സാധു എന്ത് ചെയ്യാനാ കാറ്റടിക്കുന്നു? പ്രഭുവിനോട് കാറ്റടിച്ചിട്ട് നിൽക്കാൻ പറഞ്ഞവനെന്താവും? ശല്യല്ലേ? കാറ്റ് ഇത് അടിച്ചിട്ട് ശല്യപ്പെടുത്തിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വേറെ ശല്യം അവൻ ഫോൺ ചെയ്യുമ്പോൾ വേണ്ടാന്നറിയാന്നല്ല, കാറ്റടിക്കുന്നവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ ആ ഒരു സമീപനം നമ്മൾ അവിടെ നിർവഹിച്ചു. കാരണം കാറ്റ് സൈക്കിൾ മണലിങ്ങനെ പറക്കാം. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മാനു മുസ്ലിയാരുടെ മയ്യത്തന്നെ ഇറക്കി വെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ തക്ബീർ കിട്ടി നിസ്കാരം തുടങ്ങിയപ്പോൾ അറബിക്കടൽ അനങ്ങിയിട്ടില്ല. സലാം പറയുന്നവരെ അറബിക്കടൽ അനങ്ങി. നിങ്ങൾ ഓർമ്മിക്കുന്നോ എനിക്കറിയില്ല, കടൽ അനങ്ങിയില്ല. അള്ളാന്റെ ഭൂമിയിൽ അവൻ ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യന്മാര് മരിച്ചാൽ പ്രകൃതി കരയും.
ധിക്കാരികൾ മരിച്ചാൽ പ്രകൃതി കരയില്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്. ആരെക്കുറിച്ച്? ധിക്കാരികളായി ജീവിച്ചക്കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. അള്ളാഹുവിന്റെ ഭൂമുഖത്ത് ധിക്കാരികളായി കെട്ടിപ്പടുത്തുകൊണ്ട് അരുവികളും അതുപോലെ തോട്ടങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും നിർമ്മിച്ചവൻ മരിച്ചുപോയി. ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശഭൂമികൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല കേട്ടോ. എന്നാൽ അന്ന് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ മരിച്ചാൽ അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം കരയും, പ്രകൃതി കരയും, കടല് പോലും കരയും. അതാണ് അറബിക്കടല മയ്യത്ത് നിസ്കാരം കഴിയും വരെ ഒരു ഒച്ച പോലുമില്ല. കടൽ അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഞാൻ അങ്ങനെയാ കണ്ടത്, നിങ്ങളും അങ്ങനെ. അത് ആ മയ്യത്തിന്റെ സൊഫിൽ നിന്ന് നിസ്കരിച്ച ഒരു അറബി കവി കണ്ടു. അദ്ദേഹം അലവിക്കുട്ടി മൗലവി, അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അത് മനസ്സിൽ തട്ടിയിട്ട് മനസ്സിൽ തട്ടുമ്പോ കവിത വരും. ഇതൊരു അത്ഭുതമല്ലേ? ആ അജബ് കണ്ടു കവിത എഴുതി. ആദ്യത്തെ 4 വരി കവിത എഴുതിയിട്ട് എനിക്ക് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കേട്ടു അദ്ദേഹം പറഞ്ഞു ആ കവിത. പിന്നെ അദ്ദേഹം പല സ്ഥലത്തും അത് എഴുതി. മാ അഗ്ദ അൽ മൗജ ബഹറുൽ അർബി ഹൈറാന ഇദ മാ ജദം ബിഹാരിൽ ബീദി അർസാന. ആ വേദനിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് കേട്ട പപ്പണ മനപ്പാടായതാ. പിന്നെ ഞാൻ നോക്കിയിട്ട് കൂടിയില്ല. മാ അഗ്ദ അൽ മൗജ ബഹറുൽ അർബി ഹൈറാന. മാ അഗ്ദ അൽ മൗജ ബഹറുൽ അർബ്. അറബിക്കടലിന്റെ തിരമാലകളെ അടക്കി നിർത്തിയത് എന്താണ്? ഹൈറാന, പരിഭ്രാന്തമായല്ലോ കടല്. ഇത് മാ ജദം ബിഹാരിൽ ബീദി അർസാന. ബഹറുൽ ബീദ് എന്ന് പറയുന്ന വെള്ളക്കടൽ അഥവാ മുഅല്ലിമീങ്ങളുടെ കണ്ണിൽ കണ്ണുനീരാകുന്ന ഒരു കടല് അലയടിച്ചപ്പോ ഈ അറബിക്കടൽ എന്തുകൊണ്ട് വേദനയോടെ അടങ്ങി നിന്നു? മാതാജറത്ത് മിന്ദവാഗി ദഗ്രി മുഅ്ലിമതൻ ഫദ്ദഗ്റു മാലക ഖദ് അബ്കൈത ഇൻസാന. കാലമേ നീ എന്ത് വിക്രിയാണ് ചെയ്തത്? ഈ ജനങ്ങളൊക്കെ കരയാൻ മാത്രം എന്തുണ്ടായി? പ്രകൃതി പോലും കരയാൻ എന്ത് സംഭവിച്ചു? കവി ഭാവനയോടുകൂടി കാലത്തോട് ചോദിച്ചു. കാലം മറുപടി പറഞ്ഞതും കവി കുറിച്ചു അടുത്ത വരിയിൽ. എന്താ കാലം പറഞ്ഞത്? ഫദ്ദഗ്റു ഖാല ലിയശ്ഹുമുൽ ഹുമാമു ലഹും അമീനു ലജ്നതിഹിം സഈമുഹും ബാന. ഫദ്ദഗ്റു ഖാല ലി, കാലം എന്നോട് പറഞ്ഞു. ആ സമൂഹത്തിന്റെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ, അമീനു ലജ്നതിഹിം സഈമുഹും ബാന. ആ സമൂഹത്തിന്റെ പ്രഗൽഭനായ ഒരു പണ്ഡിതന്റെ മരണമാണ്. ഒരു പണ്ഡിതൻ മരിച്ചാൽ സമൂഹം കരയും, പ്രകൃതി കരയും, അള്ളാഹുവിന്റെ ഭൂമി പോലും കരയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതിലപ്പുറം എന്താ മുസ്ലിം കിട്ടേണ്ടത്? ആ ജനങ്ങളെ ദുആ മുഴുവൻ കിട്ടിയില്ലേ? അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഏറ്റവും എതിർപ്പ് സഹിച്ച മനുഷ്യനെ അന്ന് നന്നായി കൊണ്ടുപോയത് എന്തിനാ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരി നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. മദ്രസ ഉണ്ടാക്കി ഭിന്നിപ്പിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരായ ആളുകൾ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. പരലോകത്തുള്ള ഏർപ്പാടാണെങ്കിൽ വേണമെന്ന അഭിപ്രായം എനിക്കില്ല. അല്ല, ദുന്യാവുകളുടെ ഏർപ്പാടാണെങ്കിൽ നടത്താം. കച്ചവടം, ബിസിനസ് മാതിരി ദുന്യാവുകളുടെ ഏർപ്പാടാണെങ്കിൽ നടത്താം. പരലോകത്ത് അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിലബസ് പഠിച്ചിട്ട് ഒരു കുട്ടിയും പഠിച്ചു പോകില്ല. ഒരു കുട്ടി ഇത് പഠിച്ചാൽ ബോംബ് ഉണ്ടാക്കുന്ന ഒരു പേടികൾ പഠിക്കേണ്ട, അഖലാക്ക് പഠിച്ചാൽ മതി. പഠിക്കേണ്ട പഠിക്കാത്തോണ്ടാ നിങ്ങൾ വേണ്ടാത്ത നിങ്ങൾ ശാസ്ത്രത്തിന് അർത്ഥം പഠിച്ചപ്പോഴോ അൽഫ്യ പഠിച്ചപ്പോഴോ അവിടെ പ്രശ്നം. നിങ്ങൾ ദർസ് പഠിക്കുമ്പോൾ അതേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അത് ശ്രദ്ധിച്ചു. ഞാൻ ഇപ്പോഴതിന്റെ അർത്ഥം ഒന്ന് ആയത്തിൽ നോക്കിയത്. നമ്മളതിന്റെ കണക്കല്ലേ നോക്കലുള്ളൂ, അതിന്റെ അർത്ഥം നോക്കലില്ലല്ലോ. ഉസാണ്ടല്ലോ ചോദിച്ചു നോക്കി. നിങ്ങൾ പഠിച്ച മനുഷ്യന്മാരുള്ള അവരോട് ചോദിച്ചു, എന്നെ കണക്കാക്കണ്ട. അടുത്ത വിഷയം നിങ്ങൾ നോക്കുക. അടുത്തത് ഏറ്റവും കൂടുതൽ എതിർപ്പ് സഹിച്ച മറ്റൊരാൾ സെയ്ദ് ഉമർ അലി ശിഹാബായിരുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇവർ എഴുതിയതും പറഞ്ഞു വാശിക്കാരൻ തങ്ങൾ. നല്ല മനുഷ്യനെ, ദീന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വാശിക്കാരൻ തങ്ങൾ എന്ന് പറഞ്ഞ് തങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചു പലപ്പോഴും. ആ മഹാനായ മനുഷ്യൻ അവർക്ക് ക്ഷമിച്ചു. പക്ഷെ അതൊക്കെ സംഘടനയ്ക്ക് വേണ്ടി നിലകൊണ്ടു ധീരമായി സംഘടനയെ പ്രചരിപ്പിച്ചു. ആ മഹാനായ മനുഷ്യന്റെ മരണം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹം എത്രയോ മുൻകൂട്ടി കണ്ടു. ചില നല്ല മനുഷ്യന്മാർക്ക് മരണം മുൻകൂട്ടി കാണാൻ പറ്റും. ഒരുപാട് തെളിവുകളുണ്ട് മരണം മുൻകൂട്ടി കാണും ചില ആൾക്കാർ. ഓർമ്മ, ഒരു മുർഷിദായ ശൈഖാണെങ്കിൽ തന്റെ ശിഷ്യന്റെ മരണം പോലും മുൻകൂട്ടി കാണുന്നു. ഒരു മുർഷിദായ ശൈഖിന് തന്റെ ശിഷ്യന്റെ മരണം മുൻകൂട്ടി കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മമ്പുറത്ത് തങ്ങൾ വലിയതായി കുത്തുബ് സമാൻ അല്ലാഹു അദ്ദേഹത്തിന്റെ ഹക്ക് കൊണ്ട് നമ്മളെ കാക്കുമാറാവട്ടെ. മമ്പുറത്ത് തങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു മുരീദിന്റെ കൊടിഞ്ഞേലി. ആ മുരീദിന് ഒരു ദിവസം മമ്പുറത്തെ തങ്ങൾ ഒരു പൊതി കൊടുത്തയച്ചു വേറൊരു മുരീദിന്റെ കയ്യിൽ. ഒരു ശിഷ്യന്റെ കയ്യിൽ വേറൊരു ശിഷ്യന് പൊതി കൊടുത്ത് കൊണ്ടിട്ട് അവിടെ കൊടുക്കുക. മമ്പുറത്തെ തങ്ങളെ മമ്പുറത്തുള്ള ഒരു ശിഷ്യന്റെ കയ്യിൽ ഈ പൊതി കൊണ്ടിട്ട് കൊടുക്കുക. കൊടിഞ്ഞിൽ ഇന്ന ആൾക്ക് ആ മുരീദിന് കൊടുക്കാൻ പറഞ്ഞു. ഈ സാധു ഇത് വാങ്ങിയിട്ട് സാധു അങ്ങനെ ആടിപ്പാടി രാവിലെ കൊടുത്തു. ഇയാളിങ്ങനെ പോയി ഇങ്ങനെ ആടിപ്പാടി പോയി വൈകുന്നേരം എപ്പോഴും അവിടെ എത്തി. പെട്ടെന്ന് പോകാനുള്ള സ്ഥലമുള്ള കൊടിഞ്ഞു. ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ ഹൗലായി ചെന്ന് വൈകുന്നേരം അസന്റെ ശേഷം ഇയാളിങ്ങനെ ചെന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലൊരു ബഹളം. ഓടിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം? ആർക്കാണോ ഈ പൊതി കൊടുക്കാൻ പറഞ്ഞത് ആ മുരീദ് മരിച്ചു കിടക്കുക. അപ്പോഴും മരിച്ചു. സുബ്ഹാനല്ലാഹ്, ഇയാളാകെ ബേജാറായി. ഇയാളാ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിന്ന് ഈ പൊതി പിടിച്ചിട്ട് പൊട്ടിക്കരി.
കാരണം മമ്പുറത്തെ തങ്ങൾ കൊടുക്കാൻ പറഞ്ഞ സാധനം കൊടുക്കാൻ പറ്റില്ലല്ലോ, രാവിലെ തന്നിട്ടുണ്ടോ, കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. ഒപ്പളരെ മരിച്ചത് ഇയാൾ കരയുണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയണ, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താ കയ്യിൽ വെച്ചു? അപ്പൊ മമ്പുറത്തെ തങ്ങൾ ഒരു സാധനം മുമ്പിൽ കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്ത് തന്നിരുന്നു, രാവിലെ തന്നിട്ടുണ്ട്, കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ വൈകിപ്പോയത്, അപ്പൊ മരിച്ചല്ലോ പഠിച്ചോളൂ, എന്താ തങ്ങളോട് പറയാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഏതായാലും നിങ്ങൾ കൊണ്ടുവന്നല്ലോ സാധനം വാങ്ങി, എന്താന്ന് ആർക്കും അറിയില്ല. നല്ലോണം പൊളിഞ്ഞ് മുറുക്കി വെച്ച് പൊളിച്ചു നോക്കുമ്പോ 2 കവൻ തുണിയാണ്. അതിപ്പോ തന്നെ എത്തേണ്ട അവിടെ, അത് വൈകിയെത്തിയാ മതി. രാവിലെ കൊടുത്തിട്ട് മൂപ്പരെ ബേജാറാക്കണ്ടാവും. അവനപ്പം രാവിലെ കൊടുത്താൽ സാധനം പേടിണ്ടാവും, എന്തിനാ പറഞ്ഞ കവൻ തുണി കൊടുത്തയച്ചു മരിച്ചിട്ട് എത്തിയാൽ മതി. പക്ഷെ രാവിലെ തന്നെ ഇയാൾ വൈകുന്നേരം മരിക്കുന്നെങ്ങനെ തങ്ങളറിഞ്ഞ, ഇയാളെങ്ങനെ വൈകിയത്, അതൊക്കെ അറിയാനുള്ള കഴിവ് തങ്ങൾക്ക്. ആ കഫൻ തുണി കൊടുത്തപ്പോൾ ഒരു അന്തം വിട്ടുപോയി. ഈ രാവിലെ കൊടുത്തയച്ച കഫൻ തുണി ആള് മരിച്ചത് അസറിന്റെ ശേഷം, എത്തിയത് അസറിന്റെ ശേഷം. ഇതാണ് അള്ളാഹു ചില മനുഷ്യന്മാർക്ക് ചില കഴിവുകൾ. ഉമർ തങ്ങൾക്ക് ശരിക്കും തന്റെ മരണം അറിഞ്ഞതുകൊണ്ടല്ലേ പാണക്കാട്ട് മദ്രസയിലെ സദർ മുഅല്ലിം പറഞ്ഞങ്ങളും വായിച്ചു സ്മരണയിലുണ്ടല്ലോ. പാണക്കാട്ടെ മദ്രസയിലെ സദർ മുഅല്ലിം വ്യാഴാഴ്ച 11 മണിക്ക് മദ്രസ പൂട്ടിയിട്ട് നേരെ കൊണ്ടിട്ട് പരിസരത്തിന്റെ കണക്ക് കൊടുത്ത് തങ്ങളെ കണക്ക് വാങ്ങാറുണ്ട്. വീട്ടിൽ ചെന്ന് കണക്ക് കൊടുത്തപ്പോ തങ്ങൾ നോക്കി ശരി പോയിക്കൊള്ളിയാ. ഇറങ്ങുമ്പോ ഇയാൾ വെറുതെ പറഞ്ഞതാ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ തങ്ങളെ ചേളാരിന്ന് പൊതുപരീക്ഷന്റെ പേപ്പർ വന്നിട്ടുണ്ടോ, അതിൽ നിങ്ങളെ ഒപ്പുണ്ടെന്ന് ഞാൻ കൊണ്ടുവരേണ്ടി തിരിച്ചു വിളിച്ചു കൂടെ വരാൻ വലിയ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. അപ്പൊ അയാൾ പറഞ്ഞു, തങ്ങളെ ഇഷ്ടം പോലെ സമയമുണ്ട്, ഞാൻ പറഞ്ഞു നേടൂ, ഇന്നെ ഒപ്പിടൊന്നും വേണ്ട, ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. അപ്പൊ ഇയാൾ പറഞ്ഞു, തങ്ങളെ വ്യാഴാഴ്ച ഞാൻ മദ്രസ പൂട്ടി നാട്ടിൽ പോകണേ, നാളെ വെള്ളിയാഴ്ച ഇനി ശനിയാഴ്ച വരുള്ളൂ, ശനിയാഴ്ച വന്നിട്ട് കൊണ്ടുവന്നാ പോരെ ചോദിച്ചു. ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ നല്ലത്. ഇനി 3 വട്ടം ഒരേ സമയത്ത് തന്നെ പറഞ്ഞു. ഇയാൾ ബേജാറായി നേരെ പോയി. തങ്ങൾ ദേഷ്യത്തിലാന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് കൊടുത്ത് ഉൾപ്പിടിച്ച് മദ്രസ കൊണ്ടുവച്ചു. ബസ് പോകുമ്പോൾ ഇയാൾ ചിന്തിച്ച് പഠിച്ചു, എന്തിനപ്പം തന്നെ തങ്ങൾ ചെയ്യിച്ചു, ഇത്ര വാശി, എത്ര ദിവസം ഞാൻ ബാക്കി. അയാൾ നാട്ടിൽ പോയി. രാത്രി 9:30 മണിയായി കഴിഞ്ഞ മറുപടി 9:30 മണിക്കായി ഫോൺ വന്നു, തങ്ങൾ മരിച്ചിരിക്കും, ശനിയാഴ്ച ഒപ്പിടാൻ ഞാൻ ഉണ്ടാവില്ല എന്നല്ല, ഞാനാണ് ഒപ്പുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒപ്പിടാന്ന്. വേറെ ആളെ കൊണ്ട് ഇരിക്കുന്നോണ്ട് തങ്ങൾ കുഴപ്പമില്ല. അപ്പൊ ശനിയാഴ്ച ഒപ്പിടാൻ ഞാൻ ഉണ്ടാവില്ല എന്നതിന്റെ അർത്ഥം എന്താ, മുൻകൂട്ടി മരണം കണ്ടു. അത് തഫ്സീറിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തഫ്സീർ, പ്രത്യേകിച്ച് ഹാഫിദ് ഇബ്നു കസീർ തങ്ങൾ ഒരായത്തിന്റെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്, അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. ആ ആയത്തിന്റെ തഫ്സീർ ഒന്ന് പഠിച്ചാൽ മതി. ഓഹും റൈഹാനുമായി മലക്കുകൾ നേരത്തെ ഇറങ്ങി വരും, സുഗന്ധം അവന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചു കൊടുക്കും, അറിയാതെ ഊഹൻ പിടിക്കും നല്ലൊരു മരണം. അല്ലാഹു അത്തരം മരണം നമുക്ക് നൽകുമാറാവട്ടെ. സൽമാൻ ഫാരിസി തങ്ങൾക്ക് ആ മരണം കൊടുത്ത്, സൽമാൻ ഫാരിസി തങ്ങൾ വീട്ടിൽ മരിക്കാൻ, ആ മരിക്കുന്നുള്ള രോഗമൊന്നുമില്ല, സാധാരണ രോഗം, അപ്പൊ മരിക്കാനുള്ള ലക്ഷണമൊന്നുമില്ല. അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജലൗല യുദ്ധം കഴിഞ്ഞപ്പോ കൊണ്ടുവന്ന ആ പൊതിയില്ലേ, അതിന് കുറച്ച് സുഗന്ധം ഉണ്ടായിട്ട് കൊണ്ടുവരും. ഭാര്യ സുഗന്ധം കൊണ്ടുവന്നു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും ഇവിടെ തെളിക്ക്, എന്നിട്ട് വാതിലടച്ച് പുറത്ത് നിൽക്കുന്ന സുഗന്ധം തെളിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ പുറത്ത് നിൽക്കണേ, രോഗിയായി കിടക്കുന്ന ഭർത്താവിന്റെ മുമ്പ് ഭാര്യ എന്തിനാ പുറത്തു പോകണം, ഭാര്യ പുറത്തോണ്ട കാര്യമില്ലല്ലോ. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ എന്തായാലും ചോദിക്കും, എന്തിനാ ഞാൻ പുറത്തു പോകണമെങ്കിൽ സുഗന്ധം അടക്കും, അങ്ങനെയല്ലേ. സ്നേഹമില്ലാത്തതിനും ഗുരുത്തം കെട്ടപ്പെടും കാണി കഴിച്ചിട്ട് പോകും ചെയ്യും. അത് പറയാം. സ്വാഭാവികമായും ഈ ചോദ്യം ചോദിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു, ഫഇന്നഹു യഅ്തീനി സുവാർ, ചില സന്ദർശകർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, യജിദൂന റീഹ വലാ യഅകുലൂന തുആം, അവർക്ക് ഈ വാസന ഇഷ്ടമാണ്, ഭക്ഷണം അവർക്ക് വേണ്ട, ഈ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, അതിഥികൾ വരുന്നുണ്ട്. അപ്പൊ ഭാര്യക്ക് മനസ്സിലായി, മലക്കുകൾ, ബുദ്ധിയുള്ള ആളെ ഭാര്യ മലക്കുകളാണെന്ന് മനസ്സിലായി. വാതിലടച്ച് പുറത്തു പോയി, മലക്കുകളല്ലേ വന്നോട്ടെ. മലക്കുകൾ വരുന്ന വിവരം പറഞ്ഞപ്പോ ഭാര്യ പുറത്തു പോയി അവരുടെ ജോലിയൊക്കെ നോക്കി തിരിച്ചു വന്ന് വാതിൽ മുട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഫലമ്മാ ദഖലത്ത് ബഅദഹീൻ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നു നോക്കുമ്പോ കണ്ട കഥ എന്താ, മുട്ടിയിട്ട് കേൾക്കുന്നില്ല, വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. വാതിലങ്ങട്ട് തുറന്നിട്ട് ഫലമ്മാ ദഖലത്ത് ബഅദഹീൻ, വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് അങ്ങ് ചാടി കയറിയപ്പോൾ ഫഇദാ റൂഹുൽ മുബാറകത്തു ഖദ് ഫാറഖത് ജസദഹു വ ദുനിയാഹു, അനുഗ്രഹീതമായ റൂഹ് വിട്ടിട്ട് ദുന്യാവും ശരീരവും വിട്ട് റൂഹ് പോയിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന പുഞ്ചിരിച്ചിട്ട് നല്ല സുന്ദരമായ ചിരിയോടുകൂടി മരിച്ചിങ്ങനെ കിടക്കുക. എങ്ങനെ ഈ മലക്കുകൾ വരുന്ന വിവരം അദ്ദേഹം നേരത്തെ അറിഞ്ഞത്? അള്ളാഹ് നല്ല മനുഷ്യന്മാർക്ക് അങ്ങനെയാണ് ഉമർ അലി ശിഹാബ് തങ്ങൾ മരിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന്റെ മരണം നേരത്തെ അറിയിപ്പ് കൊടുത്തു. 2 മണിക്ക് മരിക്കുന്ന 2 മണിക്ക് ശിഹാബ് തങ്ങളെ ജേട്ടനെ വീട്ടിൽ ഇങ്ങോട്ട് വിളിച്ചു. ജേട്ടനെ വീട്ടിൽ അങ്ങോട്ട് പോലാ പതിവ്, ഇങ്ങോട്ട് വിളിച്ചു. അടച്ചിട്ട റൂമിൽ എന്തൊക്കെയോ ചർച്ച ചെയ്തു. അപ്പോഴൊന്നും രോഗമില്ല, ഒരു രോഗമില്ല, ഒന്നും അനുഭവിക്കുന്നില്ല. അർബുദ രോഗം ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ പള്ളിയുടെ കണക്കും മറ്റും കാര്യങ്ങളൊക്കെ പുസ്തകമൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. എല്ലാ കാര്യവും ചെയ്തു. വൈകുന്നേരമായ മഗ്‌രിബിന്റെ സമയമായപ്പോൾ ശരീരം ഉയർത്തി. ഹാർട്ടിന്റെ മിടിപ്പിന് വ്യത്യാസം.
ഹാർട്ട് അറ്റാക്കുള്ള മരണ കാരണം അർബുദമല്ലല്ലോ. അപ്പൊ അദ്ദേഹം വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് ആ വിയർത്ത് കൊണ്ട് തന്നെ തന്റെ ഓഫീസ് മുറിയിൽ നിന്ന് ദ്വാരം. നിരവധി ആളുകൾക്ക് വേണ്ടി ദ്വാരം, തങ്ങൾ തനിക്ക് വേണ്ടി കുടുംബക്കാരെ കൂട്ടി ദ്വാരം, ആശുപത്രിക്ക് ഇറങ്ങി തന്റെ സ്വീകരണ മുറിയിൽ വെച്ച് ആയിരങ്ങൾക്ക് ദ്വാരം കൊടുത്ത് തങ്ങൾ അവിടുന്ന് ദ്വാരം ആർക്കില്ല, ആയിരം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ മരുന്ന് ഷാപ്പ്, നാടൻ മരുന്ന് ഷാപ്പ് പാണക്കാട് തങ്ങൾ മുന്നിൽ മുത്തപ്പ തങ്ങളോട് ചോദിച്ചാൽ മുത്തപ്പയാണ് കൈയടിച്ച് കൊണ്ടുപോകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കയറി പിന്നെ മുണ്ടിയിട്ടില്ല. ആ ശബ്ദം തന്നെ ആശുപത്രിയിൽ നിന്നും ശബ്ദിച്ചിട്ടില്ല. പിന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശേഷം ഒന്നും മുണ്ടിയിട്ടില്ല. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിക്കും മുത്തപ്പ തങ്ങൾ കണ്ടു, എല്ലാവരും അനുഭവിച്ചു. ഒരു ദ്വാ അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയാണ് പാണക്കാട് തങ്ങൾ പോയത്. ശുഭകരമായ മരണം. എതിർത്തവരൊക്കെ നല്ല നിലക്കാ പോയത്. നമ്മുടെ നേതാക്കൾ അങ്ങനെ. നിങ്ങൾക്കറിയില്ലേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട നമ്മുടെ മഹാനായിരുന്ന സമസ്തയുടെ പാർണൂർ ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, തലേ ദിവസം ഭാര്യ കുളിപ്പിച്ച് താടിയൊക്കെ ചീകി കൊടുത്തു. ഭാര്യന്റെ മുഖത്ത് നോക്കി അദ്ദേഹം ഓതുക, ഫഅമ്മല്ലദീന ബിയദ്ദത വുജൂഹുഹും ഫഫീ വജ്ഹില്ലാഹി ഫഫീ റഹ്മത്തില്ലാഹി ഹും ഫീഹാ ഖാലിദൂൻ. ഭാര്യന്റെ മുഖത്ത് നോക്കി ഭർത്താവ് ഓതുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ഭാര്യ താടി ചീകുന്നു. അപ്പൊ കാര്യമായ പ്രശ്നമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ രോഗം വന്നു, ആശുപത്രി കൊണ്ടുപോയി. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അതേ ബെഡ്മ കൊണ്ടുവന്നിട്ട് മയ്യത്ത കട്ട 24 മണിക്കൂർ മുമ്പ് ഓതിയ ആയതല്ല, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന അള്ളാഹുവിന്റെ ആ മഹാന്മാരായ നല്ല മനുഷ്യന്മാർക്ക് വന്ന ഗുണത്തെ കുറിച്ച് നോക്കുക. അറമ്പറ്റിയ പോലെ എങ്ങനെ അദ്ദേഹത്തിന് 24 മണിക്കൂർ മുമ്പ് വിവരമുണ്ടായിരുന്നു? അതല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖിദ്മത്ത് ചെയ്ത ആൾക്ക് അവരെ സബർ, അവരെ ക്ഷമ, അവർ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനിപ്പോ 2 ദിവസം ആർമിയ ഉസ്താദ് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ, മുഷാവറ പറയുന്ന സമയത്തിന് വലിയൊരു മുഷാവറ പറയും. നിങ്ങൾക്ക് പരിചയമാണ്, മലബാറിൽ അദ്ദേഹം ഒതുങ്ങി ജീവിച്ച ആളാണ്, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് അദ്ദേഹം പൊട്ടിയിട്ട് കമ്പിയിട്ടിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടന്നു. ഹോസ്പിറ്റലിൽ അദ്ദേഹം ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കാല് എന്തോ ചെരിഞ്ഞപ്പോ ഒന്ന് മറിഞ്ഞു. കമ്പിട്ട കാല് ചെരിഞ്ഞാലെങ്ങനെ ഉണ്ടാവും? മജ്ജക്കുള്ളിൽ കിടക്കുന്ന ഈ കമ്പി വല്ലാത്ത വേദന ഉണ്ടാവും. പൊളഞ്ഞു പോയി. അദ്ദേഹം ഉറക്ക കരഞ്ഞപ്പോ എല്ലാവരും കൂടി കരഞ്ഞു കഴിഞ്ഞു. ആ നേരെ വേദന മാറി. യാതൊരു തരത്തിലും ഒരു അസ്വാരസ്യം പ്രകടിപ്പിച്ചില്ല അദ്ദേഹം. പിന്നെ ആ കരഞ്ഞതിന് ശേഷം കൈ പൊന്തിച്ച് ഉറച്ച ദ്വാരം അറിയും, പടച്ചോനെ ദുന്യാവിൽ വെച്ച് ഇന്നെ എത്രയും വേദനയാക്കിക്കോ, ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോ ഇന്നെ വേദനിപ്പിക്കാൻ ഞാൻ മതി. അതൊരു ദ്വാ. നമ്മളാണെങ്കിൽ എന്താ പറയാ, പടച്ചോനെ എങ്ങനെ ഇടങ്ങാറാക്കണമെന്നാ ചോദിച്ചു. അതോടുകൂടി പടച്ചോന്റെ റഹ്മത്ത് നമ്മൾ ഉണ്ടാകില്ല. അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോ അയ്യൂബ് നബി ക്ഷമിച്ച് അവസാനം ഗത്യന്തരല്ലാതെ നാമക്ക് പൊടി കയറിയപ്പോ ഒരു വാക്ക് പറഞ്ഞു, പടച്ചോനെ ഈ അർഹമുർ റാഹിമീനാണല്ലോ പരാതി എന്ന മാതിരി ഉസ്താദ് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് വരുമ്പോ ഇന്നെ എത്രയും സന്തോഷത്തോടു കൂടി കാണണം, ഇപ്പൊ ഇന്നെ എത്ര ബുദ്ധിമുട്ടിച്ചാലും വേണ്ടില്ല. ആ രീതിയിലുള്ള മഹാനവരുടെ വാചകത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അള്ളാഹു അത്തരം മഹാന്മാരെ കൂടെ നമ്മളെ ആക്കി തന്ന ഭാഗ്യമാണ്. പടച്ചറപ്പ് കബൂലാക്കുമാറാവട്ടെ. നമ്മളൊക്കെ പരസ്പരം ദുആ ചെയ്യേണ്ട ആൾക്കാരാണ്. അതാവട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണം. നമ്മളെ നേതാക്കളൊക്കെ പോയത് നല്ല വഴിക്കായി, നമ്മൾ അവരെ കൂടെ ആവാൻ ശ്രമിക്കണം. അതാണ് കൂനൂ മഅസ്വാദിഖീൻ. നല്ലവരെ കൂടെ നിൽക്കുന്ന നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കൊന്നും വേണ്ട. പക്ഷെ സമസ്തന്റെ ആനിമീങ്ങളുടെ കയ്യിൽ ഒരു കുഴപ്പവും നമ്മൾ കണ്ടിട്ടില്ല. ഈ പുസ്തകം അവർ സൃഷ്ടിച്ചതാ, ഈ സിലബസ് അവരുണ്ടാക്കിയതാ, നമ്മുടെ വാപ്പ പഠിച്ചതാ, ഉപ്പാപ്പ പഠിച്ചതാ, നമ്മളെല്ലാവരും പഠിച്ചോട്ട് ആരും പഠിച്ചു പോയിട്ടില്ല. സമസ്തന്റെ മദ്രസയിലെ ഇന്ന സിലബസ് പഠിച്ചിട്ടാ ഞാൻ കള്ളനായതെന്ന് ഒരാൾ ഇതുവരെ പറഞ്ഞു. സമസ്തന്റെ മദ്രസയിലെ ഇന്ന പുസ്തകം പഠിച്ചിട്ടാ ഞാൻ കള്ളുകൂടിയനായതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ആക്ഷേപം ഇവിടെ ഇതുവരെ ഉണ്ടായില്ല. മഹാന്മാരുടെ ബർക്കത്തും കൂടി അതിനുണ്ട്. ആ ബർക്കത്തുള്ള സിലബസ് പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം കൊടുക്കുക. തെറ്റിദ്ധാരണയാൽ പോയ ആളുകൾ തിരുത്താൻ ശ്രമിക്കാം. മഹലിന്റെ എത്ര മനോഹരമായിട്ടാണ് മാഷ് ഇവിടെ പറഞ്ഞത്. ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല, വേദനിപ്പിച്ചിട്ട് കാര്യമില്ല. കൂട്ടരെ ഒറ്റ കാര്യം കൂടി അവസാനമായി പറയട്ടെ. നമ്മൾ തർക്കിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ മഹാരാജ്യത്ത് ഈ ദേശത്തിന്റെ മോചനത്തിന് വേണ്ടി രക്തവും ജീവനും കൊടുത്ത കൗമാരമാണ് ഇന്ന് നമ്മൾക്ക് ഈ സമൂഹത്തിൽ ജീവിതം ദുസ്സഹമാകും. ഒരു പരീക്ഷ എഴുതാൻ ഒരു പെൺകുട്ടി തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, പരീക്ഷ എഴുതുമ്പോൾ തലമുണ്ടൊന്ന് തുറന്നിട്ടാൽ എന്താ കുഴപ്പമെന്ന് കോടതി ചോദിച്ചാൽ, തീ തുപ്പുന്ന പ്രസംഗങ്ങളുമായി മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ചിലർ പറയും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളുമായി സൗഹൃദത്തോടെ ജീവിക്കുന്ന അതുപോലും തകർത്ത് നാളത്തെ ഇന്ത്യയിൽ നമുക്ക് ജീവിതം പോലും ദുസ്സഹമാകുമോ എന്ന് പേടിപ്പിക്കപ്പെടുന്ന ചലനങ്ങളാണ് നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ സമയത്താണ് നമ്മൾ ഉള്ള മദ്രസ പൊളിച്ച് വേറുണ്ടാക്കണേ. നമ്മൾ തന്നെ തിരുത്തും. എനിക്കറിയാം ഇതൊന്നും അധിക കാലം പോകൂല. കാരണം നമുക്ക് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ നമ്മുടെ വിഷയത്തിൽ ബേജാറാകേണ്ട സമയം വരാൻ നമുക്ക് തർക്കിക്കാൻ നേരം ഉണ്ടാവില്ല, മറുപടിക്ക് മറുപടി പറയാൻ നേരം ഉണ്ടാവില്ല. ന്യായമായ കാര്യമുണ്ട്. ചിന്തിക്കണം. ഇനിയിപ്പോ ഞാൻ എന്ന് പ്രസംഗിക്കും, നാളെ വേറൊരാൾ പ്രസംഗിക്കും, മറ്റന്നാൾ വേറൊരാൾ പ്രസംഗിക്കും. എന്താണ്ടാവുക? ന്യായമല്ല പ്രശ്നം. ന്യായം പറയാൻ ആർക്കും പറ്റും.
ന്യായം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ന്യായത്തിന്റെ അപ്പുറത്തൊരു സത്യം ഉണ്ടാവും. ഈ സത്യം കണ്ണിയത്ത് ശംസുലമ, അതിലപ്പുറം വേറെ ആരുമില്ലല്ലോ. പാണക്കാട് കുടുംബത്തിന്റെ കൂടെ അല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ എവിടെ നിൽക്കണം അവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു കേൾക്കണ്ട. ന്യായം ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും, എന്നെക്കാൾ പ്രസംഗിക്കാൻ കഴിയുന്ന വേറെ ന്യായം പറയും. ഓരോ മനുഷ്യനും അവനാന്റെ ന്യായം ഉണ്ടാവും. പണ്ടൊരു തമാശ കഥ പറയും, ന്യായം പറഞ്ഞാൽ എല്ലാവരും ജയിക്കും. ഈ 5 വിരല് തമ്മിൽ പണ്ട് തർക്കിച്ചു. വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു, വമ്പൻ ഞങ്ങളിൽ ആരെന്നായി. ആരാ വമ്പെന്നാ തർക്കം? കവി പറയാ, വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു, വമ്പൻ നമ്മളിൽ ആരെന്നായി. പെരുവിരലോതി തടി നോക്കുമ്പോൾ വമ്പൻ നിങ്ങളിൽ ഞാനല്ലോ. എടാ എന്റെ അത്ര തടി ആരാണ്? ഞാനാ യോഗ്യനായി വിരല് പറഞ്ഞു. ശരിയല്ലേ തടി? അപ്പൊ ഈ ചൂണ്ടുവിരല് പറഞ്ഞത്രേ, മിണ്ടാതിരിയടാ എന്തും നന്നായി ചൂണ്ടിക്കാട്ടാൻ ഞാനല്ലേ. ചൂണ്ടിക്കാട്ടാൻ അങ്ങനെ പറ്റില്ല, എങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടണമെങ്കിൽ ചൂണ്ടുവിരല്. അപ്പൊ ഈ വിരല് പറഞ്ഞത്രേ, ഉയരം കൊണ്ട് എന്നൊപ്പം നിൽക്കാൻ വമ്പൻ നിങ്ങളിൽ ആരുണ്ട്? ഏറ്റവും ഉയരം ഈ വിരല. അപ്പൊ ചിലർ തപ്പിയൊക്കെ ഏത് വിരല? അവനാന്റെ വിരല ഏതാ വരുന്ന? അവനെന്നെ തപ്പുണ്ട് അവനാന്റെ വിരല്. അതെന്നെ നമുക്ക് കുഴപ്പം. ഈ വിരലാണ് ഏറ്റവും വലുത്. വലുപ്പത്തിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മൂപ്പരും ജയിച്ചു. ഇയാളാ ഇസ്ലാമികമല്ലെങ്കിൽ കവിത, മലയാള കവി ആയതുകൊണ്ട് കവി പറയാം, മോതിരമണിയാൽ നിങ്ങൾ നേട്ടം കൊയ്തവൻ ഞാനല്ലോ. മോതിരമണിയാൽ നേട്ടം കൊയ്തവൻ നിങ്ങളിൽ ഒരുവൻ ഞാനല്ലോ. ഇസ്ലാമികമല്ല എങ്കിലും മൂപ്പർ അങ്ങനെ. അപ്പൊ ഇതും ഇനിയിപ്പോ ഇയാളാ ഈർക്കിളി എന്താ ചെയ്യാ? എല്ലാരും ന്യായം പറഞ്ഞു. ഇയാൾ എന്ത് പറയും? കൗതുകത്തോടെ നോക്കി. അപ്പോഴാണ് ഇയാൾ പറഞ്ഞത്, എല്ലാരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? എല്ലാ പേരും കൈകൂപ്പുമ്പോൾ മുന്നിൽ നിൽക്കുക ഞാനല്ലോ. കൈ കൂപ്പും 1-ാം സോപ്പിൽ മൂപ്പരുണ്ടാവും. ഇങ്ങനെ കൈ കൂപ്പാൻ പറ്റും. മൂപ്പരും ജയിച്ചു. ആരാ തോൽക്കുക? ആരും തോൽക്കൂല. നിങ്ങൾ കൊല്ലങ്ങളോടെ യോഗ നടത്തിയാൽ ആരും ജയിക്കൂല. പക്ഷെ സത്യം എന്ന ഒന്നതിന്റെ ഇടയ്ക്കുണ്ട്, അതെന്നെ ഇട്ടേച്ചു. അതുകൊണ്ട് മറുപടി പറഞ്ഞിട്ടോ യോഗം നടത്തിയിട്ടോ പ്രസംഗിച്ചിട്ടോ വെച്ച് വിജയിപ്പിക്കാൻ പറ്റില്ല. സത്യം എന്ന ഒന്ന് ആ ഹക്കിന്റെ ഒപ്പം നിൽക്കുക. പാരമ്പര്യത്തിന്റെ മുമ്പിൽ വാപ്പാനേക്കാൾ പ്രസംഗിച്ച് മകന് ജയിക്കാം. ജേട്ടനേക്കാൾ 5 ചിലപ്പോൾ എടുക്കണോ. പക്ഷെ അതുകൊണ്ടൊന്നും ജേട്ടൻ അല്ലാതാവൂല, ബാപ്പ ഇല്ലാതാവൂല. ആ ഒരു അദബും അച്ചടക്കവും കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒറ്റക്കെട്ടായി പഴയ കാലം പോലെ മുന്നോട്ട് പോകാൻ റബ്ബ് സഹായം നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടി ചെറിയൊരു പ്രാർത്ഥന നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കൂടിയതുപോലെ അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്തിൽ നമ്മൾ ഒന്നിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 10 സ്വലാത്ത് ചൊല്ലിട്ടാണ് നമ്മുടെ ദ്വാരക ഈ മുസീബത്തൊക്കെ മാറിക്കിട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ നമ്മളിലേക്ക് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നാളത്തെ ഇന്ത്യയിലെ ഫാഷനിസം നേരിടാൻ, ഭീകരതയെ നേരിടാൻ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ടി വരും. മക്കളെ, നമുക്കൊന്നും ഭിന്നിക്കാൻ നേരില്ല. ആ കാലത്ത് കഴിഞ്ഞു പോയി. നമ്മുടെ ഇന്ത്യയിൽ പുതിയ ചലനങ്ങളാണ് കേൾക്കുന്നത്. അള്ളാഹു നമുക്ക് രക്ഷ പകർന്നു തരുമാറാവട്ടെ. എല്ലാ ജാതി മതസ്ഥരോടും സൗഹൃദത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഒരു 10 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇരുന്നോളി, കമിയ തൽക്കാലം നമുക്കറിയില്ല. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وزد وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اشرح بالصلاة عليه صدورنا ويسر بها أمورنا وفرج بها همومنا واغفر بها ذنوبنا واقض بها ديوننا واصلح بها أحوالنا وبلغ بها آمالنا
وتقبل بها توبتنا واغسل بها حوبتنا وانصر بها حجتنا وطهر بها ألسنتنا وآنس بها وحشتنا وارحم بها غربتنا واجعلها نورا بين أيدينا وعن خلفنا وعن أيماننا وعن شمائلنا ومن فوقنا ومن تحتنا وفي حياتنا وموتنا وفي قبرنا وحشرنا ونشرنا وظلا في القيامة على رؤوسنا وثقل بها موازين حسناتنا وادم بركاتها علينا حتى نلقى نبينا وسيدنا محمدا صلى الله عليه وسلم. അർഹമുറാഹിമായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ ഹഖ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ സർവ്വവിധ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ദോഷങ്ങളെ പൊറുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ ഓരോരുത്തരിലുമുള്ള രോഗങ്ങൾക്ക് നീ ശിഫാഇനെ തരണേ റബ്ബേ. മാരകമായ രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. അപകട മരണങ്ങൾ ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാഹ്. ശരീരം കീറിമുറിക്കപ്പെടുന്ന രോഗം നൽകല്ല തമ്പുരാനെ. ക്യാൻസർ പോലെ, കിഡ്നി രോഗം പോലെ, ഹൃദ്രോഗം പോലെ സമ്പത്തും ശരീരവും ഒരുപോലെ നശിപ്പിക്കുന്ന മനുഷ്യനെ പാപനാക്കുന്ന രോഗം നൽകല്ല തമ്പുരാനെ. ദീർഘനാൾ രോഗിയായി കിടന്ന ബന്ധുക്കൾ കറപ്പായി വെറുപ്പായി ഇതൊന്ന് മരിച്ചു കിട്ടണമെന്ന് അവർ കരുതും വിധം മറ്റൊരാൾക്ക് ഭാരമാക്കി ഞങ്ങളെ കിടത്തി നരകിപ്പിക്കല്ല തമ്പുരാനെ. ചെറുപ്പത്തിൽ അപകടം പറ്റിയോ പ്രായമേറെയായോ അങ്ങനെ ഒരു കിടത്തം ഞങ്ങളുടെ വിധിയിലുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അത് ഖൈറാക്കി മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കി റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളും ആ ഖബറിലേക്ക് വരുമ്പോ ഖബർ ഞങ്ങൾക്ക് പ്രകാശപൂരിതമാക്കി തരണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബജീവിതം ഖൈറാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഇണകളെ നീ തെരഞ്ഞെടുത്ത് തരണേ റബ്ബേ. പടച്ചവനെ, ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിംകൾക്കെതിരെ പല നിയമങ്ങളും വരുന്നു. പടച്ചവനെ, അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ തമ്പുരാനെ. ദീനിന്റെ ഇസ്സത്ത് അടിയറ വെക്കേണ്ട ഗതി സൃഷ്ടിക്കല്ല തമ്പുരാനെ. പടച്ചവനെ, അന്യമതസ്ഥരുമായി നല്ല സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ നീ തരണേ അല്ലാഹ്. പടച്ചവനെ, ഇസ്ലാമിന്റെ ഷിആറുകളെ കാത്തുരക്ഷിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റബ്ബേ, നീ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി തന്നിട്ടുള്ള കച്ചവടം, ജോലി മുതലായവയിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ജീവിക്കാൻ വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി വരുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഈ നാട്ടിൽ പൂർവികന്മാർ കെട്ടിപ്പടുത്ത മദ്രസയും പള്ളിയും ആ പഴയകാല അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മഹല്ലിന്റെ ഭാരവാഹികൾക്ക് കരുത്ത് നൽകണേ തമ്പുരാനെ. തെറ്റിദ്ധരിച്ചു നിൽക്കുന്നവർക്ക് നീ സൽബുദ്ധി കൊടുക്കണേ അല്ലാഹ്. സകലമാന ഭിന്നതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. ഒരുമ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ശത്രുക്കൾ പെരുകുന്ന കാലത്ത് മുഅ്മിനീങ്ങളെ നീ ഒന്നിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ ഭിന്നിപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾക്ക് ഖൈറായ ഒരു ജീവിതം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅദാഇദ്ദീൻ. അല്ലാഹുമ്മ ഇജ്അൽനാ മിനൽ ഖാദിമീന ലിദീനിക്കൽ ഇസ്ലാം വഹ്ദിനാ ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വജ്അൽ ആഖിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബന റഹ്മ അബാഅനാ വഉമ്മാതിനാ കമാ റബ്ബൗനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ ജമീഇൽ അംബിയാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.